കരങ്ങളെ ചേർത്തടിച്ച് കർത്താവിനെ ഒന്ന് മുഖത്തപ്പെടുത്തിയാണ്. അങ്ങനെ അടിച്ചാൽ പോരാ. കർത്താവിന് വേണ്ടി കരമടിക്കുമ്പോൾ നന്നായി. മനസ്സിന് വേണ്ടി കൈ അടിച്ചില്ലേലും സാരമില്ല. ഹല്ലേലൂയ. നമുക്കറിയാം, മനുഷ്യന് വേണ്ടി കരമടിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നമുക്കറിയാം, ഒരു ഗെയിമൊക്കെ നടക്കുമ്പോൾ, ഏതെങ്കിലും ഒരു ഇവൻ്റൊക്കെ നടന്നാൽ, അല്ലെങ്കിൽ നമുക്കിഷ്ടമുള്ള രണ്ട് ടീമുകളുടെ മത്സരം, ക്രിക്കറ്റോ ഫുട്ബോളോ, ചെറുപ്പക്കാരൊക്കെ ഇരിക്കുന്നുണ്ടോ പറയുന്നത്, നടക്കുമ്പോൾ പവലിയനിൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ആൾക്കാരെല്ലാം നമ്മളെല്ലാം പോയിരിക്കും. എന്തിനാ? ഒരു ഗോൾ അടിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സിക്സ് അടിച്ചാൽ ഒരാൾ ഔട്ടായാൽ കൈയടിക്കും. എൻ്റെ അർത്ഥം എന്താ? അങ്ങനെയെങ്കിലും ജയിക്കാൻ ഞങ്ങൾ കൂടെ ഉണ്ട്, സപ്പോർട്ടേഴ്സായിട്ട്. അങ്ങനെയെങ്കിലും ജയിക്കാൻ വേണ്ടിയാണ് കരം അടിക്കുന്നത്. എന്നാൽ കർത്താവിനോട് കരം തട്ടുന്നത് ജയിക്കാൻ വേണ്ടിയല്ല, അവൻ ജയിച്ചത് കൊണ്ട്, ആ ജയത്തെ അവൻ നമുക്ക് നൽകിയത് കൊണ്ട്. ആമേൻ. ഹല്ലേലൂയ. മരണത്തിൻ്റെ പാശങ്ങളെ അടിച്ചു കളഞ്ഞതുകൊണ്ട് നാം ദൈവത്തെ ആരാധിക്കുന്നു, ഉയർത്ത കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായി കർത്താവിന് മഹത്വം. ഈ രാത്രിയിൽ നിങ്ങളോടൊപ്പമായിരിക്കാൻ കർത്താവ് നൽകിയ നല്ല അവസരങ്ങൾക്കായി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഈ മീറ്റിങ്ങിൻ്റെ മൂന്നാമത്തെ രാത്രിയിൽ നിങ്ങളെ ശുശ്രൂഷിപ്പാൻ പരിശുദ്ധാത്മാവിൻ്റെ ജീവിതത്തിൽ നൽകിയ നല്ല അനുഭവങ്ങൾക്കായി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തുവിൽ ഞാൻ സ്നേഹിക്കുന്ന സഹോദരൻ അരുൺ സത്യൻ പാസ്റ്റർ അവർകൾക്കായി സ്തോത്രം ചെയ്യുന്നു. തൻ്റെ കൂടെ ശുശ്രൂഷിക്കുന്നവർക്കായി, മീറ്റിങ്ങുകളെല്ലാം കോർഡിനേറ്റ് ചെയ്തവർക്കായി കർത്താവിന് സ്തോത്രം. അദ്ദേഹത്തോടുള്ള സ്നേഹം ആണ് ഇന്ന് പകൽ, ഇന്ന് ഈ രാത്രിയിൽ നമുക്കിവിടെ ഒരുമിച്ചായിരിക്കാൻ ഇടയായത്. ആമേൻ. പ്രത്യേകിച്ച് വേദിയിലായിരിക്കുന്ന കർത്തൃദാസന്മാരുടെ മുമ്പാകെ വിനയപ്പെടുകയാണ്. ഒരിക്കൽ മറക്കാൻ പറ്റാത്ത രണ്ട് അഭിഷിക്തന്മാരുടെ ഉണ്ട്. പാസ്റ്റർ പ്രസാദ് അവർകൾക്കായും ജോസ് പാസ്റ്ററിനായും സ്തോത്രം ചെയ്യുന്ന ഈ സമയത്ത് ഇവിടെ പിതാവ് പാസ്റ്റർ സാമുവൽ അവർകളെ, അമ്മയുണ്ട്, അമ്മയുടെ സ്തോത്രം, താങ്ക് യു. അമ്മയുടെയൊക്കെ പ്രാർത്ഥനയാണ് ഞങ്ങൾക്ക് നിൽക്കുന്നതെന്ന്. എനിക്ക് തോന്നുന്നു 20 വർഷങ്ങൾക്ക് ശേഷമാണ് കാണുന്നല്ലേ ഞാൻ. കൂടുതലായി 22 വർഷമായി. ഞാൻ അതുപോലെ തന്നെയാണോ ഇരിക്കുന്നത്? ഇച്ചിരി തടി വെച്ചിട്ടുണ്ടല്ലേ? നമ്മളെ നടത്തിയവർ, സത്യത്തിൽ ഒന്നുമില്ലാതിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആത്മാവിൽ കണ്ടുകൊണ്ട് നമ്മളെ സ്നേഹിക്കുന്നവർ, എല്ലാം നേടിയതിന് ശേഷം എല്ലാ ഉയർച്ചകളും പദവികളും സാധ്യതകളും സാഹചര്യങ്ങളും നന്മകളൊക്കെ ആയതിനു ശേഷം ആമേൻ കൂടെ നിൽക്കുന്നതും വിളിക്കുന്നതും കൂടെ നടക്കാൻ ആഗ്രഹിക്കുന്നതുമായ അനുഭവം ഒന്നുമില്ലായ്മയിലും പ്രാരംഭകാലങ്ങളിലൊക്കെ അതാ വചനം നമ്മളെ നടത്തിയവരെ ഓർക്കണോ. എല്ലാ അഭിഷിക്തന്മാർക്കായി സ്തോത്രം. ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. ഞാൻ ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു. എനിക്കൊരു 22 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ കൺവെൻഷൻ പ്രസംഗിക്കുന്ന സ്ഥലമായിരുന്നു പാസ്റ്റർ പ്രസാദിൻ്റെയൊക്കെ സ്ഥലം, മലമുകളിൽ. ആദ്യമായിട്ട് 22 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജിൽ എഞ്ചിനീയറിംഗ് പഠിക്കുവാണ്. ആ സമയത്താണ് കർത്താവിനോട് സംസാരിച്ചത്. എൻ്റെ അപ്പൻ എനിക്ക് ട്രിവാൻഡ്രത്ത് നിന്ന് കഴക്കൂട്ടം വരെയൊക്കെ യാത്ര ചെയ്യാൻ വേണ്ടി 15 രൂപ തരും പെട്രോൾ അടിക്കാൻ. ഹാഫ് ലിറ്റർ പെട്രോളിന് 15 മതി. 30 രൂപയുള്ള അന്ന് പെട്രോൾ. 15 രൂപ ഞാൻ ഹാഫ് ലിറ്റർ പെട്രോൾ സേവ് ചെയ്ത്, ഇവിടുത്തെ ചെറുപ്പക്കാരൊക്കെ ആയിരിക്കും 15 രൂപ 30 രൂപയായിരുന്നു പെട്രോൾ. അതാ ഞങ്ങളുടെ കാലത്തിലൊക്കെ 30 ആയിരുന്നു. ഇന്നേക്കൊരു 22 വർഷങ്ങൾക്ക് മുമ്പ്. ഇതൊരു എൻ്റെ സാക്ഷ്യത്തിൽ തന്നെ തുടങ്ങാം. അതൊരു അനുഗ്രഹമാണ്. 15 രൂപ തരും. 13 കിലോമീറ്റർ 9 കിലോമീറ്റർ ഒന്നേ ലിഫ്റ്റ് അടിച്ച് പോവും, ഇല്ലെങ്കിൽ നടക്കും. കാശ് സേവ് ചെയ്തിട്ട് ഒരു കൺവെൻഷൻ നടത്തണമെന്നൊരാഗ്രഹമായിരുന്നു ആദ്യം. അങ്ങനെ ആദ്യമായിട്ട് കൺവെൻഷൻ നടത്തിയ സ്ഥലമാണ്. എൻ്റെ അപ്പന് അമ്മായിക്ക് ജോലി പെരുങ്കുടിയിലായിരുന്നു. പെരുങ്കുടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിറയൻകീടിനടുത്ത്. അവിടെ ജോലിയായിരുന്നത് കൊണ്ട് എൻ്റെ അമ്മയ്ക്ക് രാവിലെ പോകണം. 6:30 മണിക്ക് മമ്മി യാത്ര ചെയ്യും. അതുകൊണ്ട് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി വീണ്ടും 15 രൂപ തരും. ഒരു പൊതി ചോറൊക്കെ നാരങ്ങ വെള്ളം മാത്രം, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എനിക്കൊരു 4 മാസമെങ്കിലും ഉച്ചയ്ക്ക് നാരങ്ങ വെള്ളം മാത്രം കുടിച്ച് കാശ് സേവ് ചെയ്ത് ശനി ഞായർ ദിവസങ്ങളിൽ സൈക്കിളും സ്കൂട്ടറും പഞ്ചർ ഒട്ടിക്കാൻ റോഡിൽ പോയിരുന്നു, തുപ്പി വെച്ച് ആരും അറിയാതിരിക്കാൻ.
മിക്സി ഗ്രൈൻഡർ വൈൻഡിങ് ഒക്കെ ചെയ്ത് കാശുണ്ടാക്കി. നെയ്യാറ്റിൻകരയിൽ എൻ്റെ സെമസ്റ്റർ ലീവിൽ 25 ദിവസം ചാണകം വരാൻ പോയി. സ്റ്റേജിൽ നിൽക്കുന്ന വ്യക്തിയെ ആൾക്കാർക്ക് അറിയത്തുള്ളൂ. ആമേൻ. ദെർ ഈസ് എ സ്റ്റോറി ബിഹൈൻഡ് എവരി ഗ്ലോറി. എല്ലാ മഹത്വത്തിൻ്റെ പിന്നിലൊരു കഥയുണ്ട്. 25 ദിവസം ഒരു കോട്ട ചാണകം വാരി ഒരു 100 മീറ്റർ നടന്ന് എന്താ പറയുക, ലോറിക്കകത്ത് ഇട്ട് കൊടുത്താൽ 10 രൂപ കിട്ടുമെന്ന്. അത് ആ കോട്ടയിൽ കൂടെ ഇങ്ങനെ ഒഴുകും ചാണകം. കൺവെൻഷൻ നടത്തണമെന്ന് ആഗ്രഹം കൊണ്ടാണ് ആദ്യം വെച്ച് കൺവെൻഷൻ നടത്തുക. ഈ വെറ്റിക്കോണം നമ്മൾ ഇങ്ങനെ കയറി വരുന്ന സമയത്ത് ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു. കുറച്ച് ദൂരം കഴിഞ്ഞ് ആ തേരി എത്തുന്ന സമയത്ത് അന്ന് ഞാനും എൻ്റെ കൂടെ ഒരു അഭിലാഷ് എന്ന് പറഞ്ഞ ദേവദാസനുണ്ട്. ഞങ്ങൾ രണ്ടും കൂടെയാണ് മീറ്റിംഗ് നടത്തിയത്. ഞങ്ങൾ തന്നെ ഇന്നും എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. ആദ്യത്തെ കൺവെൻഷൻ്റെ ബ്ലോക്ക് പ്രിൻറ്റിംഗ് ആണ്. അന്ന് ഓഫ്സെറ്റ് ഒന്നും വന്നില്ല, ബ്ലോക്ക് പ്രിൻറ്റിംഗ് ആണ്. ആ ബ്ലോക്ക് പ്രിൻറ്റിങ്ങിൻ്റെ സാധനം ഇന്നും എൻ്റെ കയ്യിലുണ്ട്. ഞങ്ങൾ തന്നെ പോസ്റ്റർ നോട്ടീസ് മേടിച്ച് തൊപ്പിയൊക്കെ വെച്ച് ഞങ്ങൾ തന്നെ ഒട്ടിച്ച് കൺവെൻഷൻ നടത്താൻ വേണ്ടി ഞങ്ങൾ പോയി കണ്ടുപിടിച്ച സ്ഥലമായിരുന്നു മലമുകളിൽ. പാസ്റ്റർ സാമുവൽ അവരുകൾ ഈ അഭിഷിക്തന്മാരുടെ കെയർ ഓഫിലായിരുന്നു മീറ്റിംഗ് നടന്നത്. ഞങ്ങൾക്ക് നല്ല ആഹാരമൊക്കെ അവരുണ്ടാക്കി തന്നു. ഞാനിന്നിവിടെ അന്ന് ഞങ്ങൾ പെട്ടി ഓട്ടോയിലാണ്, ഒരു പെട്ടി ഓട്ടോ വാടകയ്ക്ക് എടുത്ത്, ഇങ്ങനത്തെ ബോക്സ് ഒന്നുമില്ല, സ്ക്വയർ ബോക്സ് 4 ബോക്സ് 12 ഇഞ്ചിൻ്റെ 4 സ്പീക്കറുള്ള ബോക്സ് വാടകയ്ക്കെടുത്ത്, സൗണ്ട് സിസ്റ്റം ജനറേറ്റർ എല്ലാം വാടകയ്ക്കെടുത്ത് വണ്ടിയിൽ വെച്ച്, അഭിലാഷ് ബ്രദർ വണ്ടി ഓട്ടിക്കും, ഞാനും കൂടി ഇരിക്കും. ഇങ്ങോട്ട് കയറുന്ന വഴിയിൽ വെച്ച് വണ്ടി നിന്നു. തള്ളി കയറ്റിയതൊക്കെ ഞാൻ ഓർക്കുമായി വഴി. അന്നത്തെ ദിവസം പോയി സൗണ്ടും സ്റ്റേജൊക്കെ അറേഞ്ച് ചെയ്തതിന് ശേഷം തിരിച്ചു വന്ന്, ആദ്യമായിട്ട് പ്രസംഗിയല്ലേ, ടൈയൊക്കെ ഇട്ട് പോവാം. കാര്യം പ്രാസംഗികരൊക്കെ നമ്മൾ അങ്ങനെ കണ്ടിട്ടുള്ളൂ ടി വിയിലൊക്കെ. അതുകൊണ്ട് വാടകയ്ക്ക് 4 ദിവസം കഷ്ടപ്പെട്ട് 4 ദിവസം എടുത്തു. ടൈ കെട്ടാൻ അറിയത്തില്ല, 3 നോട്ട് ഇടാൻ വേണ്ടി. പിന്നെയാണ് ഞങ്ങൾ MBA പഠിക്കുന്ന സമയത്താണ് ഞങ്ങൾ യൂണിഫോം ടൈയും കോട്ടൊക്കെ ആയതുകൊണ്ട് അന്ന് പഠിച്ചു. ഒരു കല്യാണം കഴിഞ്ഞ് ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് 3 ദിവസത്തേക്ക് വേണ്ടി വാടകയ്ക്കെടുത്ത്, എനിക്കിന്ന് ഓർക്കേണ്ട ഒരു ലൈനിട്ട്, ഓർമ്മയുണ്ടോ ഭാഷ? അതൊക്കെ ലൈനിട്ട് ടൈക്ക് കെട്ടിയത് ഞാൻ. ടൈ കെട്ടി മീറ്റിംഗ് നടത്തി. പ്രസംഗിക്കാൻ അറിയത്തില്ല. 3 ദിവസം കൊണ്ട് പഠിച്ചിട്ട് 15 മിനിറ്റ് പോലും പ്രസംഗിക്കാൻ പറ്റിയില്ല. അന്ന് നിന്ന് ഞങ്ങളെ ഇന്ന് എനിക്ക് 4 ടീമോടെ കർത്താവിനെ ഉയർത്താൻ ദൈവം സഹായിക്കുന്നു. ഇപ്പോൾ നിങ്ങളിവിടെ കാണുന്ന സൗണ്ട് സിസ്റ്റം, സ്റ്റേജ്, ലൈറ്റിങ്സ്, ഇതുപോലെ 4 യൂണിറ്റ് ദൈവം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യക്കകത്ത് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ഒരു ടീം ശുശ്രൂഷയിലാണ്. ഒഡീസയിൽ ശുശ്രൂഷിക്കുന്നു, ഒരു ടീം അരുണാചൽ പ്രദേശിൽ ശുശ്രൂഷിക്കുന്നു, ഒരു ടീം ആന്ധ്രാപ്രദേശിലെ വിജയവാഡ ശുശ്രൂഷിക്കുന്നു, ഒരു ടീം മറ്റൊന്ന് ഇവിടുന്ന് കർണാടകയിലേക്ക് പോകാൻ തയ്യാറാകുകയാണ്. എത്ര വിശ്വസ്തരാണ്! കഴിഞ്ഞ 22 വർഷത്തിൽ ദൈവം ജയത്തോടെ നടത്തി. ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് രാത്രി ആരുടെയും ജീവിതത്തിൽ ചില ആരംഭങ്ങളുണ്ടാകട്ടെ. ചില നിമിഷം ദൈവത്തെ ശ്രദ്ധിച്ച സംതിങ് ഈസ് ഹാപ്പനിങ്. ഇന്ന് രാത്രി എന്തൊക്കെ കർത്താവ് ഇതിനകത്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇതിനകത്ത് ഇന്ന് രാത്രി കടന്നു വന്നിരിക്കുന്ന ചെറുപ്പക്കാർ, ബ്രദേഴ്സ് ആണെങ്കിലും സഹോദരിമാരാണെങ്കിലും കുഞ്ഞുങ്ങളാണ്, നിങ്ങളുടെ മേലൊരു നിയോഗം വ്യാപരിക്കണം. ഇന്ന് രാത്രി നിങ്ങളുടെ മേലൊരു അസാധാരണമായ ദൈവശക്തി പകരപ്പെടുവാൻ ഇടയാകണം. അത്ഭുതങ്ങൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വെളിപ്പെടുത്തുവാൻ ഇടയാകണം. ചില നിമിഷങ്ങൾ 1-2 നിമിഷങ്ങൾ ദൈവത്തെ ഒന്ന് സ്തുതിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇന്ന് രാത്രി വെളിപ്പെടട്ടെ. ഒരു തിരഞ്ഞെടുപ്പ് ഇന്ന് രാത്രി നടക്കട്ടെ. തിരഞ്ഞെടുപ്പ് നടക്കട്ടെ. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. അസാധാരണമായ ദൈവശക്തി വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവിടുത്തെ ശക്തിയുടെ അളവറ്റ വലിപ്പം. ആമേൻ. 1-2 നിമിഷങ്ങൾ വായികൾ തുറന്ന് കർത്താവിനെ സ്തുതിക്കാമോ? ശബ്ദം ഉയർത്തി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താമോ? ദൈവത്തിൻ്റെ മനോഹാരിത ഇന്ന് രാത്രിയിൽ വെളിപ്പെടട്ടെ. ശബ്ദത്തെക്കാൾ വെളിച്ചത്തെക്കാൾ അതിവേഗതയിൽ സഞ്ചരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ അസാധാരണമായ പ്രവൃത്തി ഇന്ന് രാത്രിയിൽ ഇവിടെ വെളിപ്പെടട്ടെ. എന്നോടങ്ങ് സംസാരിക്കണമേ എന്ന് പറ, എന്നോടങ്ങ് ഇടപെടണമേ എന്ന് പറ. ദൈവശക്തി ഇന്ന് രാത്രി എൻ്റെ മേൽ പകരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥനയോടെ ദൈവകൃപ ഞങ്ങളുടെ മേൽ വ്യാപരിക്കണമേ. ഹല്ലേലൂയ. ഓ നിൻ മഹാ കൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടും എന്നും. നിൻ മഹാ
കൃപയ്ക്കാ അങ്ങേ ഞാൻ സ്തുതിച്ചിടും എന്നും. ഒന്നുമില്ലായ്മയിൽ നിന്നെ നിന്നുടെ ഛായയിൽ സൃഷ്ടിച്ചു, നിത്യമായി സ്നേഹിച്ചെന്നെ നിന്റെ പുത്രനെ തന്നു രക്ഷിച്ചു. നീ ചേർന്ന് നിൻ മഹാകൃപയ്ക്കാ അങ്ങേ ഞാൻ സ്തുതിച്ചിടും. ഈ രാത്രിയിൽ അസാധാരണമായ ദൈവശക്തി വ്യാപരിക്കട്ടെ. ചില വ്യക്തികളുടെ മേൽ അസാധാരണമായ ചില നിയോഗങ്ങൾ വെളിപ്പെടുകയാണ്. ആരും മൗനമായി ഇരിക്കരുത്. ശബ്ദം ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്. ഇന്ന് രാത്രി ചില തിരഞ്ഞെടുപ്പുകൾ ഉണ്ടാകട്ടെ. പരിശുദ്ധാത്മാവിന്റെ കൃപ അസാധാരണമായി വിശ്വസിക്കുന്നവരുടെ മേൽ അത് വ്യാപരിക്കട്ടെ. അത് ഞങ്ങളോട് സംസാരിക്കുമപ്പ. വ്യക്തിപരമായി ഇടപെടണേ യേശുവിൻ നാമത്തിൽ. ഇതിനകത്ത് തന്നെ ശരത്ത് എന്ന പേരുമായി ബന്ധപ്പെട്ട അറിയുന്നതുണ്ട്. ശരത്ത്, ഒരു ശരത്ത് എന്ന പേരുമായിട്ട്. ശരത്തിന്റെ ആരാണ്? അമ്മയാണ് ഈ ശരത്തിന്റെ ശരത്ത്. ശരത്ത്, നിന്നെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുക. നിന്റെ മേലൊരു ഭയങ്കര നിയോഗമുണ്ട്. കാലഘട്ടത്തിൻ്റെ ശബ്ദമായി നീ മാറും. എനിക്കറിയത്തില്ല നിങ്ങൾ എന്താണെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ നിങ്ങൾ ആൾ മാറിയവനെ പോലെ മാറും. പരിശുദ്ധാത്മാവിൻ്റെ അസാധാരണമായൊരു തിരഞ്ഞെടുപ്പ് നിന്റെ മേലുണ്ട്. കർത്താവ് ഒരുപാട് നിന്നെ സ്നേഹിക്കുന്നു. ഞാനിവിടെ നിൽക്കുമ്പോൾ നിനക്ക് വേണ്ടി കരഞ്ഞ ഒരു വ്യക്തി ആത്മാവിനെ കാണിക്കും. ഓനുമായിട്ട് കണക്ട് ചെയ്ത് ആരെങ്കിലും ഇതിനകത്ത് വന്നിട്ടുണ്ടോ? ബ്രദറുമായിട്ട് കണക്ട് ചെയ്ത് ആരെങ്കിലും ഇതിനകത്ത് വന്നിട്ടുണ്ടോ? വൈഫ്, നിങ്ങൾ എന്ത് ചെയ്യോ? എന്താ ജോലി? എന്തോ നിങ്ങളെ ഒരുപാട് യേശു സ്നേഹിക്കുന്നുണ്ട്. അതിനു വേണ്ടി കരഞ്ഞ ഒരു വ്യക്തിയെ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി വലുതാണ്. നിങ്ങൾക്ക് ഭയങ്കര ഒരു ഷിഫ്റ്റ് ഉണ്ടാകും. 2026 ലോകം നിന്നെ വ്യത്യസ്തനായി കാണും. തള്ളിക്കളഞ്ഞതിനെ മൂലക്കല്ലാക്കി തീർക്കുന്നവൻ പരിശുദ്ധാത്മാവിന്റെ ഒരു ഭയങ്കര പ്രവൃത്തി നിന്റെ മേൽ ഇന്ന് രാത്രി ഇറങ്ങി വരികയോ. നിന്നെ ആൾ മാറിയവനെ പോലെ മാറ്റുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇന്ന് രാത്രി ഇതിനകത്ത് ചലിക്കുന്നു. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ കുടുംബത്തിന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കുകയോ. ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് ഈ സഹോദരനെ ബ്ലസ് ചെയ്യുന്നു. ഇന്ന് രാത്രി 27 നവംബർ 2025 തന്റെ മേൽ പുതിയ സീസണെ ഞാൻ തുറന്നു പ്രാർത്ഥിക്കുന്നു. സീസൺ ചേഞ്ചിങ് അനോയിന്റിംഗ് ഇന്ന് രാത്രി കുടുംബത്തിന് മേൽ വെളിപ്പെട്ട് വരട്ടെ യേശുവിന്റെ നാമത്തിൽ. ആമേൻ. ഒരു ബാബു എന്നൊരു സഹോദരന്റെ മേൽ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുന്നു. ബാബു എന്ന പേരുമായി ബന്ധപ്പെട്ട ആരെങ്കിലും അകത്തോട് ബാബുവിനെ പരിശുദ്ധാത്മാവ് തൊടുന്നു എന്ന് എന്നോട് പറയുന്നു. ദൈവം തൊടുകയാണ്. കാത്തിരുന്ന വിഷയങ്ങളുടെ മേൽ ദൈവാത്മാവ് മറുപടി തരാൻ പോവുകയാണ്. കർത്താവിനോട് പറഞ്ഞു, ഈ വർഷം തീരുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾ വെളിപ്പെടും. അടുത്തൊരു 20 ദിവസങ്ങൾക്കകം ചിന്തിക്കാൻ പറ്റാത്ത പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരുമെന്ന് ആത്മാവ് ഇടപെടുന്നു. പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്. ദൈവാത്മാവ് പറയുന്നു, നിങ്ങൾക്ക് വേണ്ടി ദൈവം യുദ്ധം ചെയ്യും. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുക.
ഞാൻ ജാതികളുടെ ഇടയിൽ ഉന്നതനാകുമെന്ന് പറഞ്ഞ ദൈവം തന്റെ ദാസനായ അത്ഭുതങ്ങളെ ചെയ്യുകയാണ്. അടുത്ത 20 ദിവസത്തിനകം നിങ്ങളെ അതിശയിപ്പിക്കുന്ന ഒരു ദൈവപ്രവൃത്തി ഉണ്ടാകുമെന്ന് ആത്മാവ് ഇടപെടുന്നു. എല്ലാവരും കർത്താവിനൊന്ന് സ്തോത്രം ചെയ്ത് കരങ്ങളെ ചേർത്തടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിക്കുക. സീസൺ മാറുന്നു, സീസൺ മാറുന്നു. ആരുടെയൊക്കെ സീസൺ ഇന്ന് രാത്രി മാറ്റുകയാണ്. അടുത്ത ചില നിമിഷങ്ങൾ അത്ഭുതങ്ങൾ പരിശുദ്ധാത്മാവ് റിലീസ് ചെയ്യുകയാണ്. Come on, പ്രതികരിച്ച് ഒരു ഫെബ്രുവരി 25 ബന്ധപ്പെട്ട ആരെങ്കിലും ഫെബ്രുവരി 25 ഒരു ഡേറ്റ് ഞാൻ കാണും. ഫെബ്രുവരി 25 എന്ന ഡേറ്റുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കും. ഫെബ്രുവരി 25 എന്ന ഡേറ്റുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈയാഴ്ത്താം. അതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ പോകും. കർത്താവിനെ ഒരു സാമിനെ കർത്താവിനെ കാണിക്കുന്നു. ഒരു സാമിന്റെ മേൽ ദൈവശക്തി വ്യാപരിക്കുന്നു. ഒരു സാമിന്റെ സാമാന നിങ്ങൾക്ക് എന്തെങ്കിലും ഫെബ്രുവരി മാസമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ബർത്ത്ഡേ ആണ്. കർത്താവിനോട് പറയുന്നു ചില പുസ്തകങ്ങൾ എഴുതുവാൻ. പുസ്തകങ്ങൾ എഴുതും. ആഗോള വ്യാപകമായി അത് ചലിക്കും. ഈ 27 നവംബർ മാസം നിന്നെ നോക്കി ഞാനത് പ്രവചിക്കുന്നു. ദൈവാത്മാവിനോട് ആഗോള വ്യാപകമായി പബ്ലിക്കേഷൻസ് ഉണ്ടാകാൻ പോവുകയാണ്. ഞാൻ കേൾക്കുന്ന ദൈവശബ്ദം അതാണ്. വേൾഡ് റിനൗഡ് ഓതറായി ദൈവാത്മാവ് മാറ്റുന്നു. ശബാന റദനിയാദൻ നിന്റെ മേലെ ഒരു നിയോഗം അങ്ങനെ വെളിപ്പെടുകയാണ് ഇന്ന് രാത്രിയിൽ. യേശുവിന്റെ നാമത്തിൽ കർത്താവിന്റെ ശബ്ദമായി, കർത്താവിന്റെ നാവായി പരിശുദ്ധമാവ് നിന്നെ തീർക്കുന്നു. നിന്റെ തൂലികകൾ ചലിക്കും. അതിൽ കൂടെ ദൈവാത്മാവ് പട്ടണത്തോട് പറയുവാൻ, രാജ്യത്തോട് പറയുവാൻ, ഒരു തലമുറയോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് നിന്റെ ഉള്ളിൽ ദൈവം നിക്ഷേപിച്ചിട്ടുണ്ടെന്ന് ഇന്ന് രാത്രി ആത്മാവ് ഇടപെടുന്നു. ഒരു കുതിച്ചു ചാട്ടം നിന്റെ ലൈഫിൽ ഉണ്ടാകാനായി പോകുന്നു. ഇന്ന് രാത്രി നിന്റെ മേൽ ആ തിരഞ്ഞെടുപ്പ് വിടുകയാണ്. കമോൺ, അസൂയയില്ലാത്ത എല്ലാവരും കർത്താവിനൊന്ന് സ്തോത്രം ചെയ്തോ. ഇന്ന് രാത്രി സഹോദരന്റെ മേൽ അസാധാരണമായ ദൈവശക്തി ഇറങ്ങി വരികയാണ്. നന്ദി കർത്താവേ, സ്വർഗം അത് ചെയ്യുകയാൽ സ്തോത്രം. കരങ്ങളെ ചേർത്ത് കർത്താവിനെ ഒന്ന് അടിച്ച് കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തി. സംതിങ് ഗ്ലോറിയസ് കർത്താവ് ഇന്ന് രാത്രിയിൽ ദൈവം ചെയ്യുകയാണ്. അടുത്തിരിക്കുന്നവരൊക്കെ കരം കൊടുത്ത് പറയാം, സീസൺ മാറാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവർ മാത്രം പറഞ്ഞാൽ മതി. വിശ്വസിച്ചില്ലെങ്കിൽ എന്നെ നോക്കി പറഞ്ഞു, അനുബ്രതന്റെ സീസൺ മാറട്ടെ. താങ്ക് യു അഭിഷിക്തനെ, താങ്ക്സ്. അനുബ്രതന്റെ സീസൺ മാറുവാന്നങ്ങ് പറഞ്ഞാൽ മതി, ഞാൻ തയ്യാറാ. ഹല്ലേലൂയ. സീസൺ മാറുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിലെ ഡാലസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ച് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. അത് പറഞ്ഞ് ഞാൻ വചന സൃഷ്ടിയിലേക്ക് പ്രവേശിപ്പാനായി ആഗ്രഹിക്കുന്നു. ഡാലസ് എന്ന പട്ടണത്തിൽ ഒരു ശനിയാഴ്ച ദിവസം രാത്രി ഒരു അഭിഷിക്തൻ കിടന്നുറങ്ങുവാണ്. ഉറങ്ങി പെട്ടെന്ന് എഴുന്നേറ്റ് അദ്ദേഹം പിറ്റേന്ന് ആരാധനയ്ക്ക് വേണ്ടി അദ്ദേഹം തയ്യാറെടുക്കുന്നു, റെഡിയാകുകയാണ്. അദ്ദേഹം പ്രാർത്ഥിക്കാനിരുന്നു. ദൈവശബ്ദത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു, യുവർ സീസൺ ഈസ് ചേഞ്ചിങ്. നിന്റെ സീസൺ മാറുകയാണ്. നിന്റെ സീസൺ മാറുകയാണെന്ന് ഒരൊറ്റ ഒരു വേർഡ് പറഞ്ഞു. അദ്ദേഹം ഒരു പുഴു പിടയ്ക്കുന്നത് പോലെ ചാടി എഴുന്നേറ്റ് കർത്താവിനൊന്ന് സ്തോത്രം ചെയ്ത് ദൈവത്തിന് മഹത്വപ്പെടുത്താൻ തുടങ്ങി. കുറച്ച് ദിനം കഴിഞ്ഞിട്ട് അദ്ദേഹം പുസ്തകം എടുത്ത് എഴുതാൻ തുടങ്ങി. സീസൺ മാറുകയാണ്, യുവർ സീസൺ ഈസ് ചേഞ്ചിങ്. മതി, സീസൺ മാറുകയാണെന്ന് അദ്ദേഹം എഴുതി. വീണ്ടും അദ്ദേഹം പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവം ഒന്നും സംസാരിച്ചില്ല. ഒരു 4-5 പ്രാവശ്യം അതേ വാക്ക് തന്നെ അദ്ദേഹം എഴുതി, സ്തോത്രം ചെയ്ത് ഏറ്റെടുത്തു, പ്രാർത്ഥിച്ചു, താൻ കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് ആരാധനയ്ക്ക് വേണ്ടി ഈ മനുഷ്യൻ പോവുക. വേറെ ഒന്നും ദൈവശബ്ദം ഉണ്ടാകില്ല. രാവിലെ എഴുന്നേറ്റ് പോകുന്നു. വർഷിപ്പ് ലീഡേഴ്സ് വന്ന് ആരാധനയൊക്കെ നടത്തിയതിന് ശേഷം ഈ ദൈവ മനുഷ്യൻ മൈക്കെടുത്തിട്ട് ജനത്തെ നോക്കി ഇപ്രകാരം പറഞ്ഞു, യുവർ സീസൺ ഈസ് ചേഞ്ചിങ്. നിങ്ങളുടെ സീസൺ മാറുകയാണ്. ആദ്യത്തെ പ്രാവശ്യം എല്ലാവരും കരമുയർത്തി ചാടി ദൈവത്തെ മഹത്വപ്പെടുത്തി. രണ്ടാമത് വീണ്ടും ആ മനുഷ്യൻ പറഞ്ഞു, നിങ്ങളുടെ സീസൺ മാറുകയാണ്.
വീണ്ടും എല്ലാവരും ആവേശത്തോടെ സ്തോത്രം ചെയ്ത് 2 3 4 5 ഇങ്ങനെ മാറി മാറി പറഞ്ഞുകൊണ്ടിരിക്കുക. 5-6 പ്രാവശ്യമായപ്പോൾ ആകെപ്പാടെ ടെൻഷനായി. 1-2 പേര് മാത്രം കൈ പൊക്കുന്നു, വേറെ ആരും കൈ പൊക്കുന്നില്ല. ഒന്ന് മോഡുലേഷനൊക്കെ ഒന്ന് മാറ്റി പറഞ്ഞു. ഓരോ ആൾക്കാരുടെ അടുത്ത് വന്ന് തലയ്ക്ക് വെച്ച് പറഞ്ഞു. ചില ആൾക്കാർ മൈൻഡ് ചെയ്യുന്നു, ചില ആൾക്കാർ കൈ ഉയർത്തുന്നു, ചില ആൾക്കാർ സ്തോത്രം ചെയ്യുന്നു. നോക്കിയപ്പോൾ ഒരാൾ മാത്രം എന്തോ നോക്കെ നോട്ട് പാഡിൽ സ്ക്രിബിൾ ചെയ്യുന്നുണ്ട്, എഴുതുന്നുണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും അദ്ദേഹം മൈൻഡ് ചെയ്യാതെ വീണ്ടും കർത്താവിന് സ്തോത്രം പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ സീസൺ മാറുകയാണ്. ഉടനെ ചർച്ചിലെ സെക്രട്ടറി എഴുന്നേറ്റ് പറഞ്ഞു, കുഴപ്പമില്ല പാസ്റ്ററെ, പ്രസംഗിക്കാൻ പ്ലാൻ ചെയ്തൊക്കെ മറന്നുപോയില്ല, സാരമില്ല. കഴിഞ്ഞ ആഴ്ച പ്രസംഗിച്ചത് ഒരിക്കലും പറഞ്ഞു, അതേ ഞങ്ങൾ മറന്നുപോയെന്നു. അദ്ദേഹം പറഞ്ഞു, അതൊന്നും കാര്യമില്ല. അദ്ദേഹം പറഞ്ഞു, വീണ്ടും പറയാം, നിങ്ങളുടെ സീസണും മാറുവാണ്. ആകപ്പാടെ സെക്രട്ടറിക്കും വിഷമമായി, എല്ലാവർക്കും ആകപ്പാടെ വിഷമം. കുറച്ചു നേരം കഴിഞ്ഞു, ആരും സംസാരിക്കുന്നില്ല. 1 മണിക്കൂറിന് മേളിൽ ഈ മനുഷ്യന് പറയാൻ വേറെ ഒന്നുമില്ല. എന്ത് ചെയ്യാൻ പറ്റും? കേട്ടതല്ലേ പറയാൻ പറ്റൂ. കേട്ടതല്ലേ പറയാൻ പറ്റൂ. കേട്ടത് അതുപോലെ വിശ്വസ്തനായിട്ട് ആ മനുഷ്യൻ സംസാരിച്ചതിന് ശേഷം ആശീർവാദം പറയാൻ നിന്നില്ല. ഇദ്ദേഹം വെളിയിലോട്ടിറങ്ങി, ആരും ഇദ്ദേഹത്തിനോട് സംസാരിച്ചില്ല. ഇദ്ദേഹം വീട്ടിലേക്ക് കടന്നുപോയി. ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, അങ്ങ് പറഞ്ഞത് ഞാൻ പറഞ്ഞു, വേറെ ഒന്നും അങ്ങ് പറഞ്ഞില്ല, ഞാൻ വേറെ ഒന്നും കൂട്ടിച്ചേർത്തുമില്ല. വൈകുന്നേരം ഒരു ഉച്ചയ്ക്ക് 2-2:30 മണിയായപ്പോൾ ആരോ വന്ന് ഡോറ് തട്ടുന്നു. നോക്കിയപ്പോൾ ചർച്ചിൽ ഒരു വിശ്വാസം നിൽക്കുക. കയ്യിൽ എണ്ണ ഒരു പുതിയ കിരിപ്പുണ്ട്. അദ്ദേഹം പറഞ്ഞു, പാസ്റ്ററെ, ഒരുപാടൊന്നും എണ്ണാൻ പറ്റില്ല, ഏകദേശം 740 പ്രാവശ്യം ഞാൻ എണ്ണി. 1 മണിക്കൂറിന് മേളിൽ താങ്കൾ പ്രസംഗിച്ചതിൽ 740 മേൽ പ്രാവശ്യം താങ്കൾ പറഞ്ഞതിന് ഞാൻ അതുപോലെ എഴുതിയിട്ടു, നമ്പറൊക്കെ ഇട്ടു. ലാസ്റ്റ് എന്തായാലും എനിക്ക് ഒത്തിരി സന്തോഷം, ആ വാക്ക് ഞാൻ അങ്ങ് ഏറ്റെടുത്തു എന്ന് പറഞ്ഞിട്ട് ഇത് പാസ്റ്ററിന് ഒരു ഗിഫ്റ്റ് കൊടുത്തു. അതിനകത്ത് തുറന്ന് നോക്കിയപ്പോൾ അതിനകത്ത് 2 ചിക്കൻ്റെ ലെഗ് പീസ് ഇരിക്കുക, ഫ്രൈ ചെയ്തത്, പൊരിച്ച കോഴിക്കാല്. പാസ്റ്ററിനൊന്നും മനസ്സിലായില്ല. പാസ്റ്റർ അദ്ദേഹത്തിനോ നോക്കിയിട്ട് പറഞ്ഞു, നിൻ്റെ സീസൺ മാറി. വാങ്ങി റൂമിനകത്ത് കൊണ്ടുപോയി ചിക്കൻ പീസ് കഴിച്ചു. അദ്ദേഹത്തിന് വേണ്ടി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചു. പിറ്റേന്ന് രാവിലെ ഇദ്ദേഹത്തിൻ്റെ ഫോണൊന്ന് എക്സ്പെക്റ്റ് ചെയ്ത് ഫോൺ വന്നില്ല. ഉച്ചയ്ക്ക് ഫോൺ വന്നില്ല. അദ്ദേഹത്തെ ഒന്ന് വിളിച്ചു നോക്കി, ഫോൺ എടുക്കുന്നില്ല. 2 ദിവസം കഴിഞ്ഞു. ചൊവ്വാഴ്ച ദിവസം ഒരു 3 മണിയൊക്കെ ആയപ്പോൾ ആരോ വന്ന് ഡോറ് തട്ടുന്നുണ്ട്. നോക്കിയപ്പോൾ പഴയ ആൾ തന്നെ നിൽക്കുക. ഞാൻ ഇന്നലെ ഫോൺ വിളിച്ചായിരുന്നു. പാസ്റ്ററിനെ നോക്കി അദ്ദേഹം പറഞ്ഞു, ബിസിനസ് ഇച്ചിരി തിരക്കായിരുന്നു പാസ്റ്ററെ എന്ന്. 1 ദിവസം കൊണ്ട് തിരക്കായി. ഗിഫ്റ്റ് കൊടുത്തിട്ട് പറഞ്ഞു, പാസ്റ്റർ, എൻ്റെ ലൈഫ് ദൈവം മാറ്റിയെന്ന് എനിക്ക് ഉറപ്പായിട്ട് വിശ്വാസമാണെന്ന് പറഞ്ഞു. ഒരു ഗിഫ്റ്റ് കൊടുത്തു. തുറന്നു നോക്കിയപ്പോൾ വീണ്ടും 4 ചിക്കൻ്റെ ലെഗ് പീസ് ഇരിക്കുക. സ്തോത്രം. ലെഗ് പീസ് വാങ്ങിയിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ നിൻ്റെ ലൈഫ് മാറിയെന്ന്. ബ്ലസ് ചെയ്ത് വിട്ടു. ഈ മനുഷ്യൻ്റെ പേരാണ് കൊളോണൽ സാൻഡൽസ്, ദി ഓണർ ഓഫ് KFC എന്ന് പറഞ്ഞ് നമ്മൾ കാണുന്നില്ലേ, തിരുവനന്തപുരത്തിൻ്റെ 4 സെൻറ്ററുണ്ട്. ഈ കെൻഡക്കി ഫ്രൈഡ് ചിക്കൻ എന്ന് പറയുന്ന KFCയുടെ ഓണറിൻ്റെ ലൈഫ് മാറിയത് ഞായറാഴ്ച രാവിലെ പുൽപ്പിറ്റിൽ നിന്ന് വന്ന ഒരൊറ്റ വാക്കാണ്. 152 രാജ്യങ്ങളിൽ ഫുഡ് ചെയിൻ ഓഫ് റെസ്റ്റോറൻ്റുള്ള KFCയുടെ ഓണറിൻ്റെ ലൈഫ് മാറ്റിയത് ഒറ്റ വാക്കാണെങ്കിൽ, ഇന്ന് രാത്രി ഇവിടെ നിന്ന് ചലിക്കുന്ന വചനത്തിൻ്റെ ശക്തിയെ പിടിച്ചെടുക്കാൻ നീ തയ്യാറാണെങ്കിൽ സീസൺ ഇന്ന് രാത്രി മാറും. സീസൺ മാറും. സാഹചര്യങ്ങൾ നോക്കരുത്, സാധ്യതകൾ നോക്കരുത്. ആമേൻ. ഞാൻ പറയും, ഇന്ന് കാണുന്ന അവസ്ഥയിൽ തമ്പുരാന്റെ വചനത്തെ നീ വിശകലനം ചെയ്യരുത്. സംശയദൃഷ്ടിയിൽ കാണല്, വിശ്വസിച്ചുകൊണ്ട് സംശയിക്കാതെ തമ്പുരാന്റെ വാക്കിന് ആമേൻ പറയുന്നവൻ അത്ഭുതങ്ങൾ കാണും. ആമേൻ. എനിക്ക് നടന്നില്ല, ഇന്നലെ വരെ എൻ്റെ സാധ്യതകൾ മോശമാണ്. ഇന്ന് രാത്രിയിൽ തമ്പുരാന്റെ വചനത്തിന് വ്യത്യാസത്തെ വരുത്തുവാൻ കഴിയും. നമ്മുടെ ചിന്തിക്കുന്നതിനും നിലക്കുന്നതിനും അത്യന്തപരമായി നടത്താൻ തമ്പുരാന്റെ വചനത്തിന് ശക്തി ഉണ്ടെന്ന് ഇന്ന് രാത്രി തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ആമേൻ, ആമേൻ. സംതിങ് ഗ്ലോറിയസ് ദി ലോർഡ് ഈസ് ഡൂയിങ്. ഇന്ന് രാത്രി ചിലത് ദൈവാത്മാവ് ആരംഭിക്കാൻ പോവുകയാണ്. നമ്മുടെ ബുദ്ധിമോശം കൊണ്ട് അവസാനിപ്പിച്ചത്, നമ്മുടെ ബുദ്ധിമോശം കൊണ്ട് നടക്കത്തില്ലെന്ന് പറഞ്ഞത് കർത്താവ് ഇന്ന് രാത്രി ആരംഭിക്കാൻ പോവുകയാണ്. പുതിയ ആരംഭങ്ങൾ നടക്കട്ടെ, പുതിയ അത്ഭുതങ്ങൾ ഉടലെടുക്കട്ടെ, പുതിയ ദൈവപ്രവൃത്തികൾ നിന്റെ ഭവനത്തിനകത്ത് ഇന്ന് രാത്രി മുതൽ വെളിപ്പെട്ട് വരട്ടെ. പ്രതികരിച്ച് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അത്ഭുതത്തിന്റെ പ്രവൃത്തികൾ ഇന്ന് രാത്രി വെളിപ്പെട്ട് വരട്ടെ. അസാധാരണമായ ദൈവാത്മാവിന്റെ ഇടപെടലുകൾ ഇന്ന് രാത്രി ഉണ്ടാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ആമേൻ. ചില വ്യക്തികൾക്ക് മറക്കാൻ പറ്റാത്ത തീയതിയായി 27 നവംബർ 2025 മാറുകയാണ്. പരിശുദ്ധാത്മാവ് ഈ 11ാമത്തെ മാസത്തിൽ 11ാം മണി അത്ഭുതങ്ങൾ ആർക്കോ വേണ്ടി കർത്താവ് ചെയ്യുകയാണ്.
എഴുതി തള്ളാൻ വരട്ടെ, നടക്കത്തില്ലെന്ന് പറയാൻ വരട്ടെ, നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തിയുള്ളവൻ ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. നിന്റെ ആ മാറായ മധുരമാക്കുവാൻ ശക്തിയുള്ളവൻ, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുവാൻ ശക്തിയുള്ളവൻ ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. ആമേൻ, 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 ആമേൻ. പുതിയ ആരംഭങ്ങൾ സംഭവിക്കട്ടെ. ചില വിശാലമായ വാതിലുകൾ തുറക്കപ്പെടട്ടെ. അടഞ്ഞുപോയ വിഷയങ്ങൾ, ആമേൻ, വാതിലുകൾ അടഞ്ഞുപോയി എന്ന് പറയുന്ന സ്ഥലത്ത് വിശാലമായ ചില വാതിലുകൾ ഇന്ന് രാത്രി സ്വർഗം തുറക്കുകയാണ്. ഹല്ലേലൂയ. ഞാനത് വിശ്വസിക്കുന്നു. അത് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. വേഗത്തിൽ ഒരു ദൈവവചനത്തിൽ നിന്ന് നമ്മൾ ധ്യാനിപ്പാനായി ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് ഞാൻ ആ നോട്ടീസിൽ എനിക്ക് അയച്ചാണ് തന്ന നോട്ടീസ് കിട്ടിയില്ല. നോട്ടീസ് അയച്ചു തന്നപ്പോൾ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, അഭിഷിക്തന്മാർ ചില വചനങ്ങൾ എഴുതുമ്പോൾ വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ഇറ്റ്, എന്തുകൊണ്ട് വചനം അവിടെ എഴുതി ചേർക്കുന്നു, അല്ലെങ്കിൽ ചില മീറ്റിങ്ങുകളുടെ തലക്കെട്ട് എന്തുകൊണ്ട് അങ്ങനെ എഴുതുന്നു എന്നുള്ളത് ഞാൻ വളരെ ശ്രദ്ധിച്ച് നോക്കുന്ന വ്യക്തിയാണ്. കാര്യം ഈ പേരിടുന്നത് വേറെ പേര് കിട്ടാത്തതുകൊണ്ട് പേരിടുന്നതല്ല. പല വ്യക്തികൾക്കും തെറ്റിദ്ധാരണയാണ്, ചില പേരുകൾ കിട്ടാത്തത് കൊണ്ട് പേരിടുന്നതായിരിക്കും എന്നൊക്കെ ചിന്തിക്കാറുണ്ട്. ആത്മമാരി, അല്ലെങ്കിൽ അനുഗ്രഹം, ആമേൻ, ഇന്ന ബ്ലെസ്സിങ് ഫെസ്റ്റ് തുടങ്ങിയ ആത്മമാരി, എന്തെല്ലാം പേരുകൾ. ഇതിൻ്റെ പിന്നിലെല്ലാം ഒരു അഭിഷിക്തൻ പേരിടുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു ദൈവപ്രവൃത്തി ഉണ്ട്. ഞാനത് അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ ഈ ടെൻറ്റിൻ്റെ അകത്ത് നിൽക്കുമ്പോൾ എൻ്റെ ഓർമ്മ, ചില നാളുകൾക്ക് മുമ്പ് കർത്താവിനോട് സംസാരിച്ച് ഞാൻ ഓർക്കുന്നു. 2022 മെയ് മാസത്തിൽ പരിശുദ്ധാത്മാവ് നൽകിയ ഒരു ദർശനമായിരുന്നു ടെൻറ്റ് റിവൈവൽ എന്നൊരു ദർശനം. ഒരു പക്ഷേ പല ആൾക്കാരും കേട്ട് കാണും. ടെൻറ്റ് റിവൈവൽ എന്നൊരു ദർശനം ആദ്യമായിട്ട് ഞങ്ങൾ പാലക്കാട് ജില്ലയിൽ നടത്തും. അവിടുത്തെ അഭിഷിക്തന്മാരെയൊക്കെ കൂട്ടി മീറ്റിംഗ്, 7 ദിവസത്തെ മീറ്റിംഗ് ആണ്. ഇതുപോലത്തെ ഒരു പന്തൽ, ഇതിനേക്കാൾ വലിയ കുറച്ചൊരു പന്തൽ വാടകയ്ക്ക് അവിടെ അറേഞ്ച് ചെയ്തു. 7 ദിവസം മീറ്റിംഗ് നടത്തി. വളരെ പ്രയാസപ്പെട്ടാണ് മീറ്റിംഗ് നടത്തിയത്. മീറ്റിംഗ് കഴിഞ്ഞിട്ട് ട്രിവാൻഡ്രത്ത് ഞങ്ങൾ വന്നു. ചില ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ കർത്താവ് സംസാരിച്ചു, അടുത്ത മീറ്റിംഗ് തിരുവനന്തപുരത്ത് നടത്തണം. ട്രിവാൻഡ്രത്ത് മീറ്റിംഗ് നടത്താൻ പ്ലാൻ ചെയ്തു, മീറ്റിംഗൊക്കെ അറേഞ്ച് ചെയ്തു. പക്ഷേ കാശ് കയ്യിലില്ല, വിചാരിച്ച കാശ് കയ്യിൽ വന്നില്ല. അപ്പോൾ സാഹചര്യം മോശമായതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ച ഒരു ഹാളിനകത്ത് മീറ്റിംഗ് നടത്താം. ഹാളിനകത്ത് മീറ്റിംഗ് നടത്താൻ പ്ലാൻ ചെയ്തു. കണ്ണമൂല CSIയുടെ ചർച്ച് ഹാളിൽ വെച്ച് വളരെ മിതമായ രീതിയിലുള്ള സാധ്യത ചിലവായതുള്ളൂ. മീറ്റിംഗ് നടത്തി, ഹാൾ മീറ്റിംഗ് നടത്തി. രണ്ടാമത്തെ ദിവസം ഒരു അഭിഷിക്തൻ, കോട്ടയത്തുള്ളൊരു അഭിഷിക്തൻ പ്രസംഗിച്ച് ഒണിക്കുമ്പോൾ പെട്ടെന്ന് എനിക്കൊരു അത്യാവശ്യമായൊരു ഫോൺ കോൾ വന്നു. ഞാൻ ആ ഫോൺ എടുത്തുകൊണ്ട് പുറത്തിറങ്ങി. ഫോൺ എടുത്തിട്ട് ഒരു 8:05 ഒക്കെ ആവും. ഫോൺ എടുത്തുകൊണ്ട് അകത്തോട്ട് കയറുമ്പോൾ ഞാൻ കേട്ടൊരു ദൈവശബ്ദമാണ്. ഇംഗ്ലീഷിൽ എന്നോട് കർത്താവിനോട് സംസാരിച്ചു. ആമേൻ, യു കോൾ ഇറ്റ് ആസ് ടെൻറ്റ് റിവൈവൽ, യു ആർ കണ്ടക്ടിങ് ദ മീറ്റിംഗ് ഇൻസൈഡ് ദി ഹാൾ. നീ ടെൻറ്റ് റിവൈവൽ എന്ന് പേരിട്ടിട്ട് മീറ്റിംഗ് ഹാളിനകത്താണ് നടത്തുന്നതെന്ന്. സത്യത്തിൽ അന്നാണ് ഈ പേരുകളുടെ പിന്നിൽ ദൈവത്തിൻ്റെ ഒരു ഉദ്ദേശമുണ്ടെന്ന് തിരിച്ചറിയുന്നത്. ഇന്ന് രാത്രിയിൽ ഏതെങ്കിലും ദർശനം ദൈവാത്മാവ് സംസാരിച്ചിട്ട് അത് നടക്കാൻ പറ്റിയില്ല, എവിടെയൊക്കെ നിന്നുപോയെന്നൊക്കെ ചിന്തിക്കുന്നവർക്ക് ഒരു റിലീസ് ഇന്ന് രാത്രി ഉണ്ടാകും. അത് ഏറ്റെടുക്കാമെങ്കിൽ ഏറ്റെടുത്തോ. ചുമ്മാ പറയുന്ന കഥ പറയുന്നതല്ല, പഠിച്ചു പറയുകയല്ല, ജീവിതത്തിൽ യേശു ചെയ്തത് അനുഭവിച്ചിട്ട് പറയുകയാണ്. യേശു അത്ഭുതവാനെന്ന് തിരിച്ചറിഞ്ഞിട്ട് വിളിച്ചു പറയുകയാണ്. എന്നെ ആ ശബ്ദം ഭയങ്കരമായിട്ട് നടുക്കി. 2 പ്രാവശ്യം എൻ്റെ കാതുകൾ കേട്ട് ഞാൻ നിപ്പിൽ നന്നായിട്ട് ഭയങ്കരമായിട്ട് വിയർക്കാൻ തുടങ്ങി. ഞാൻ ഹോളിനകത്തേക്ക് കയറിയില്ല. 2ാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞ് ഇങ്ങനെ കയറി നിൽക്കുമ്പോഴാണ് ദൈവശബ്ദം കേൾക്കുന്നത്. പെട്ടെന്ന് എൻ്റെ കയ്യിരുന്ന ഫോണിൽ തന്നെ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തു, ടെൻറ്റ് മേക്കിംഗ് കമ്പനീസ്. സെർച്ച് ചെയ്തപ്പോൾ ഒരു അഡ്രസ്സ് കണ്ടു. ഉടനെ അതിൽ ഇരുന്ന ഫോണ് എവിടെയാണെന്ന് പോലും നോക്കാതെ ഫോൺ വിളിച്ചപ്പോൾ അത് യൂറോപ്പിലെ ഡെൻമാർക്ക് എന്ന് പറയുന്ന ഒരു രാജ്യത്തിലാണ് അത് എത്തിയത്. ഡെൻമാർക്കിലൊരു കോൾ, കോപ്പൻഹേഗൻ എന്ന് പറയുന്നൊരു സ്ഥലത്താണ് ഫോൺ ചെന്നത്. അപ്പം അവർ പറഞ്ഞെങ്ങനെയാണ്, വി ആർ ടെൻറ്റ് മേക്കിംഗ് കമ്പനീസ്, ഞങ്ങൾ ടെൻറ്റ് ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. ഞാൻ പറഞ്ഞു വലിയ സന്തോഷം. എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ പറഞ്ഞു ഇന്ത്യയിൽ നിന്ന് വിളിക്കുകയാണ്. ഇന്ത്യയിൽ നിന്ന് വിളിക്കുകയാണോ? ഇന്ത്യയിൽ ഞങ്ങളുടെ ഒരു ബ്രാഞ്ച് ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ബ്രാഞ്ചിലെ നമ്പർ ഒന്ന് അയച്ചു തരുമോ സാർ എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു ശരി തരാമെന്ന് പറഞ്ഞു. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് അദ്ദേഹം നമ്പർ അയച്ചു. ഞാൻ ഈ നമ്പർ അയക്കുമ്പോൾ ഞാനിങ്ങനെ നല്ല വിറയ്ക്കുന്നുണ്ട്. ഞാൻ നിന്ന സ്റ്റെപ്പിൽ നിന്നാണെങ്കിലും ഒരു കാല് അടി പോലും ഞാൻ മുമ്പോട്ട് വെച്ചില്ല. ഞാൻ അങ്ങനെ നിൽക്കുവാണ്. കാര്യം എനിക്ക് വല്ലാത്തൊരു വെപ്രാളം എൻ്റെ ഉള്ളിലുണ്ട്. ഞാൻ ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞ് നമ്പർ വന്നു. നമ്പർ എടുത്ത് വിളിച്ചപ്പോൾ അത് ജയ്പൂരിലെ രാജസ്ഥാൻ എന്ന സ്ഥലത്താണ്. അഡ്രസ്സും കൂടെ അത് അയച്ചിട്ടുണ്ടായിരുന്നു. ഭാരത് ടെൻറ്റ് മേക്കിംഗ് കമ്പനി എന്ന ഒരു കമ്പനിയാണ്. അത് അവർ ഫ്രാഞ്ചൈസ് എടുത്തിരിക്കുകയാണ്. അവരെ വിളിച്ചോടനെ, രാത്രിയാണല്ലോ, വിളിച്ചോടനെ എടുത്ത ആൾ എന്നോട് പറഞ്ഞു, ആജ് ദുക്കാൻ ബന്ദേ കൽ സുബൈ ബുലാവോ, ഇന്ന് കട അടവാണ്, നാളെ രാവിലെ വിളിക്കാൻ. ഞാൻ പറഞ്ഞു സാർ ഒരു ചോദ്യം, ടെൻറ്റ് ഉണ്ടാക്കുമോ? അദ്ദേഹം പറഞ്ഞു ടെൻറ്റൊക്കെ ഉണ്ടാക്കും, നാളെ സംസാരിക്കാൻ, രാവിലെ വിളിക്കും. ഞാൻ വെച്ചാൽ ടെൻറ്റ് ഉണ്ടാക്കുമെങ്കിൽ അക്കൗണ്ട് ഡീറ്റെയിൽസ് അയക്കാൻ പറഞ്ഞു.
അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹം പറഞ്ഞു, आप पागलात्मी है, आपको टेंट का मॉडल दिखना नहीं चाहिए. എന്താ പറയുക, ടെൻറ്റ് നിങ്ങൾക്ക് മോഡലെന്ന് അറിയേണ്ടിയോ, നിങ്ങൾ പാഗലാത്മി എന്താ ഭ്രാന്തനാണോ എന്നാണ് ചോദിച്ചത്. ഞാൻ പറഞ്ഞു അതൊന്നും എനിക്ക് മറുപടി തരാൻ സമയമില്ല, ടെൻറ്റ് ഉണ്ടാക്കുമെങ്കിൽ അക്കൗണ്ട് ഡീറ്റെയിൽസ് അയക്കാൻ പറഞ്ഞു. അദ്ദേഹം വിചാരിച്ച് ഞാനേതോ വട്ടനാന്ന് കരുതി അദ്ദേഹം അക്കൗണ്ട് ഡീറ്റെയിൽസ് അയച്ചു തന്നു. എൻ്റെ കയ്യിൽ ഒരു 25,000 രൂപ ഉണ്ടായിരുന്നു. 25,000 ഒന്നും നോക്കാതെ മനുഷ്യൻ അയച്ചു കഴിഞ്ഞ ഉടനെ അദ്ദേഹം എന്നോട് പറയാം, ഫോട്ടോ കാണണ്ട, എവിടെയാണ്, ഞങ്ങൾ ജെനുവിനാണോ എന്ന് അറിയണ്ട, എന്തിനാണ് ഇത് അയച്ചത്? ഞാൻ പറഞ്ഞു എനിക്കൊന്നും അറിയില്ല, നാളെ രാവിലെ അയച്ചാൽ മതി ഫോട്ടോ. ഒരു കാര്യം, അപ്പോൾ ഞാനങ്ങ് സ്വതന്ത്രനായി. എൻ്റെ അർത്ഥം എന്താണെന്ന് പറയുക, ഞാൻ വിളിച്ചിട്ട് ഈ ചില ആൾക്കാർ ചോദിക്കത്തില്ലേ, പലവചന കടയിൽ പോയിട്ട് അതുണ്ടോ അതുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ലാസ്റ്റ് ഈ കടയിലൊക്കെ ഇത് വേണം എന്ന് പറഞ്ഞിട്ട് വരുന്ന ആൾക്കാരില്ലേ, അതുപോലെ എൻക്വയറി ചെയ്യാൻ വേണ്ടി വിളിച്ചതല്ല, ഞാൻ കാര്യമായിട്ട് വിളിച്ചതാണ്. ഞാൻ പ്രോജക്റ്റിൻ്റെ അകത്ത് കയറിയതിൻ്റെ തെളിവാണ് കയ്യിലുണ്ടായിരുന്ന അങ്ങോട്ട് ഇട്ട് കൊടുത്തത്. ചുമ്മാ ചോദിച്ച് സുഖമാണോ എന്ന് ചോദിച്ചിട്ട് വെക്കുന്ന പരിപാടിയല്ല, ഞാൻ പ്രോജക്റ്റിനകത്ത് കയറിയെന്നൊരു തെളിവാണ്. ഞാൻ അത് ഇത്രയും ചെയ്ത് കഴിഞ്ഞോട്ട് ഞാൻ സ്വതന്ത്രനായി ഞാൻ അകത്ത് കയറിയിട്ട് എൻ്റെ അടുത്ത് എനിക്ക് തോന്നുന്നു അനീഷ് പാസ്റ്റർ ആരും വരും. ഞാൻ പറഞ്ഞു ടെൻറ്റിന് ഓർഡർ ചെയ്തു, ഞാനിപ്പോൾ പ്രോജക്റ്റിൻ്റെ അകത്ത് കയറിയിരിക്കുകയാണ്. ആമേൻ. ഞങ്ങൾ പിറ്റേന്ന് രാവിലെ ഒരു 11 മണിയായപ്പോൾ ഈ മനുഷ്യൻ അങ്ങോട്ട് രാവിലെ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല. 11 മണിയായപ്പോൾ ഇദ്ദേഹം തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു വാട്സപ്പിലേക്ക് ചില ഫോട്ടോസ് അയച്ചിട്ടുണ്ട്, അതിൻ്റെ റേറ്റും അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് 300 പേർക്ക് ഇരിക്കുന്ന ഇന്ന 3 ലെയർ ടെൻറ്റാണ്, അറേബ്യൻ ടെൻറ്റ് എന്നാണ് അതിനെ പറയുന്നത്. ആണ് ഇത്രയും പറഞ്ഞിട്ട് 6,85,000 രൂപയെന്ന് പറഞ്ഞു. ഇത് കേട്ട ഉടനെ ഞാൻ വിചാരിച്ചു 25,000 രൂപ പൊക്കോട്ട് സാരമില്ല. ഞാൻ വിചാരിച്ചു വല്ല ഷാമിയാന ടെൻറ്റായിരിക്കും, ഒരു 1.5 ലക്ഷം രൂപ കൊണ്ട് തീരുന്ന പരിപാടിയായിരിക്കും, ആരോടും പറയേണ്ട, അനീഷ് പാസ്റ്ററോട് മാത്രമേ പറഞ്ഞുകൊള്ളൂ എന്ന് തീരുമാനിച്ച് ശരി എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു 3 ദിവസത്തിൻ്റെ അകത്ത് ഒരു 1.25 ലക്ഷം രൂപ വേണം എന്ന് വെച്ചാൽ 25,000 രൂപ തന്നിട്ടുണ്ട്, 1 ലക്ഷം രൂപ തരണം, ബാക്കി 7 ദിവസത്തിനകത്ത് ഫുൾ പേയ്മെൻറ്റ് ചെയ്ത് സാധനം എടുക്കാം. ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവ് കയ്യിൽ നിന്ന് സംഭവം പോയി, വിശ്വസിച്ച് അങ്ങോട്ട് ഇടുകയും ചെയ്തു. ഇനി ആര് തരാൻ, ആരോട് ചോദിക്കാനാ? ചോദിക്കാതെയും ട്രസ്റ്റീസിനോട് സംസാരിച്ചില്ല, ആരോടും സംസാരിച്ചില്ല, ദേവദാസന്മാരോട് ഇടപെട്ടില്ല. കിട്ടിയ ഒരു ആവേശത്തിൻ്റെ പുറത്തും ഒരു ആമേൻ പറഞ്ഞു, സ്വോത്രം ചെയ്തു, അതിനകത്ത് കയറി. എന്നാൽ അത്ഭുതം എന്ന് പറയട്ടെ, 2 ദിവസത്തിനകത്ത് ദൈവം പറഞ്ഞതുപോലെ ദൈവം ഒരു 1 ലക്ഷം രൂപ പല മേഖലകളിൽ തന്നു. അത് കൊടുത്തു. മീറ്റിങ്ങിന് തുടങ്ങേണ്ട സമയമായി. ടെൻറ്റ് വാങ്ങിക്കാൻ 2 ദിവസമേ ഉള്ളൂ. അങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് ബോംബെയിൽ ഒരു മീറ്റിംഗ് ഉണ്ടായി. ബോംബെയിൽ ഒരു ചെറിയൊരു മീറ്റിംഗാണ്, ഒരു 150-200 പേര് ഉള്ള യൂത്തിൻ്റെ മീറ്റിങ്ങിന് പ്രസംഗിച്ച് കഴിഞ്ഞതിന് ശേഷം ആ മീറ്റിംഗ് ഓർഗനൈസ് ചെയ്ത പാസ്റ്റർ, അദ്ദേഹത്തിൻ്റെ ഒലിവർ എന്ന് പറഞ്ഞൊരു പാസ്റ്ററാണ്, ബിഷപ്പ് ഒലിവർ എന്ന് പറയും. ആ മനുഷ്യൻ എന്നെ ഒരു കേഫ് കോഫി ഡേയിലേക്ക് കൊണ്ടുപോയി ക്യാപ്പിച്ചിനോ കുടിക്കാൻ വേണ്ടി കൊണ്ടുപോയി. ഞങ്ങൾ ക്യാപ്പിച്ചിനോ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ എന്ത് പറയുന്നു ചോദിച്ചാൽ, ഇന്ന് രാത്രി ഇതിനകത്ത് ആരോഗ്യ പുതിയ ദർശനത്തോടെ എഴുന്നേൽക്കാൻ പോവുക. ഈ ശബ്ദപരിധിയിലകത്ത് എന്തൊക്കെ മുടങ്ങിപ്പോയി എന്ന് പറയുന്നതിനെ പരിശുദ്ധാത്മാവ് തട്ടി എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. നിന്റെ മേൽ പിശാച് ഇട്ട പരിധികൾ ഇന്ന് രാത്രി പൊട്ടാൻ പോവുകയാണ്. നിന്നെ കൊണ്ട് ഇത്രേ കഴിയത്തുള്ളൂ, അല്ലെങ്കിൽ ഇവനെ കൊണ്ട് ഇതിനേക്കാൾ അപ്പുറം ചെയ്യുന്നതൊന്ന് കാണട്ടെ എന്ന് ലോകം വിധി എഴുതിയത് ഇന്ന് രാത്രി അവസാനിക്കുകയാണ്. ഈ മീറ്റിംഗിൽ 27-ാം തീയതി 3-ാം തീയതി 3-ാമത്തെ ദിവസം ദൈവത്തിൻ്റെ ആത്മാവ് ചില വ്യക്തികളെ അടഞ്ഞ വിഷയത്തെ തുറക്കുകയാണ്. 3-ാമത്തെ ദിവസം കല്ലറകളെ തുറന്ന് ഭേദിച്ച് ജയോത്സവമായി തമ്പുരാൻ പുറത്തു വന്നതുപോലെ ആരോഗ്യ ചിറകടിച്ച് വാഗ്ദത്തങ്ങളുടെ ആമേൻ ആമേൻ ദൈവം പറഞ്ഞത് വിശ്വസ്തനാകിയാൽ ചിറകടിച്ച് പുറത്തു വരാൻ പോവുകയാണ്. ഇന്ന് രാത്രി ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആരുടെയൊക്കെ ഉള്ളിലേക്ക് ആമേൻ കർത്താവ് ആ തീ നിക്ഷേപിക്കുകയാണ്. ഉണർവിന്റെ അഗ്നിയെ കർത്താവ് കത്തിക്കുകയാണ്. എവിടെയൊക്കെ നിന്റെ പ്രാർത്ഥനാ മുറിയിൽ അണഞ്ഞുപോയി എന്ന് പറയുന്നത്, ആമേൻ പ്രാർത്ഥിച്ച് കയറാൻ പറ്റിയില്ല എന്ന് പറയുന്നത്, ഇന്ന് രാത്രി നീ തിരിച്ചു പിടിക്കാൻ പോവുകയാണ്. നല്ല ബോധ്യമുണ്ട്, പബ്ലിക് മീറ്റിംഗ് ആണ്. പക്ഷേ ഇന്ന് രാത്രി ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആരുടെയൊക്കെ മേൽ ഒരു നിയോഗത്തിന്റെ കൈമാറ്റം സംഭവിക്കുന്നു. ഇതിനകത്ത് നിന്ന് സുവിശേഷകന്മാർ എഴുന്നേൽക്കട്ടെ, പ്രവാചകന്മാർ എഴുന്നേൽക്കട്ടെ. നിനക്ക് പരിധി കൽപ്പിച്ച ചില ലിമിറ്റേഷൻസിനെ ദൈവത്തിന്റെ ആത്മാവ് ലിമിറ്റ് ചെയ്ത് കളഞ്ഞ് അടുത്തൊരു മേഖലയിലേക്ക് സ്വർഗം നിന്നെ പുഷ് ചെയ്യുകയാണ്. സംഭവിക്കട്ടെ. ലിമിറ്റേഷൻസ് പൊട്ടട്ടെ, പരിധികൾ പൊട്ടട്ടെ, പിശാചിട്ട പരിധികൾ പൊട്ടട്ടെ, മനുഷ്യന്റെ വാക്കുകളിട്ട പരിധികൾ ഇന്ന് രാത്രി പൊട്ടട്ടെ. നടക്കത്തിൽ നിന്ന് സ്വയമായി നീ തീരുമാനിച്ച വിഷയത്തിൽ നിന്ന് സ്വർഗം നിന്നെ പുറപ്പെടുകയാണ്.
നിയോഗമുള്ള ചില വ്യക്തികളെ കുരുക്കിയിട്ടിരിക്കുന്ന മേഖലയിൽ പരിശുദ്ധാത്മാവ് സ്വതന്ത്രരാക്കുന്നു. കമോൺ, ആത്മാവിൽ പ്രതികരിച്ച് കയറുക. യേശുവിന്റെ നാമത്തിൽ നിയോഗമുള്ള നിന്നെ ലിമിറ്റ് ചെയ്യുവാൻ പിശാചിന് കഴിയത്തില്ല. മത്തായിയുടെ സുവിശേഷം 21:2 വാക്യത്തിൽ വചനം പറയുന്നത്, എതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുമ്പോൾ കെട്ടപ്പെട്ടിരിക്കുന്ന ഒരു പെൺകഴുതിയും അതിന്റെ കുട്ടിയും കാണും. അതിനെ അടിച്ചുകൊണ്ട് പോവുക. ഇന്ന് രാത്രി ആരോഗ്യ തമ്പുരാൻ അടിച്ചു വിടുക. ആമേൻ. പിശാച് ലോക്ക് ചെയ്തതിനെ സ്വർഗം അൺലോക്ക് ചെയ്യുക. നിന്നെ കെട്ടിയിടാൻ നിയോഗമുള്ള ചിലതിനെ ഒരു പരിധിക്കകത്ത് ഒതുക്കിക്കളഞ്ഞ് ഒരു തൂണിൽ കെട്ടിയിട്ടാൽ അതിനകത്ത് മാത്രം ചുറ്റി നടക്കാനല്ല. ഇന്ന് രാത്രി പരിധികളെ സ്വർഗം പൊട്ടിക്കട്ടെ. മനുഷ്യന്റെ ചില വാക്കുകൾ നിനക്ക് വിരോധമായി സ്പെല്ല് ചെയ്തത്, നിനക്ക് വിരോധമായി സംസാരിച്ചത്, നിന്റെ മേൽ പ്രഖ്യാപിച്ചത്, നിന്റെ പരാജയങ്ങളെ ഉയർത്തി കാണിച്ച് നിന്റെ അവിവേകമാണെന്ന് പറഞ്ഞ് നിന്നെ ഇല്ലാതാക്കിയ മേഖലകളെ ഇന്ന് രാത്രി സ്വർഗം പൊളിച്ചു കളയുക. ആമേൻ, ആമേൻ. നിയോഗമുള്ളവന്റെ മേൽ കെട്ടുകൾ വീഴാൻ പറ്റില്ല. നിയോഗമുള്ളവന്റെ മേൽ ലോക്കുകൾ വീഴാൻ പറ്റില്ല. ഇന്ന് രാത്രി ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില വ്യക്തികൾക്ക് അത് അൺലോക്ക് ആകട്ടെ യേശുവിന്റെ നാമത്തിൽ. കെട്ടപ്പെട്ട പെൺകഴുതിയും എൻ്റെ കുട്ടിയും കാണുമെന്ന്. നിങ്ങൾ എവിടെയെങ്കിലും കഴുത കെട്ടിയിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? മസ്കറ്റിലൊക്കെ ജോലി ചെയ്ത ആരെങ്കിലും ഉണ്ടോ? ഇതിനകത്ത് മസ്കറ്റ് ജോലി ചെയ്തവരാരെങ്കിലും ഉണ്ടോ? ഇല്ല. അങ്ങനെ ഉള്ളവർക്ക് അറിയാം, സലാല എന്ന് പറയുന്ന സ്ഥലത്ത് ഏറ്റവും കൂടുതൽ കഴുതയുള്ള സ്ഥലമാണ്. യോബിൻ്റെ നാടെന്ന് പറയുന്ന സ്ഥലമാണ് സലാല. അവിടെ യോബിൻ്റെ ഡെഡ് ബോഡി അവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്നാണ് പറയപ്പെടുന്നത്. ഞാൻ കണ്ടിട്ടുണ്ട്, അതാണോ എന്നറിയില്ല. അവിടെ എഴുതിയിട്ടുണ്ട് ഖബറിടം എന്ന് പറയുന്ന സ്ഥലം യോബിൻ്റെ. അവിടെയാണ് ഏറ്റവും കൂടുതൽ ലോകത്ത് കഴുതയുള്ള സ്ഥലം. കെട്ടിയിട്ടിട്ടില്ല. ഇന്ത്യക്കകത്ത് 28 സംസ്ഥാനങ്ങളും പോയിട്ടുണ്ട്. ഒരു സ്ഥലത്തും കഴുതയെ കെട്ടിയിരിക്കുന്നത് കണ്ടിട്ടില്ല. 2 കാലുകൾ, ഫ്രണ്ടിലുള്ള 2 കാലും തമ്മിൽ വേഗത ഇല്ലാതിരിക്കാൻ കെട്ടിയിടാറുണ്ട്. ഓക്കെ. അല്ലാതെ ഒരിടത്ത് യാനയെ തളച്ചിടുന്ന പോലെയോ നായെ കെട്ടിയിടുന്ന പോലെയോ മാടിനെയൊക്കെ കെട്ടിയിടുന്ന പോലെയൊന്നും ഒരു സ്ഥലത്തും കഴുതയെ കെട്ടിയിട്ടില്ല. ഞാൻ കണ്ടിട്ടില്ല. നിങ്ങളാരെയും കണ്ടിട്ടുണ്ടോ? 74 രാജ്യത്ത് ഞാൻ പോയിട്ടുണ്ട് സുവിശേഷം പ്രസംഗിക്കാൻ. ഒരു സ്ഥലത്തും ഞാൻ കണ്ടിട്ടില്ല കഴുതയെ കെട്ടിയിരിക്കുന്നത്. പക്ഷേ വേദപുസ്തകത്തിലെ കഴുതയ്ക്ക് മാത്രമാണ് കെട്ട്. അപ്പോഴാണ് മനസ്സിലായത് നിയോഗമുള്ളവന് മാത്രമേ കെട്ടുള്ളൂ എന്ന്. എടാ, നിയോഗമുള്ളവനെ കെട്ടിയാൽ ഒരുവൻ അഴിക്കാനുണ്ട്. നിയോഗമുള്ളവന്റെ മേൽ കെട്ട് വീണാൽ അതിനെ അഴിക്കും. ഇന്ന് രാത്രി നിയോഗമുള്ള ആരോഗ്യ തളച്ചിട്ട മണ്ഡലത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഇന്ന് രാത്രി നിന്നെ സ്വതന്ത്രമാക്കുകയാണ്. കമോൺ, ഇത് പിടിച്ചെടുക്കാൻ ആളുണ്ടെങ്കിൽ പിടിച്ചെടുത്തോ. ചില വാക്കുകൾ മനുഷ്യന്റെ വാക്കുകളാകാം, നിരാശകളാകാം, അപകർഷ ബോധമാകാം. ഇന്ന് രാത്രി ഇതിനെ ലിമിറ്റ് ചെയ്യുന്ന മേഖലയിൽ നിന്ന് ദൈവിക സ്വാതന്ത്ര്യം വെളിപ്പെടുകയാണ്. Glory. Hallelujah. പരിശുദ്ധാത്മാവ് അത് ചെയ്യുകയാണ്. തലമുറകളെ ഓർത്ത് ഭാരപ്പെടുന്ന അമ്മമാരോട് ഇന്ന് രാത്രി ആത്മാവ് പറയുന്നു, നോ, നിന്റെ തലമുറ ജയത്തിൽ നടക്കുന്ന നീ കാണും. നിന്റെ മക്കൾ യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും നിന്റെ മക്കളുടെ സമാധാനം അത് വലിയതുമായിരിക്കും. ഏത് തലമുറയോർത്ത് നീ കരഞ്ഞോ, ഏത് തലമുറയോർത്ത് ഭാരപ്പെട്ടുവോ, അതേ തലമുറയോർത്ത് സന്തോഷിക്കാൻ പരിശുദ്ധാത്മാവ് ഇടയാക്കുകയാണ്. ഇന്ന് രാത്രി അങ്ങനത്തെ ചില നിയോഗത്തിന്റെ കൈമാറ്റങ്ങൾ കുടുംബങ്ങളുടെ മേൽ റിലീസ് ആകട്ടെ. ഈ 3-ാമത്തെ ദിവസം ചില വിടുതലുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശാരീരികമായി, ആത്മീയമായി, മാനസികമായി നിന്നെ വേദനിപ്പിക്കുന്ന മേഖലകളിൽ നിന്നൊരു വിടുതൽ നടന്നുകൊണ്ടിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. സ്തോത്രം. ഞാൻ വേഗത്തിൽ അതങ്ങ് പറഞ്ഞു വിടാം. ഞാൻ അവിടെ പോയി കോഫി ഡേയിൽ പാസ്റ്റർ എനിക്കൊരു കോഫി വാങ്ങിച്ചു തന്നു. കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചർച്ചിലെ സതീഷ് എന്ന് പറഞ്ഞ മറാഠിക്കാരനാണ്, മഹാരാഷ്ട്രക്കാരൻ. ആ മനുഷ്യൻ വന്നു എൻ്റെ അടുത്ത് പറഞ്ഞു, അനുബ്രദറിൻ്റെ നോർത്ത് ഇന്ത്യൻ മിനിസ്ട്രിയെ പറ്റിയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, ഫേസ്ബുക്കിലൊക്കെ കാണാറുണ്ട്, ഫോളോ ചെയ്യാറുണ്ട്. എന്താണ് അടുത്ത പ്രോജക്റ്റ് എന്ന് ചോദിച്ചു. അപ്പോൾ ഇതിങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ട് പാസ്റ്ററിന് മനസ്സിലായി ഇദ്ദേഹം എന്നെ ഇറിറ്റേറ്റ് ചെയ്യും. അദ്ദേഹത്തിൻ്റെ ശബ്ദം ഒരു പ്രത്യേക ശബ്ദമാണ്, ഭയങ്കര ശബ്ദമാണ്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, പാസ്റ്റർ പറഞ്ഞു അനുബ്രദറെ ഇത്ര നേരം പ്രസംഗിച്ച് ഇനി അടുത്തൊരു സെഷനും കൂടെ പ്രസംഗിക്കാനുള്ളതാണ്, അദ്ദേഹത്തെ ഡിസ്റ്റർബ് ചെയ്യരുത്.
അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഡിസ്റ്റർബ് ചെയ്യില്ല, എനിക്ക് കാര്യം മാത്രം ഒന്ന് അറിഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞു, സാർ ഞാൻ ടെൻറ്റ് റിവൈവൽ എന്നൊരു പ്രോജക്റ്റാണ് അടുത്ത് ചെയ്യാൻ പോകുന്നത്. അദ്ദേഹം പറഞ്ഞു, ഭയങ്കര എക്സൈറ്റഡ് അല്ല, എന്തോ ആണ് സംഭവം? ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു ടെൻറ്റിൻ്റെയാണ്. വാങ്ങിയോ? ഞാൻ പറഞ്ഞു, വാങ്ങിയില്ല, അഡ്വാൻസ് കൊടുത്തു. എത്ര അഡ്വാൻസ് കൊടുത്തു? ഇത്രയും പറയുന്നതിൻ്റെ ഇടയിൽ പാസ്റ്റർ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു 50 രൂപ കൊടുത്തിട്ട് പറഞ്ഞു, സതീഷ പോയി എന്നെ സാധനം വാങ്ങിയിട്ട് പോവാം എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ ശല്യം സഹിക്കാൻ വയ്യാതെ പറഞ്ഞു വിടുക. 50 രൂപ കൊടുത്ത് വാങ്ങാൻ വേണ്ടി പോയി പുറത്ത് ഇറങ്ങിയിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, പാസ്റ്റർ എൻ്റെ ബാഗിനകത്ത് ആ സാധനം ഉണ്ടെന്ന്. കൊണ്ടുവന്നിട്ട് പാസ്റ്ററെ കൊടുത്തിട്ട് 50 രൂപയും തിരിച്ചു കൊടുത്തിട്ട് പറയുക, പാസ്റ്റർ എന്നെ എങ്ങനെയെങ്കിലും ഇദ്ദേഹത്തെ പറഞ്ഞു വിടാൻ വേണ്ടിയാണ് വിട്ടത്, എന്നെ ശല്യപ്പെടുത്തുന്നു പറഞ്ഞു. വീണ്ടും അദ്ദേഹം ഒരു വാക്കോട് ചോദിക്കുന്നത്, എത്രയാണ് പ്രോജക്റ്റിൻ്റെ? ഞാൻ പറഞ്ഞു, 6,85,000. എത്ര രൂപ കൊടുത്തു? ഞാൻ പറഞ്ഞു, 1,25,000 കൊടുത്തു, ബാക്കി ഞാൻ തരാം. അത് അനുബ്രതനല്ലേ കിട്ടിയത്. ആമേൻ, ഹല്ലേലൂയ. ഇത്രയും പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ബാഗിൽ നിന്നൊരു ചെക്ക് എടുത്ത് കാശ് തന്നതിന് ശേഷം ആ മനുഷ്യൻ ഒരു വാക്ക് പോലും പറയുന്നതിൽ അപ്പം പോയി. ഞാൻ നോക്കിയപ്പോൾ എൻ്റെ അടുത്തിരുന്ന് പാസ്റ്റർ കരയുക. ഞാൻ ചോദിച്ചു, എന്നാ പാസ്റ്ററെ? 10 വർഷമായിട്ട് എൻ്റെ വിശ്വാസിയെ ദശാംശം തന്നിട്ടില്ലെന്ന്. കൊടുക്കാതിരിക്കരുത്, അനുബ്രതർ പറഞ്ഞെന്ന് പറയും, കൊടുക്കണം. അതൊരു നിയോഗത്തിൻ്റെ പുറത്ത് തമ്പുരാൻ ചെയ്യിച്ചതാണ്, അത് വേറെ കാര്യം. ഹല്ലേലൂയ. കൊടുക്കുന്നവനെ കിട്ടത്തുള്ളൂ. സ്വത്രം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത് തമ്പുരാൻ, ഞാൻ ഈ പറഞ്ഞതെല്ലാം പറഞ്ഞു, ആ വാക്കിനകത്ത് ഒരു ടൈറ്റിലിടുമ്പോൾ ഇത് ചുമ്മാതേതോ വെറുതെ ഒരു പേരുകളിലേക്ക് ചെയ്യുന്ന ഒരു പരിപാടിയല്ല. ഒരു പേര് ദൈവാത്മാവ് നൽകിയാൽ, ഒരു വചനം നൽകി. ഞാൻ എന്തുകൊണ്ട് ഇത്രയും പറഞ്ഞു ചോദിച്ചാൽ, ആ വചനത്തെ എന്നെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. അരുൺ സത്യം പാസ്റ്ററൊക്കെ പ്രാർത്ഥിച്ച് ദൈവാത്മാവ് സംസാരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ആ വചനം, ആമേൻ, ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു. യോഹന്നാൻ 11:28. ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് രാത്രി ആർക്കൊക്കെ ചില ക്ഷണങ്ങൾ നടക്കുകയാണ്. യെസ്, ഗുരു നിന്നെ വിളിക്കുന്നുണ്ട്. സുവിശേഷ വേലയ്ക്ക് വേണ്ടി വിളിക്കുന്നു, ഗുരു വിളിക്കുന്നു. നിയോഗങ്ങൾ കൈമാറാൻ വിളിക്കുന്നു. നഷ്ടപ്പെട്ടതിനെ തിരിച്ചു തരാൻ ഗുരു വിളിക്കുന്നു. ഇനി അടുത്ത് ചിന്തിച്ചാൽ, നിന്നെ ഒരു റിസറക്ഷൻ പവറിൽ നടത്താൻ, പുനരുത്ഥാനത്തിന്റെ ശക്തിയിൽ നടത്താൻ ഗുരു നിന്നെ വിളിക്കുകയാണ്. ഇന്ന് രാത്രി ചിലതിന്റെ മേൽ ആ നിയോഗം വിടുന്നു. ആ നിയോഗത്തെ ദൈവം പകരുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആ ഗുരു വിളിക്കുമ്പോൾ പ്രതികരിക്കുന്നവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഗുരുവിന്റെ ശബ്ദം നിന്റെ കാതുകളിൽ വീഴുന്നുണ്ടോ? ആമേൻ. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദത്തെ കേൾക്കുന്നു. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദത്തെ കേൾക്കുന്നു. വേറെ ഏതോ വാക്കുകൾ കേട്ട് വഴി മാറിപ്പോയി, റൂട്ട് മാറിപ്പോയവനെ തിരിച്ചു പിടിക്കുകയാണ് ഗുരുവിൻ്റെ ശബ്ദം. ഗുരുവിൻ്റെ ശബ്ദം, ആമേൻ, യേശുവിൻ്റെ ശബ്ദം ഇന്ന് രാത്രി തിരിച്ചു പിടിക്കുകയാണ്. ആമേൻ, ഹല്ലേലൂയ. സ്വന്തം ഇഷ്ടത്തിൽ ദൈവശബ്ദത്തിൽ വ്യതിചലിച്ച് മാറിപ്പോയ ഒരു യോനയെ തിരിച്ചു പിടിക്കാൻ ഒരു മത്സ്യത്തെ തമ്പുരാൻ ഉപയോഗിച്ചെങ്കിൽ, ഈ മനുഷ്യൻ ട്രാവൽ ചെയ്ത് വരാൻ കിലോമീറ്ററുകൾ വേണം, ദിവസങ്ങൾ വേണം, ആമൻ, മാസങ്ങൾ വേണം തർശീസിലേക്ക് എത്താൻ. എന്നാൽ അനുസരണം കേട് കാണിച്ചവനെ പുതിയൊരു മാർഗത്തിൽ കൂടെ 3 ദിവസം കൊണ്ട്, ആമൻ, ഒരു മത്സ്യത്തിന്റെ വായ്ക്കകത്തു അവനെ യാത്ര ചെയ്യിപ്പിച്ച് സുരക്ഷിതമായി 3 ദിവസം കൊണ്ട് എത്തിച്ചു. ആമേൻ, ഹല്ലേലൂയ. മാസങ്ങൾ എടുത്ത് ട്രാവൽ ചെയ്യേണ്ടവനെ, അനുസരണക്കേട് നിമിത്തം തെറ്റിപ്പോയവനെ തിരിച്ചു പിടിച്ചത് നഷ്ടപ്പെടുത്തിയല്ല, മാസങ്ങൾ കൊണ്ട് നടക്കേണ്ടിയതിനെ 3 ദിവസങ്ങൾക്കകത്ത് നിയോഗത്തിനകത്തെത്തിച്ചെങ്കിൽ, നഷ്ടപ്പെട്ടു പോയ ചിലതിനെ സ്വർഗം ഇത് രാത്രി തിരിച്ചു പിടിക്കുകയാണ്. അടകൽ ഖമാന മറദി നിയന്തന ശമപ്രഭോനി അർദ്ധജന ഘടകം ധീരമനമസ്മനാധിനി. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, കമാൻ, ഇന്ന് രാത്രി ചിലത് സംഭവിക്കുന്നു, അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. നഷ്ടപ്പെട്ടു പോയത്, നിന്റെ പ്ലാനിൽ നിന്ന് നീ പ്ലാൻ ഔട്ടായി പോയത്, നിന്റെ ദൈവത്തിന്റെ പദ്ധതിയിൽ നിന്ന് വഴുതി മാറിപ്പോയത്, മനഃപൂർവമായോ അല്ലെങ്കിൽ ഏതെങ്കിലും നിന്നെക്കുള്ള ബലഹീനത വന്നോ മാറിപ്പോയി നിന്നെ തിരിച്ചു പിടിക്കുന്ന രാത്രിയാണ്. സ്വർഗം നിന്നെ വിട്ടുകൊടുക്കത്തില്ല. ആമേൻ. ഇന്ന് രാത്രി സ്വർഗം നിന്നെ തിരിച്ചു പിടിക്കുകയാണ്. ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ കർത്താവ് ആരോഗ്യം തിരിച്ചു പിടിക്കുന്നു. ആ ദൈവശബ്ദം ഞാൻ കേൾക്കുകയാണ്. നിയോഗത്തിലേക്ക് തിരിച്ചു പിടിക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ പറയും, പത്രോസിനെ 3-ൽ തോറ്റവനെ, പത്രോസിനോട് ചോദിച്ചാൽ 3 പ്രാവശ്യം തള്ളി പറഞ്ഞവനാ. പത്രോസെ
ഒരു 200 പേരെ ഇരുത്തിയിട്ട് എണ്ണടാ 200 പേരെ എന്ന് പത്രോസ് സഭയുടെ അധ്യക്ഷനായ പത്രോസിനോട് പറഞ്ഞാൽ പത്രോസ് എങ്ങനെ എഴുതുമെന്ന് അറിയോ? 1, 2, 4, 5, 7, 8, 9, 10, 11, 12 കഴിഞ്ഞ് 14 എത്തുള്ളൂ. കാര്യം ഇവന് 3 എന്ന് കേട്ടാൽ ടെൻഷനാണ്. തമ്പുരാൻ വിടുവോ? മറുപടി 3ൽ തോറ്റ നിന്നെ 3000ൽ തുടക്കും. 3 നിന്നെ തോൽപ്പിച്ചാൽ 3000ൽ ആരംഭിക്കുമോ? അർത്ഥം എവിടെ നീ തോറ്റോ അതിന്റെ 1000 മടക്കാണ് തുടക്കം. ഇന്ന് രാത്രി ഞാൻ ആരെ നോക്കി ഇതിനകത്ത് പ്രവചിക്കുന്നു, നീ 3ൽ തോറ്റെങ്കിൽ 3000ൽ തുടങ്ങും. നീ ഏതിൽ തോറ്റോ അതിന്റെ 1000 മടങ്ങ്, 1000 മടങ്ങ് നിന്നെ വർദ്ധിപ്പിക്കാൻ, 1000 മടങ്ങ് നിന്നെ അനുഗ്രഹിക്കാൻ, 1000 മടങ്ങ് നിന്നെ ഉയർത്താൻ. സ്തോത്രം. ഹല്ലേലൂയ. പത്രോസ് ചെയ്ത കുറ്റത്തെ പിശാച് കോഴിയെ കൊണ്ടുപോലും കൂവി നാറ്റിച്ചു. ശരിയല്ലേ? അവൻ കുറ്റക്കാരനാണ്, കൊലപാതകനാണ്, കൊള്ളാത്തവനാണ്. കർത്താവ് എത്രത്തോളം മേക്കപ്പ് ചെയ്യാൻ നോക്കിയെന്നറിയോ? വചനത്തിൽ പറഞ്ഞിരിക്കുന്നു, ഗത്സമന തോട്ടത്തിൽ വെച്ച് ചുംബനത്താൽ ഒറ്റിക്കൊടുക്കാൻ വേണ്ടി യൂദ വന്നു കെട്ടിപ്പിടിച്ച് ചുംബനത്താൽ ഒറ്റിക്കൊടുത്തു കഴിഞ്ഞപ്പോൾ ബൈബിൾ പറഞ്ഞിരിക്കുന്നു, മഹാപുരോഹിതൻ്റെ ചേവകൻ്റെ കാതിനെ ആരറുത്തിട്ടു? പത്രോസ് ഉറയിൽ നിന്ന് വാളൂരി കാതിനെ അറുത്തിട്ടു. ആമേൻ. മഹാപുരോഹിതൻ ആ പ്രൂഫിനെ എടുത്ത് പൊക്കി പിടിച്ചിട്ട് പറയാ, തെളിവുണ്ട് പിടിച്ചകത്തിട്ടോളാൻ. കർത്താവ് ആ തെളിവിനെ പിടിച്ച് തിരിച്ചൊട്ടിച്ചിട്ട് പറയാൻ വിട്ടുതരത്തില്ലെന്ന്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? പിടിച്ചോ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കല്ല, ചങ്ക് പിളർന്ന് രക്തത്താൽ വീണ്ടെടുത്തവൻ പറയാ, നോ നോ നോ, വിട്ടുകൊടുക്കാനല്ല രക്തം ചൊരിഞ്ഞു എന്ന്. മനസ്സിലാവുന്നുണ്ടോ? ഇന്ന് രാത്രി ആരോഗ്യ സ്വർഗം തിരിച്ചു പിടിക്കാം. ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു, പ്രതികരിച്ചോ? മടങ്ങി വാ. തമ്പുരാനെ വിളിക്കുമ്പോ നീ വിളി കേൾക്ക്. തിരിച്ചു വാ, നിയോഗത്തിലേക്ക് മടങ്ങി കയറ്. ആമേൻ, ആമേൻ. നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു, കർത്താവ് ഒരു പ്രവചനം പറഞ്ഞില്ലേ അവിടെ? എടാ മോനെ, ക്രൂശിൽ കയറുന്നതിന് മുമ്പ്, ഗബതയിലേക്ക് എത്തും മുമ്പ്, അല്ലെങ്കിൽ ഇന്ന് രാത്രി കോഴി 2 പ്രാവശ്യം കൂവുന്നതിന് മുമ്പ് നീ എന്നെ എത്ര പ്രാവശ്യം? എന്നാ ലോജിക്കൽ തിങ്കിങ് ഒന്ന് ചിന്തിച്ച് നോക്കിയേ. 2 പ്രാവശ്യം കോഴി കൂവുന്നതിൻ്റെ ഇടയിൽ 3 പ്രാവശ്യം നീ എന്നെ തള്ളി പറയുമെന്ന്. കർത്താവിനെ നോക്കി പത്രോസ് പറഞ്ഞു കാണും, ഈ പ്രവചനം പൊളിയും. കാര്യം കോഴിയുടെ സ്വഭാവം കർത്താവിന് അറിയത്തില്ല. ആമേൻ. നമ്മുടെ വീട്ടിൽ പൂങ്കോഴി ഉള്ളവരത് കൈ ഉയർത്തി. കോഴിയെ ഇല്ലയോ വീട്ടിൽ? തിരുവനന്തപുരം തന്നെ ഇത്. ആമേൻ. കോഴിയുണ്ട് അല്ലേ? പൂങ്കോഴി അറ്റ്ലീസ്റ്റ് ഒരു കൂട്ടിൽ 2 പൂങ്കോഴിയെങ്കിലും ഉണ്ടാകത്തില്ലയോ? നിങ്ങൾ ചിന്തിച്ചാൽ ഏതെങ്കിലും ഒരു കോഴി കൂവുമ്പോൾ അടുത്തിരിക്കുന്ന കോഴിയോട് പറയണം, ഞാൻ കൂവാൻ പോവാന്ന് പറയണോ? പോസ്റ്റ് അടിച്ച് കൺവെൻഷന് 100 പേരെ വിളിക്കാൻ 1000 പോസ്റ്റ് അടിക്കുമ്പോൾ വിളിക്കണോ? വേണ്ട. ഒന്ന് കൂവുമ്പോൾ വീട്ടിൻ്റെ അകത്തുള്ള കൂടിനകത്തല്ല, അയലത്തുള്ള എല്ലാ കോഴിയും കൂവും. പക്ഷേ അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞത്, ഡെഫിനറ്റ്ലി ഈ പ്രവചനം പൊളിയും. കാര്യം കോഴിയുടെ സ്വഭാവം കർത്താവിന് അറിയത്തില്ലെന്നാ. പക്ഷെ സത്യം പറഞ്ഞാൽ അന്നത്തെ ദിവസം കൂവാൻ ഒരു കോഴിക്ക് കമാൻഡുള്ളൂ. നിങ്ങളെൻ്റെ കൂടെ ഉണ്ടോ? ഒരുത്തിനെ തിരിച്ചു പിടിക്കാൻ, കമോൺ, ഒരുത്തനെ തിരിച്ചു പിടിക്കാൻ മൃഗത്തിന്റെ സ്വഭാവത്തെ തമ്പുരാൻ മാറ്റി സകലത്തെയും പ്രകൃതിയുടെ നിയമങ്ങളെ ഒരുവന് വേണ്ടി തിരിച്ചു മാറ്റിയെങ്കിൽ എനിക്കറിയത്തില്ല ആ ഒരുവൻ ആരാ. ഇന്ന് രാത്രിയിൽ ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുക. ആമേൻ. ഞാൻ ഒരു ദിവസം ആലോചിക്കായിരുന്നു മാസ്റ്റർ, ആ കോഴി കൂവി, ആ കോഴിയുടെ നിലവാരം എന്ന് വെച്ചാൽ അതത്തോടെ ഈ പുള്ളിക്കാരൻ്റെ ഓക്കൽ കോഡ് അടിച്ചു പോയി കാണും. സമയം തെറ്റി കൂവിയതുപോലെ കൂവി തൊട്ടടുത്ത് കിടന്ന ചേവൽ എന്ന് പറയാ ചാവലും കൂടെ എന്ത് ചെയ്യുന്നില്ല, കൂവുന്നില്ല. ഇവൻ ആകെപ്പാടെ എൻ്റെ ഓക്കൽ കോഡ് വല്ലതും പോയോ, വല്ല ലംബ് വല്ലതും വന്നോ അകത്ത്? ഇവൻ അനങ്ങുന്നില്ല. തട്ടി നോക്കിയിട്ട് ഒരു മൈൻഡില്ല. ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും ഒരിക്കലും കൂവി, അപ്പോഴും അനങ്ങുന്നില്ല. പുള്ളിക്കാരൻ തീരുമാനിച്ച് ഇന്നത്തോടെ ഇനി കൂവുന്ന പരിപാടി നിർത്തിയെന്ന്. സത്യം പറഞ്ഞാൽ ഈ കോഴി ഇവൻ തെറ്റ് ചെയ്തതിനെ കൂവി നാറ്റിച്ചപ്പോൾ തമ്പുരാൻ മറു സൈഡിൽ ഇവൻ്റെ കൂവലങ്ങ് നിർത്തുമായിരുന്നു. ഇന്ന് രാത്രി പിടി കൊടുത്താൽ ചില കൂവലൊക്കെ നിൽക്കും. ഇന്ന് രാത്രി ആർക്കോ മനസ്സിലാവുന്നത്, നിനക്കെതിരെ കൂവി ഇല്ലാതാക്കുമെന്ന് പറയുന്ന, പരസ്യകോലമാക്കുമെന്ന് പിശാച് വെല്ലുവിളിക്കുന്ന മണ്ഡലങ്ങളെ ഇന്ന് രാത്രി സ്വർഗം ഇന്നെന്ന് എന്നേക്കുമായി വിരാമമിടുന്ന രാത്രിയാണ്. എനിക്കറിയത്തില്ല, ഈ രാത്രിയിൽ ദൈവാത്മാവ് നിനക്ക് വിരോധമായിട്ടുള്ള ശത്രുവിൻ്റെ ആയുധങ്ങൾ അത് നിഷ്ഫലമാകുകയാണ്.
Amen. The weapon, no weapon shall prosper that is fashioned against you. നിനക്ക് വിരോധമായി ഉണ്ടാക്കപ്പെടുന്ന യാതൊരു ആയുധവും ഫലിക്കത്തില്ല. യേശുവിന്റെ നാമത്തിൽ പിശാചിന്റെ ഹിഡൻ സ്ട്രാറ്റജീസ് ഇന്ന് രാത്രി പൊളിയട്ടെ. രഹസ്യ അജണ്ടകളെ സ്വർഗം ഇന്ന് രാത്രി പൊളിച്ചു കളയുകയാണ്. ശത്രുവിന്റെ രഹസ്യ അജണ്ടകളെ. കാര്യം നിന്നെ തിരിച്ചു പിടിക്കണമെന്നുള്ള ദൈവത്തിന്റെ പദ്ധതിയാണ്. നീ ദൈവത്തിന് വേണമെന്നുള്ള ദൈവത്തിന്റെ പദ്ധതിയാണ്. ആമേൻ. യോഹന്നാൻ 11:28 വചനം പറഞ്ഞിരിക്കുന്ന പോലെ ഗുരു വന്നിട്ടുണ്ട്. അവൻ നിന്നെ വിളിക്കുക. ചെറുപ്പക്കാര, യുവാവേ, യുവതിയെ, അമ്മേ, പിതാവേ, നിന്നെ യേശു ഇന്ന് രാത്രി വിളിക്കുകയാണ്. നിന്നെ ഒരു ചരിത്രമാക്കാൻ യേശു വിളിക്കുന്നു. പാസ്റ്റർ അത്യശപ്രസംഗമായി 2 മിനിറ്റ് സംസാരിച്ചുവെങ്കിലും വളരെ കാതലായ ഒരു വാക്ക് അദ്ദേഹം പറഞ്ഞാരംഭിച്ചു. നിന്നെ മാന്യനാക്കാൻ വിളിക്കുകയാണ്. ആമേൻ, ആമേൻ. എനിക്ക് അതും കൂടെ കേട്ടപ്പോൾ ഇന്നത്തെ ദൂതുമായി ഭയങ്കരമായി കണക്ട് എനിക്ക് തോന്നി. എന്ന് പറഞ്ഞാൽ നിന്നെ നിന്നാപാത്രമാക്കി, നിന്നെ മാന്യപാത്രമാക്കി. ഞാൻ പറയും ഒരു ബ്രോക്കൺ വെസല് ഇന്ന് രാത്രി വെസൽ ഓഫ് ഓണർ ആകാൻ പോവുകയാണ്. പകർന്ന ചില പാത്രങ്ങൾ മാന്യപാത്രമായി മാറുന്നു. ആമേൻ. ഗ്ലോറിയസ് വെസൽസ് ആയി ഇന്ന് രാത്രി കൺവേർട്ടഡ് ആകുകയാണ്. കം ഓൺ. യേശുവിന്റെ നാമത്തിൽ കുശവന്റെ കയ്യിലെ കളിമൺ പാത്രം ഉടഞ്ഞു പോയാലും കുശവന് ഭയമില്ല, കുശവന് ടെൻഷനില്ല, കുശവന് കണ്ണുനീരില്ല. കാരണം കുശവൻ പറയും, അവൻ ഉടഞ്ഞാലും എൻ്റെ കയ്യിലല്ലേ ഉടഞ്ഞ്, എൻ്റെ കയ്യിലല്ലേ ഉടഞ്ഞിരിക്കുന്നത്, എൻ്റെ കയ്യിലിരിക്കുന്നവനെ പണിയാൻ എനിക്കറിയാം. കമാൺ, ഇന്ന് രാത്രി ഏൽപ്പിച്ചു കൊടുക്ക. കുശവൻ പണിയട്ടെ. അവൻ നിന്നെ പണിത് പൊന്നാക്കി പുറപ്പെടുക്കട്ടെ. ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി ഇന്ന് രാത്രി നീ ഏൽപ്പിച്ചു കൊടുക്ക. ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ചില വ്യക്തികളുടെ നിശബ്ദതകളെ പരിശുദ്ധാത്മാവ് മാറ്റാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. നിശബ്ദതകൾ മാറുകയാണ്. ദൈവാത്മാവിനോട് അത് വ്യക്തമായി പറയുന്നു. സൈലന്റ് പീരീഡുകൾ അവസാനിക്കുകയാണ്. നിശബ്ദത എന്ന വാക്കുകൾക്ക് നമുക്ക് പല അർത്ഥങ്ങൾ, വ്യാഖ്യാനങ്ങൾ പറയാമെങ്കിലും നമുക്ക് ഇങ്ങനെ പറയാം. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ മാറി മാറി വായിച്ചിട്ടും ഒരു വാക്ക് പോലും എന്നോട് സംസാരിക്കുന്നില്ല. നമുക്കതിനെ നിശബ്ദത എന്ന് വിളിക്കാം. ഞാൻ പ്രാർത്ഥിച്ചു, 21 ദിവസം പ്രാർത്ഥിച്ചു, 40 ദിവസം പ്രാർത്ഥിച്ചു, പാസ്റ്റർമാരെ വിളിച്ചു പ്രാർത്ഥിച്ചു. പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്ന വാക്കുകൾ എന്നോട് കേൾക്കുന്നില്ല. എന്നെ ദൈവം പോലും കൈവിട്ടു എന്ന് തോന്നുന്ന അവസ്ഥ, അതിൻ്റെ പേരാണ് നിശബ്ദത. ഇന്ന് രാത്രി ഇങ്ങനത്തെ ഒരു നിശബ്ദമായ അനുഭവത്തിൽ കൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ ദൈവാത്മാവ് പറയുന്നു, ഗുരു വന്നിട്ടുണ്ട്. അവൻ നിന്നെ വിളിക്കുമ്പോൾ റെസ്പോണ്ട് ചെയ്തോ. അവൻ നിന്റെ നിശബ്ദതകൾ ഇന്ന് രാത്രി മാറും. നിശബ്ദതകൾ മാറും. നിശബ്ദതകൾ മാറും. നിശബ്ദതകൾ മാറും. യെസ്, ആമേൻ, ആമേൻ. ചില സൈലൻസുകളെ പരിശുദ്ധമായി എൻഡിക്കാൻ പോവുകയാണ്. നിശബ്ദതകൾ അവസാനിക്കാൻ പോവുകയാണ്. സെഖരിയ പ്രവാചകൻ ഒരു നിശബ്ദത ഉണ്ടായി. എവിടെയെന്ന് അറിയാമോ? ധൂപം കാണിക്കാൻ പോയപ്പോൾ അതിവിശുദ്ധ സ്ഥലത്ത്, പ്രാകാരത്തിൽ നിന്ന് വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലത്തിലേക്ക് എത്തി ധൂപം കാണിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൂതൻ ഇറങ്ങി വന്നിട്ട് പറയുക, മോനെ, നിനക്ക് ഞാൻ ഒരു മകനെ തരാൻ പോവുകയാണ്. ചിരിക്കാതെ എന്ത് ചെയ്യാൻ? അപ്പച്ചൻ പറയുക, എൻ്റെ കർത്താവേ, ഇതൊന്നും നടക്കണ്ട. അറ്റ്ലീസ്റ്റ് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞ് കിട്ടിയാൽ മതി, ആ കൃപാവൻ എന്നിൽ ജ്വലിച്ചാൽ മതി. ദൂതൻ പറഞ്ഞു, നീ അത് വിശ്വസിക്കാത്തത് കൊണ്ട്. എൻ്റെ വാക്കിൽ പറഞ്ഞാൽ ഒരു സിബും കൊണ്ട് വന്നത്, ആ സിബം കിട്ടിയിട്ട് പോയി എന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞത് പോട്ടെ, വെളിയിറങ്ങി പറയരുതെന്ന് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇതിനകത്ത് നടന്നത് ഞാനും നീയുമായി സംസാരിച്ചപ്പോൾ നിനക്ക് വിശ്വസിക്കാൻ പറ്റാത്തത് അത് അങ്ങനെ അങ്ങ് തീരട്ടെ. ഇനി പുറത്തു പോയി അതിനെ പറഞ്ഞില്ലാതാക്കി കളയണ്ട. അതുകൊണ്ട് തമ്പുരാൻ പറഞ്ഞു, ഇന്ന് മുതൽ വിശ്വസിക്കും വരെ നിനക്ക് നിശബ്ദത ആരംഭിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ആമേ. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചില നിശബ്ദതകൾ വന്നതിൻ്റെ കാരണം നീ വിശ്വസിക്കാതെ അവിശ്വസിച്ച് സംശയിച്ച് നടക്കാതിരിക്കാൻ ഒരു സിബം കൊണ്ടിട്ടതാണ്. നീ വിശ്വസിക്കും വരെ അതിനെ ലോക്ക് ചെയ്തതാ. ആമേൻ. ഞാൻ ഇങ്ങനെ പറയും, ദൈവത്തിൻ്റെ സന്നിധിയിൽ ആരംഭിച്ച നിശബ്ദതയെ ദൈവം അവസാനിപ്പിക്കും. ഈ മനുഷ്യൻ പുറത്തിറങ്ങി വന്നിട്ട് പ്രാകാരത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ വിശ്വാസികളും അവിടുത്തെ ഖജാൻജിയും ട്രഷറും എല്ലാവരും കൂടെ വന്ന്, സെക്രട്ടറി എല്ലാം കൂടെ ഒന്ന് ഗാർലൻഡ് ചെയ്തു, മാലയൊക്കെ ഇട്ട് കൊടുത്ത്. വളരെ സന്തോഷം. കാര്യം മരിച്ച് വീണ് കഴിഞ്ഞാൽ വലിച്ചെടുക്കാൻ വേണ്ടി ഒരു തൊങ്ങലിട്ടിട്ടുണ്ട്. പക്ഷെ മരിച്ചു വന്നില്ല, അപ്പച്ചൻ തിരിച്ചു വന്നല്ലോ. എന്തൊക്കെ ഉണ്ട്? ദൂത എന്നാ പറഞ്ഞത് പറഞ്ഞപ്പോൾ ഈ മനുഷ്യനൊന്നും മിണ്ടുന്നില്ല. വായിക്കാത്ത സിബ് കിടക്കുമല്ലേ, മിണ്ടാൻ പറ്റുമോ?
ബാക്കിൽ വന്നിട്ട് നാട്ടുകാരൊക്കെ പറഞ്ഞു എന്തോ കുഴപ്പമുണ്ട് കേട്ടോ, തമ്പുരാൻ ശിക്ഷിക്കാതെ വിട്ടതാ. ചെയ്യാത്ത കുറ്റത്തിന് അപവാദം കേട്ടു, ചെയ്യാത്ത കുറ്റത്തിന് വേദനിച്ചു, ചെയ്യാത്ത കുറ്റത്തിന് നിന്നാപാത്രമായി. ഇന്ന് രാത്രി ആരോട് ദൈവാത്മ പറയുന്ന ഗുരു നിന്നെ വിളിക്കുകയാണ്. കർത്താവുമായി ഒരു സന്ധിക്ക് തയ്യാറായാൽ, തമ്പുരാനുമായി ഒരു കൊടുക്കൽ വാങ്ങൽ തയ്യാറായാൽ, തമ്പുരാനുമായി ഒരു കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറായാൽ നിന്റെ അവസ്ഥ ഇന്ന് രാത്രി മാറും. ഹല്ലേലൂയ. വിശുദ്ധ വേദപുസ്തകത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, ഈ മനുഷ്യന് പുറത്ത് പറയാൻ പറ്റാത്ത നിശബ്ദതയാ. ആമേൻ. 9 മാസത്തോളം, ഞാൻ പറയും, എനിക്ക് എൻ്റെ ഒരു ചിന്തയാണ്, ഒരു 9 മാസത്തോളം ആമേൻ യോഹന്നാനെ പ്രസവിക്കുവാൻ വേണ്ടി എലിസബത്ത് ഉദരത്തിൽ കുഞ്ഞിനെ ചുമക്കുമ്പോഴും സംസാരിക്കാൻ പറ്റുന്നില്ല, പൂർണ്ണ ഗർഭിണിയായപ്പോഴും സംസാരിക്കുകയില്ല. കുഞ്ഞ് ജനിച്ച് കൈകൾ വന്നപ്പോൾ ഈ മനുഷ്യൻ്റെ വായ തമ്പുരാൻ തുറന്നു. എന്നാൽ ഈ നാളുകൾ നീണ്ടു നിന്ന നിശബ്ദതയ്ക്ക് ദൈവം എങ്ങനെ മറുപടി കൊടുത്തെന്നറിയോ? തൻ്റെ മകനെ മരുഭൂമിയുടെ ശബ്ദമാക്കി തീർത്തു. വോയിസ് ഓഫ് വിൽഡർനെസ്. ഇന്ന് രാത്രി നിന്റെ നിശബ്ദതയെ ദൈവം അവസാനിപ്പിക്കുന്നത് തലമുറയ്ക്ക് നീ ഒരു ശബ്ദമായാണ്. തലമുറകളുടെ ശബ്ദമായി മാറ്റുന്ന ചില വ്യക്തികളെ ഇന്ന് രാത്രി പന്തലിന് കീഴിൽ സ്വർഗം അഭിഷേകം ചെയ്ത് പുറത്തെടുക്കുകയാണ്. വിശ്വസിക്കാൻ പറ്റുന്നവർ വിശ്വസിച്ചോ, നീ ഒരു ദൈവ ശബ്ദമായി മാറുകയാണ്. നിശബ്ദതകൾ വഴിമാറട്ടെ. ഇവിടെയും കാണാൻ പറ്റൂരു നിശബ്ദത. നമ്മൾ വായിച്ചു കേട്ട, അല്ലെങ്കിൽ നമ്മൾ ആ എഴുതിയിരിക്കുന്ന വാക്യം ഈ വായിച്ചില്ല എന്ന് പറഞ്ഞ് ടെൻഷൻ ആകണ്ട. യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 28-ാമത്തെ വാക്യമാണ് ഞാൻ വായിച്ചത്, അല്ലെങ്കിൽ പറഞ്ഞത്. ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു. എൻ്റെ 1-ാമത്തെ വാക്യം മുതൽ തന്നെ നമുക്കറിയാവുന്നുള്ളൊരു ഭാഗമാണ്. യേശു കർത്താവ് ബെഥാനിയിലേക്ക് എത്തി. ലാസറും മാർത്തയും മറിയും പാർത്തിരുന്ന പട്ടണം, അല്ലെങ്കിൽ യേശു കർത്താവ് കൂടെ ഇവാഞ്ചലിസത്തിന് വേണ്ടി, സുവിശേഷീകരണത്തിന് വേണ്ടി ചെല്ലുന്ന ഒരു പട്ടണമാണ് മാർത്തയുടെയും മറിയുടെയും ഭവനം, അല്ലെങ്കിൽ ലാസറിൻ്റെ ഭവനം. അവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. 2-3 വാക്യങ്ങൾ പഠിക്കുമ്പോൾ യേശു കർത്താവ് മരിച്ച ലാസറിനെ, അല്ലെങ്കിൽ ദീനമായി കിടന്ന ലാസറിനെ ഒരുപാട് സ്നേഹിച്ചു. മാർത്തയും മറിയും കർത്താവ് സ്നേഹിച്ചു. തൊട്ടടുത്ത വാക്യമാണ് പറഞ്ഞിരിക്കുന്നത്, എന്നിട്ടും, എൻ്റെ കൂടെ ഉണ്ടോ, എന്നിട്ടും ലാസർ ദീനമായി കിടക്കുന്നു എന്നറിഞ്ഞിട്ടും യേശു എവിടെയായിരുന്നോ അവിടെ തന്നെ 2 ദിവസം കൂടെ പാർത്തെന്ന്. ആമേൻ. നാട്ടുകാർ പറഞ്ഞതിനെ കണ്ണിച്ചോരയില്ലാത്ത മനുഷ്യനാണ് അല്ലേ? ആമേൻ. ഹല്ലേലൂയ. ആമേൻ. കർത്താവ് 2 ദിവസം കൂടെ അവിടെ തന്നെ പാർത്തു. എൻ്റെ കൂടെ ഉണ്ടോ? ഇതിൻ്റെ പേരാണ് നിശബ്ദത. ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം, നിശബ്ദതകൾ. ഇന്ന് രാത്രി ആരും അറിയാത്ത ചില നിശബ്ദതയിൽ കൂടെ കടന്നു പോകുന്നവർക്ക് പരിശുദ്ധാത്മാവ് ഒരു വിരാമത്തെ നൽകട്ടെ. നാളുകൾ കൊണ്ട്, വർഷങ്ങൾ കൊണ്ട് ചുമക്കുന്ന ചില നിരാശകളെ 2025 നീ കടക്കാതെ, കമാൺ, ആ നിശബ്ദതയും കൊണ്ട് നീ പ്രവേശിക്കത്തില്ല. ജയത്തിൻ്റെ വർത്തമാനത്താൽ നീ പ്രവേശിക്കാൻ പോവുകയാണ്. ജയത്തിൻ്റെ ഘോഷം നിന്റെ ഭവനത്തിനകത്ത് വെളിപ്പെടാൻ പോവുകയാണ്. ഇതൊരു പ്രോഫറ്റിക്കൽ വേർഡാണ്, ഇതൊരു പ്രവചന ദൂതാണ്. ഗുരു ഇന്ന് രാത്രി യേശു കർത്താവ് നിന്നോട് സംസാരിക്കുകയാണ്. കൈ കൊടുക്കാൻ തയ്യാറാണെങ്കിൽ, തമ്പുരാന്റെ വാക്കിന് പ്രതികരിക്കാൻ തയ്യാറാണെങ്കിൽ, ആമേൻ, പുതിയ അനുഭവങ്ങളിലേക്ക്, പുതിയ ബന്ധാവിലേക്ക്, ജയത്തിന്റെ മേഖലയിലേക്ക് സ്വർഗ്ഗം നിന്നെ അപ്ഗ്രേഡ് ചെയ്യുകയാണ്. ഒറ്റ രാത്രി കൊണ്ട് കർത്താവിന് അത് ചെയ്യാൻ പറ്റും. ഐ ബിലീവ് ദാറ്റ്. ഞാനത് വിശ്വസിക്കുന്നു. വചനം പറഞ്ഞിരിക്കുന്നു, യോവേൽ പ്രവചനം 2:25, പുഴുവും തുള്ളനെ തുറന്നു മോടിച്ച സംവത്സരങ്ങൾക്ക് ഞാൻ നിനക്ക് ഇരട്ടിയായി പകരം തരും. ആമേൻ. ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നു, the years the locusts have eaten. അതേക്കുറിച്ചുള്ള മനോഹരം. years the locusts have eaten എന്ന് പറഞ്ഞ വർഷങ്ങൾ, തിന്നു മുടിച്ച സംവത്സരങ്ങൾ. അതിൻ്റെ അർത്ഥം തിന്നു മുടിക്കാൻ വർഷങ്ങൾ എടുത്തു. പുഴുവിനും തുള്ളനും തുരന്ന് മോഷ്ടിക്കാൻ വർഷങ്ങളെടുത്തു, പക്ഷെ തിരിച്ചു തരാൻ ഇത്ര നേരം മതി. ആമേൻ. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിക്കുക. തിരിച്ചു തരാൻ ഒറ്റ രാത്രി. ഒറ്റ രാത്രി എങ്ങനെ പറ്റും? ബൈബിൾ പറയുന്നു, ഒറ്റ രാത്രി കൊണ്ട് അഹരോന്റെ വടിയെ തളിർപ്പിക്കാൻ യേശുവിന് പറ്റുമെങ്കിൽ വിശ്വസിക്കുക. സമാഗമന കൂടാരത്തിനകത്ത് വെളിച്ചം കയറാൻ പറ്റാത്ത സ്ഥലത്ത് നീതി സൂര്യൻ പ്രകാശിച്ച്, ആമേൻ, അഹരോന്റെ വടിയെ തളിർപ്പിച്ച് പുറത്തു കൊണ്ടുവന്നെങ്കിൽ നിന്നെ തളിർപ്പിക്കാൻ നിമിഷങ്ങൾ വേണ്ട ദൈവത്തിന്. ആമേൻ, ആമേൻ, ആമേൻ. സംഭവിക്കട്ടെ. ആമേൻ. ഒറ്റ രാത്രി കൊണ്ട് അഹരോന്റെ വടിയെ ദൈവം തളിർപ്പിച്ചു. സയൻസ്
പറയുന്നത് എന്നാന്നറിയോ, ഒരു വടി അല്ലെങ്കിൽ ബദാമിൻ്റെ ആൽമണ്ടിൻ്റെ ഒരു 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 തടി കൊണ്ട് വെച്ചാൽ ഒരു സ്റ്റെം എടുത്ത് കുഴിച്ച് വെച്ച് മണ്ണിൽ വെച്ച് വെള്ളം ഒഴിച്ച് വളമിട്ട് വളർത്തി എടുക്കണമെങ്കിൽ മിനിമം എത്ര നാൾ വേണമെന്നറിയോ? 12 മാസം എന്ന് പറഞ്ഞാൽ 1 വർഷം മിനിമം മുളച്ച് ബദാം ഫലം പുറത്ത് വരാൻ. ബദാമിൻ്റെ ലൈഫ് സ്റ്റൈൽ അങ്ങനെയാണ്. മിനിമം 12 months അല്ലെങ്കിൽ 1 വർഷം വേണം. തമ്പുരാൻ പറഞ്ഞു എനിക്ക് 12 മണിക്കൂർ മതി. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? സയൻസ് 12 മാസം എന്ന് പറയുന്നതിനെ 12 മണിക്കൂറുണ്ട്. ഇതാണ് ഗ്ലോറി, ഇതാണ് ഗ്ലോറി മാനിഫെസ്റ്റേഷൻ. ചിലത് തിരിച്ചു വരാൻ പോവാം, തിരിച്ചു പിടിക്കുക എന്ന് പറഞ്ഞാൽ ടൈം സ്പാനെ കുറച്ച് കളഞ്ഞ് 20 കൊല്ലം കൊണ്ട് നടക്കാൻ സാധ്യതയുള്ളതിനെ 20 ദിവസം കൊണ്ട് നിനക്ക് തരാൻ ദൈവത്തിന് കഴിയും. ഇന്ന് രാത്രി പിടിച്ചെടുക്കാൻ ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? ദൈവത്തിന് അത് ശക്തിയുണ്ടെന്ന് തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എന്നെ അതിശയിപ്പിച്ച മറ്റൊരു കാര്യം എന്നാന്ന് ചോദിച്ചാൽ, ആ തളിർത്ത വടിക്കകത്ത് ഫലം പുറത്തു വന്ന ബദാം ഫലം പുറത്തു വന്ന ആ സ്റ്റെമ്മിൽ അഹരോന്റെ പേര് എഴുതിയിട്ടുണ്ടായിരുന്നു. ഇന്ന് രാത്രി ഇതൊരു പ്രൊഫറ്റിക്കൽ വേർഡാണ്. നിന്റെ പേരെഴുതിയ അത്ഭുതം വരാൻ പോവാം. നിന്റെ പേരെഴുതിയ അത്ഭുതം. എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു ആപ്പിളിൻ്റെ മൊബൈലാണ്. ഞാൻ ഇതിനകത്ത് ഓറഞ്ച് എന്ന് എഴുതിയാൽ ഇത് ഓറഞ്ച് ആകത്തില്ല. സ്തോത്രം, ആമേൻ. ഞാൻ ചുമ്മാ പേരിട്ടെന്ന് പറഞ്ഞ് പേര് മാറത്തില്ല. കാര്യം ഇത് ഡിസൈൻ ചെയ്തത് ഉണ്ടാക്കിയത് ആപ്പിളാണ്. എൻ്റെ കൂടെ ഉണ്ടോ? നിൻ്റെ പേര് എഴുതിയ അത്ഭുതം എന്ന് പറഞ്ഞാൽ ഇത് നിൻ്റെതല്ല, ഇത് വേറെ ആരുടേതാണെന്ന് പറഞ്ഞ് തട്ടിയെടുക്കാൻ പിശാചിന് കഴിയത്തില്ല. നിൻ്റെ പേരെഴുതി നിന്നെ തേടി വരും. ഇതൊരു ഗോഡ്സ് വേർഡാണ്. ഇന്ന് രാത്രി അത് അങ്ങനെ തന്നെ ഏറ്റെടുക്കുന്നവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിന്റെ പേരെഴുതിയ അത്ഭുതം. ഇന്ന് രാത്രി ദൂത് ഒരു കോർപ്പറേറ്റ് വേർഡാണ്. ഒരു കോർപ്പറേറ്റ്, ഒരു വ്യക്തി എന്നല്ല, ചില വ്യക്തികളിലേക്ക് അത് പകരപ്പെടുകയാണ്. നിനക്ക് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളത് സ്വർഗം നിനക്ക് വേണ്ടി ഈ കൺവെൻഷനിൽ റിലീസ് ചെയ്യുകയാണ്. ഒരു വ്യത്യാസം കാണത്തില്ലെന്ന് പറയുന്നവർ വ്യത്യാസങ്ങൾ കാണും. കാര്യം ഇത് ദൈവത്തിന്റെ വചനം വിത്താണ്. വിത്തിന്റെ ഗുണം കാണിക്കും. വിത്തിന്റെ ഗുണം കാണിക്കും എന്ന് പറയുന്ന ആമേൻ പറഞ്ഞു. ആമേൻ. ഞാനിപ്പോൾ ആന്ധ്രാപ്രദേശിൽ നിന്ന് വരുന്ന വഴിക്ക്, നമ്മളിപ്പോൾ എവിടെ നിന്ന് വന്നത്? ബാംഗ്ലൂരിൽ നിന്ന് അല്ലേ? ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന വഴിക്കുള്ള അവിടുത്തെ മാങ്ങ നല്ലതാണ്, അൽഫോൺസ മാങ്ങ നല്ല ടേസ്റ്റാണ് എന്ന് പറഞ്ഞ് ഞാൻ 1 കിലോ മാങ്ങ വാങ്ങിക്കൊണ്ട് ഇവിടെ വന്ന് തിരുവനന്തപുരത്ത്, എൻ്റെ വീട് കണ്ണമൂലയെ കൊണ്ട് ഞാൻ നട്ടു വെച്ചാൽ വിത്ത് മാങ്ങ ഉണ്ടി അല്ലേ? മാങ്ങയുടെ വിത്ത് പറയോ? ഞാൻ ഇവിടെ വളരത്തില്ല. എവിടെ വളരും? ബാംഗ്ലൂരിലേ വളരത്തുള്ളൂ. ഇവിടുത്തെ ക്ലൈമറ്റ് കൊള്ളത്തില്ല. അവിടെയാണെങ്കിൽ ഒരു മോഡറേറ്റ് ക്ലൈമറ്റാണ്. ഞാൻ അവിടെ വളരത്തുള്ളൂ. ഇവിടെ മണ്ണ് കൊള്ളത്തില്ല, കാലാവസ്ഥ കൊള്ളത്തില്ല. എന്താ പറയുക, ഇവിടുത്തെ പൊടിപടലമൊക്കെയാണ്, നടക്കത്തില്ല. ഞാൻ വളരത്തില്ലെന്ന് വിത്ത് പറയൂ? ഇല്ല. വിത്ത് പറയും മണ്ണ് കൊള്ളത്തില്ലേലും. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? അന്തരീക്ഷം കൊള്ളത്തില്ലേലും, മണ്ണ് കൊള്ളത്തില്ല, വെള്ളം കൊള്ളത്തില്ലെങ്കിലും വിത്ത് കൊള്ളാം. കമോൺ, വിത്ത് കൊള്ളാം എന്ന് പറഞ്ഞാൽ വിത്തിന്റെ ഗുണം കാണിക്കും. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? ദൈവത്തിൻ്റെ വചനമാകുന്ന വിത്ത് അതിൻ്റെ ഗുണം കാണിക്കും. ഇന്ന് രാത്രി അകത്തലങ്ങൾ പിടിച്ചെടുക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിന്റെ അകത്തത് ജീവനായി പരിണമിക്കും. ദൈവത്തിൻ്റെ വചനം ജീവനായി, അത്ഭുതമായി. ഞാൻ പറഞ്ഞു, ഞാൻ പഠിച്ചു പറയുകയല്ല, ഞാൻ തൊട്ടവനും ഞാൻ അനുഭവിച്ചവനും എന്നെ ഉയർത്തിയവനുമായി ഇന്ന് രാത്രിയുടെ കടന്നു വന്നിട്ടുണ്ട്. മാറായ മധുരമാക്കുവാൻ ശക്തിയുള്ളവൻ, ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്തവൻ, ആൽഫായും ഒമേഗയുമായ ദൈവൻ, ആദിനും അന്തിനുമായി ഇവൻ ഇന്ന് രാത്രിയുടെ വന്നിട്ടുണ്ട്. ആ ഒറ്റ വചനത്തിൽ നിന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുകയാണ്. ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു. ഈ 3ാമത്തെ രാത്രിയെങ്കിലും വിളി കേട്ട് പ്രതികരിക്കാൻ തയ്യാറായാൽ നീ ആൾ മാറി വരെ പോലെ മാറിയിരിക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ആത്മാവിൽ ഞാൻ തിരിച്ചറിയുന്നു, ചില സുവിശേഷകന്മാരെ സ്വർഗം എഴുന്നേൽപ്പിക്കുകയാണ്. കമോൺ, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വലതുകരം ഒന്ന് ഉയർത്തുകയും, അങ്ങനെ പറയുന്നവരൊന്നൊക്കെ വലതുകരം ഉയർത്തുകയും, ഞാൻ ഒന്ന് കാണട്ടെ, സ്വർഗമൊന്ന് കാണട്ടെ. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം. നന്നായിട്ട് ഉയർത്തണമെങ്കിൽ നന്നായിട്ട് ഉയർത്തണം. സഹോദരിമാർക്ക് ഉയർത്താം, ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ കരങ്ങളിൽ കർത്താവ് ഭയങ്കര നിയോഗത്തെ തരികയാണ്. ഞാൻ ഒരു സുവിശേഷ ആത്മാവുള്ളവനാണ്. എൻ്റെ ഉള്ളിൽ ഒരു ഇവാഞ്ചലിസം സ്പിരിറ്റ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ മേൽ ആ സുവിശേഷത്തിൻ്റെ ആത്മാവിനെ സ്വർഗം റിലീസ് ചെയ്യട്ടെ. ആമേൻ. ഓടി നടന്നു സുവിശേഷം പറയാനുള്ള ദൈവശക്തി നിങ്ങളുടെ മേൽ സ്വർഗം പകരട്ടെ, യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. ജനം രക്ഷിക്കപ്പെടണമെന്ന് തന്നെ നമ്മുടെ ഹൃദയത്തിൻ്റെ വാഞ്ചയാകട്ടെ. ഞാൻ പറയും,
All Christians are missionaries. All non-believers are your mission field. സുവിശേഷീകരണം ഇവിടെ ഇരിക്കുന്ന വെള്ളയും കറുപ്പ് ഇട്ടിരിക്കുന്ന പാസ്റ്റർമാരുടെ കയ്യിലാണ് എന്ന് മാത്രം നിങ്ങൾ പറഞ്ഞ് നിർത്തരുത്. നോ, യു ആർ ദ ലൂസർ ദെൻ. അല്ല, എല്ലാ യേശുവിനെ അറിഞ്ഞ സകല വ്യക്തികളും സുവിശേഷകരാണ്. ഞാൻ പറയും, ഇഫ് യു സേ ദാറ്റ് യു ആർ സേവ്ഡ് ആൻഡ് ഇഫ് യു ആർ നോട്ട് ഷെയറിംഗ് അബൌട്ട് ദ ലവ് ഓഫ് ജീസസ്, യുവർ സാൽവേഷൻ ഈസ് സസ്പീഷ്യസ്. യേശുവിനെ അറിഞ്ഞു, രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്ന നിങ്ങൾ യേശുവിനെ കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ രക്ഷ ചോദ്യചിഹ്നമാണ്. ഓടി ഒളിക്കാൻ പറ്റില്ല. നമ്മുടെ ആയുസ്സിൽ ഒരു വ്യക്തിയോട് സുവിശേഷം പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഒരു കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല. ജനം രക്ഷിക്കപ്പെടട്ടെ. ഇന്ന് രാത്രി നമ്മുടെ ഉള്ളിലേക്ക് ഒരു ആത്മഭാരം വെളിപ്പെടട്ടെ. നമ്മുടെ ഉള്ളിലേക്ക് ആ തേജസ് ഇറങ്ങട്ടെ. ഇന്നത്തെ പോലെ ഞാൻ ഓർക്കുവാണ്, ഒഡീസയിൽ ഒരു മീറ്റിങ്ങിന് കടന്നു പോകാൻ പ്ലാൻ ചെയ്യുമ്പോൾ മൽക്കാങ്കിരി എന്ന് പറയുന്നത് നമുക്കറിയാം, പണിഷ്മെൻറ്റ് ട്രാൻസ്ഫറൊക്കെ നൽകി കാസർഗോഡിലേക്കൊക്കെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെയൊക്കെ ചിലപ്പോൾ അയക്കുന്നത് പോലെ അയക്കുന്ന ഒരു സ്ഥലമാണ് മൽക്കാങ്കിരി. 31ാമത്തെ ഒഡീസയിലെ ഡിസ്ട്രിക്റ്റാണ്. അവിടെയുള്ള ഒരു കുടുംബൽകുമ എന്ന് പറയുന്ന ഒരു ഗോത്രക്കാരുണ്ട്, ട്രൈബുണ്ട്. ആ ട്രൈബിനെ ലീനിയർ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സ് നിങ്ങളുടെ നോക്കിയാൽ അവർ കാതിൽ കടുക്കൻ എന്ന് പറയില്ലേ, കടുക്കൻ ഇടാറുണ്ട്. എന്ന് പറഞ്ഞാൽ വലിയ ഒരു ഇയർ റിങ്സ് ഇടുന്നതുകൊണ്ട് ഈ കാതിൻ്റെ ഈ താഴത്തെ കാട്ടിലേജ് ഈ ഭാഗം തോളെ തട്ടും. വലിയ വട്ടമാണ്, നമുക്ക് അതിനകത്തൊരു കൈ ഇടാം, അത്ര വലുതാണ്. അങ്ങനെയുള്ള അമ്മമാരുടെ പിക്ചേഴ്സ് ലീനിയർ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിലുണ്ട്. അങ്ങനത്തെ ഒരു ഗോത്രമുണ്ട്. ഭാഷയില്ല, സ്ക്രിപ്റ്റില്ല, ലിപികളില്ല, എഴുത്തും വായന അറിയത്തില്ല, ഒന്നും അറിയില്ല. അവിടെ കറണ്ടില്ല. അവിടെ പോയപ്പോൾ 30 കിലോമീറ്റർ ദൂരത്ത് കറണ്ടില്ല. 30 കിലോമീറ്റർ കഴിഞ്ഞ് ഒരു 30-35 കിലോമീറ്റർ കഴിയുമ്പോഴാണ് ഒരു തണുത്ത വെള്ളം കുടിക്കാൻ ഒരു ഷോപ്പ്, ഒരു കട കാണുന്നത്. അവിടെ എത്രമെങ്കിൽ 4-5 മണിക്കൂർ, അത്രയും ദുർഘടം പിടിച്ച റോഡുകളാണ്. ആ ഗ്രാമത്തിൽ കയറാൻ റോഡില്ല. ഞാൻ ചോദിച്ചു, പാസ്റ്റർ എങ്ങനെ നമുക്ക് മീറ്റിംഗ് നടത്താൻ പറ്റും? അദ്ദേഹം പറഞ്ഞു, മീറ്റിങ്ങിന് ഇവിടെ ആരും വരത്തില്ല ബ്രദറെ, ഈ ഗ്രാമത്തിൽ സുവിശേഷം പ്രസംഗിക്കപ്പെട്ടിട്ടില്ല. എനിക്കൊരു ആഗ്രഹമാണ്. അവിടെയുള്ളൊരു ദേവദാസനാണ്. അവിടെ വെച്ചാൽ ആ ഗ്രാമത്തിലല്ല, അവിടെ നിന്ന് ഒരു 20 കിലോമീറ്റർ ദൂരത്ത്, മലയാളിയാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞ് അവിടെ ഒരു മീറ്റിംഗ് ഇങ്ങനെ നടത്താൻ പറ്റും. ഞാൻ പറഞ്ഞു, പാസ്റ്റർ കോർഡിനേറ്റ് ചെയ്യാൻ ഉറപ്പാണെങ്കിൽ ഞങ്ങൾ ചെയ്യാം. ആൾക്കാർ വന്നില്ലെങ്കിൽ വിഷമം ഉണ്ടാവും. ഞാൻ പറഞ്ഞു, ഒരു വിഷമവും ഇല്ല. അദ്ദേഹം പറഞ്ഞു, നമുക്ക് തൊട്ടപ്പുറത്തുള്ള ഗ്രാമങ്ങളിൽ നിന്ന് ബുള്ളക്കാട്ടിൽ എന്ന് പറഞ്ഞ കാളവണ്ടിയിലും ട്രാക്ടറുകളിലേക്കും ആൾക്കാരെ കൊണ്ടുവരാം. നിങ്ങൾ തിരിച്ചറിയണം, നോർത്ത് ഇന്ത്യൻ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും നടക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി. അപ്പോൾ ഞാൻ പറഞ്ഞു, ശരി ചെയ്യാം. അങ്ങനെ 20 കിലോമീറ്റർ 15 കിലോമീറ്റർ 20 കിലോമീറ്റർ ദൂരത്തിൽ നിന്നൊക്കെ ഇങ്ങനെ ആൾക്കാരെ ഞങ്ങൾ കൊണ്ടുവന്നു. ഗ്രാമത്തിൽ നിന്ന് ആൾക്കാർ വന്നു. മീറ്റിങ്ങുകളെല്ലാം ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തു. രാത്രി 11 മണിക്കാണ് മീറ്റിംഗ് തുടങ്ങുന്നത്. 4 ലാംഗ്വേജ് ട്രാൻസ്ലേഷനാണ്. ഞാൻ ഇംഗ്ലീഷിൽ പ്രസംഗിക്കുന്നു. ഇംഗ്ലീഷ് ടു ഒഡിയ എന്ന ഭാഷ, ഒഡിയ ഭാഷ. അത് കഴിഞ്ഞ് ഭോജ്പൂരി എന്ന ഭാഷ. അത് കഴിയുമ്പോൾ ആംഗ്യ ഭാഷ, സൈൻ ലാംഗ്വേജ്. നമുക്കറിയാം, ഹിയറിംഗ് ഇംപായർഡ്, ചെവി കേൾക്കാൻ പറ്റാത്തവർക്കുള്ള ആംഗ്യ ഭാഷയില്ല. അതുപോലെ ഒരു വ്യത്യസ്തമായ ആംഗ്യ ഭാഷയിൽ കൂടിയാണ് ആ ദേശത്തുള്ള ഗ്രാമവാസികൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. റോഡിൽ ഞങ്ങൾ വണ്ടി കൊണ്ട് ചെന്നുമ്പോൾ അവിടെ റോഡൊന്നും ഇല്ല. ഞങ്ങളുടെ 6 വീലുള്ള ട്രക്ക്, നമ്മൾ സാധാ ലോറി കൊണ്ട് പാഡി ഫീൽഡിൽ കൂടെ അവിടുത്തെ കൃഷി നിലത്ത് എല്ലാം പെട്ടെന്ന് വിളഞ്ഞിരിക്കുന്നതാണ്. ആ വയലുകളൊക്കെ നല്ല വിളഞ്ഞിരിപ്പുണ്ട്. നല്ല നെൽമണിയൊക്കെ നിൽക്കുമ്പോൾ അതൊന്നും അവർ കാര്യമാക്കാതെ എല്ലാം വെട്ടിക്കളഞ്ഞ് മൺവെട്ടിക്കൊണ്ട് എല്ലാം റെഡിയാക്കി റോഡിൽ കൂടെ വണ്ടി ട്രാക്ടർ കൊണ്ട് പുള്ളി ചെയ്ത് കൊണ്ട് പോവുക. അല്ലാതെ വണ്ടികൾ പോയിട്ടില്ല. ആദ്യമായിട്ടാണ്. ഉടനെ ഞാൻ നോക്കിയപ്പോൾ ഒരു പ്രായമുള്ളൊരു അപ്പച്ചൻ വന്നിട്ട് വണ്ടിയുടെ ടയറിലിങ്ങനെ കെട്ടിപ്പിടിക്കുക. ഞാൻ വിചാരിച്ചു, എൻ്റെ കർത്താവെ പഞ്ചറാക്കാൻ പോവാണോ? കെട്ടിപ്പിടിച്ചിട്ട് ആ ടയറിൽ ഉമ്മ വയ്ക്കുക. ഞാൻ ചോദിച്ചു, എന്നാ പച്ചാ ചെയ്യുന്നത്? അപ്പോൾ പാസ്റ്റർ പറയുവാണ്, ആദ്യമായിട്ടാണ് ഈ ഗ്രാമത്തിൽ 6 വീലുള്ള വാഹനങ്ങൾ വരുന്നതെന്ന്. ഒരു സന്തോഷമില്ല. ഞാൻ എൻ്റെ ചങ്ക് പൊട്ടിപ്പോയി. 6 വീലുള്ള വാഹനം ആദ്യമായിട്ടാണ് ആ ഗ്രാമത്തിൽ കയറുന്നത്. നമ്മുടെ ഗ്രാമത്തിൽ എവിടെയെങ്കിലും അങ്ങനെ ഉണ്ടോ? ഒന്നുമില്ല. നമ്മളിവിടെ നിന്ന് ഇങ്ങനെ മേളിൽ നോക്കിയാൽ പ്ലെയിനെങ്കിലും കാണാമല്ലേ? അങ്ങനെ 6 വീലുള്ള വാഹനം ആദ്യമായിട്ട്. ആ മനുഷ്യൻ പാസ്റ്റർ പറഞ്ഞു, ബ്രദറെ നമുക്ക് മീറ്റിംഗ് സെറ്റ് ചെയ്യാം. എല്ലാം അറേഞ്ച് ചെയ്തു. ഗ്രാമത്തിൽ ഒരു വ്യക്തി പോലും വരില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് LED ഓളൊക്കെ വെച്ചിട്ട്, ഞങ്ങൾ LED ഓളൊക്കെ ഉണ്ട് അവിടെ വെച്ചിട്ട്, ദയാസാഗർ എന്ന് പറഞ്ഞാൽ സ്നേഹമുള്ള ക്രിസ്തുവിനെ പറ്റിയുള്ള ഒരു ചെറിയൊരു 15 മിനിറ്റുള്ള ലഘു വീഡിയോയിലേക്ക് ഇട്ട് ഇത് കാണാൻ വേണ്ടി ആൾക്കാരൊക്കെ വന്ന് കൂടി. ഈ ഗ്രാമത്തിൽ നിന്ന് വന്ന കുറച്ച് വിശ്വാസികളും ദൂരമുള്ള ഗ്രാമത്തിൽ നിന്ന് വന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അവിടുത്തെ സർപ്പഞ്ച് എന്ന് പറഞ്ഞാൽ മൂപ്പനാണ്. മൂപ്പൻ വന്ന് സ്റ്റേജിൽ വന്ന് പറയുവാണ്, ഗ്രാമത്തിൽ ഒരു വ്യക്തി പോലും വീട്ടിലില്ല, എല്ലാവരും വന്ന് ഇവിടെ ഇരിപ്പുണ്ടെന്ന്. അപ്പോൾ
10,000-ഓളം വ്യക്തികൾ ഇങ്ങനെ താറയിലായിട്ട് ഇങ്ങനെ പൊല്ലിലും ഇങ്ങനെ ഇരിപ്പുണ്ട്. ഞാൻ പറഞ്ഞല്ലോ 4 ലാംഗ്വേജ് ട്രാൻസ്ലേഷൻ 1 മണിക്കൂറിൽ എന്ന് പറഞ്ഞാൽ 15 മിനിറ്റ് പ്രസംഗിക്കാൻ പറ്റും, പ്രാർത്ഥനയും പാട്ടും എല്ലാം ചേർത്ത്. അപ്പോൾ ഇത് കഴിഞ്ഞ് ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പിറ്റേന്ന് രാവിലെ ഒരു 6 മണിയായപ്പോൾ ഗ്രാമങ്ങളിൽ കൂടെ ഞങ്ങളൊന്ന് നടക്കാൻ തീരുമാനിച്ചു. എൻ്റെ കൂടെ പരിഭാഷപ്പെടുത്തുന്ന ഒരു പാസ്റ്റർ ഉണ്ടായിരുന്നു, ആംഗ്യ ഭാഷയിൽ പരിഭാഷപ്പെടുത്തുന്ന ഒരു വ്യക്തിയുണ്ട്. നമുക്ക് കിടക്കാൻ പറ്റത്തില്ല, നല്ല ചൂടുണ്ടായിരുന്നു, ഉറക്കം വന്നില്ല. 2-3 മണിക്കൂർ ഉറങ്ങി രാവിലെ എഴുന്നേറ്റ് ഗ്രാമത്തിൽ കൂടെ ഇങ്ങനെ നടക്കുക. അപ്പോൾ കുറച്ച് അപ്പച്ചന്മാർ ഇരിപ്പുണ്ട്. രാവിലെയൊക്കെ 5 മണിക്കൊക്കെ ഇപ്പോൾ കാണാനില്ല. പണ്ടൊക്കെ ഉണ്ടായിരുന്ന ഒരു തോർത്തൊക്കെ ഇങ്ങനെ തോളയിട്ടിട്ട് മുണ്ട കയ്യിലേക്ക് കൊടുത്ത് റോഡിൽ പോയി ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന അപ്പച്ചന്മാരില്ലേ, അതുപോലത്തെ കുറച്ച് അപ്പച്ചന്മാർ ഇരിക്കുന്നുണ്ട്. ജിലേബിയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പോയി ഒരു ജിലേബിയൊക്കെ വാങ്ങിച്ച് ഇങ്ങനെ കഴിച്ചിട്ട് അപ്പച്ചനോട് ചോദിച്ചു, യേശുവിനെ പറ്റി അറിയാമോ? അപ്പോൾ ട്രാൻസ്ലേഷൻ ചെയ്ത ആൾ ആംഗ്യ ഭാഷയിൽ പറയുവാണ്. ഒരാൾ എഴുന്നേറ്റ് ഇങ്ങനെ തോർത്തൊക്കെ ഇങ്ങനെ ചുറ്റിപ്പിടിച്ചിട്ട് പറയുക, ഇന്നലെ ഞങ്ങൾ യേശുവിനെ കുറിച്ച് കേട്ടു. സത്യത്തിൽ എൻ്റെ മനസ്സിൽ ഭയങ്കര സന്തോഷമായിട്ട്, കർത്താവ് ആദ്യമായിട്ട് യേശുവിനെ കുറിച്ച് ഇവിടെ കേൾക്കുവാണോ. പക്ഷേ അടുത്തത് ഒരു വാക്കെന്നോട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഈ നിങ്ങൾ ഇന്നലെ പ്രസംഗിച്ച യേശുവിൻ്റെ മാറത്ത് മുറിവുണ്ടോ? ഞാൻ പറഞ്ഞു, മുറിവുണ്ട്. തലയിൽ മുൾക്കിരീടമുണ്ടോ? ഉണ്ട്. ഒരു പകുതി അർദ്ധനഗ്നനായി ഇവിടെ മാത്രം ഒരു തോർത്തുപോലെ, ഞങ്ങൾ ഉടുത്തിരിക്കുന്ന തോർത്തുപോലെ തുടിക്കുന്ന ആളാണ്. ഞാൻ പറഞ്ഞു, ആന്ന്. കയ്യിലൊക്കെ മുറിവുണ്ടോ? ഉണ്ട്. ഞാൻ പാസ്റ്ററോട് ചോദിച്ചു, പാസ്റ്ററിലെ പറഞ്ഞു, ഇവിടെ കറണ്ടില്ല. ഞങ്ങളവിടെ താമസിച്ച 3 ദിവസവും അവിടെ എന്തില്ലെന്നറിയോ? ഇലക്ട്രിസിറ്റി അവിടെ ഇല്ല, ഇൻ്റർനെറ്റ് ഇല്ലാത്ത ഗ്രാമമാണ്. ഞാൻ ചോദിച്ചു, ടി വി ഇല്ല, ഇൻ്റർനെറ്റ് ഇല്ല, മൈക്കിൾ ആഞ്ചലോ യേശു എന്ന് പറഞ്ഞ് താടി മീശയൊക്കെ വെച്ച് വരച്ചിരിക്കുന്ന യേശു എന്ന രൂപം പോലും അവിടെ ഇല്ല. ഞാൻ ചോദിച്ചു, ഇവർക്ക് എങ്ങനെ അറിയാം? പാസ്റ്ററിലെ പറഞ്ഞ് ഇവർ ഇങ്ങനെയുള്ളവർക്കൊന്നും അറിയത്തില്ല എന്ന്. ഉടനെ അപ്പച്ചൻ എഴുന്നേറ്റ് എന്ന് പറയുന്നത് എന്തെന്നറിയോ? 1-2 പേരും കൂടെ ചേർന്ന് പറയുക, ഇങ്ങനെ രൂപമുള്ളൊരു വ്യക്തി ഞങ്ങളുടെ ഗ്രാമത്തിൽ കൂടെ രാത്രി നടക്കാറുണ്ടെന്ന്. ഞങ്ങളെ ഗ്രാമത്തിൽ കൂടെ ഇങ്ങനെ കുടുങ്ങിയും ഗ്രാമത്തിൽ കൂടെ നടന്നിട്ട് വിട്ട് നിലവിളിക്കുമെന്ന്. ചില വീടുകളിൽ വന്ന് ഡോറ് തട്ടുമ്പോൾ തുറന്നു നിന്നിട്ട് മുൾക്കിരീടം ധരിച്ച വ്യക്തി പറയും, ഞാനാണ് യേശു, നിങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ. ഞാൻ എൻ്റെ ലൈഫിനെ സുവിശേഷീകരണത്തിനുണ്ട് ഒരു ദിവസം കൂടെ മുട്ടിന്മേൽ നിന്ന് സമർപ്പിച്ച ദിവസമായിരുന്നു. കാരണം എന്നാണെന്നറിയോ? ഞാൻ നല്ല കോട്ടും സൂട്ടും ഇട്ട് സ്റ്റേജിൽ നിന്ന് ഇറങ്ങാൻ പാട്, 2 പേര് ഡോർ തുറന്നിടക്കാൻ വേണം, ബൈബിൾ ചുമക്കാൻ 5 പേര് വേണം, പേരും പ്രശസ്തിയും കാണിക്കാൻ 4 പേര് വേണം. അങ്ങനെ ഇരിക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ തന്നെ പരസ്യകോലമാക്കി ഇറങ്ങി വന്ന് എനിക്ക് വേണ്ടി മരിച്ച അരിമനാഥനും, ഇന്ന് രാത്രി തിരുവനന്തപുരത്തൊരു പുതിയ സുവിശേഷീകരണത്തിന്റെ നിലവാരം പുറത്തു വരട്ടെ. കേരള സംസ്ഥാനത്തിൽ മറഞ്ഞുപോയ സുവിശേഷീകരണത്തിന്റെ ഒരു പുതിയ മുഖച്ഛായ വരട്ടെ. പണത്തിനും പ്രശസ്തിക്കും പ്രതാപത്തിനും തലവെച്ചു കൊടുക്കാത്ത ഒരു തലമുറ പെന്തിക്കോസ്തിൽ എഴുന്നേൽക്കട്ടെ. തിരിച്ചു പിടിക്കാൻ നഷ്ടപ്പെട്ടു പോയ ഗ്ലോറിയ ഭാരതത്തിനകത്ത് ഇന്ന് രാത്രി തയ്യാറുള്ളവനാണോ? ഗുരു വിളിക്കുന്നു നിന്നെ, യേശു നിന്നെ വിളിക്കുന്നു. വെട്ടിപ്പിടിക്കുന്നതല്ല ആത്മീയം, വിട്ടുകൊടുക്കുന്നതാണ് ആത്മീയം എന്നൊരു വെളിപ്പാടുള്ളവൻ എഴുന്നേൽക്കട്ടെ. കയറി വന്നപ്പോ ഒരു സൈക്കിളായിരുന്നു, ഇന്ന് BMW കാറുണ്ട് എന്ന് പറയുന്ന ഒരു തലമുറയല്ല. അമേരിക്കൻ ഐക്യനാടുകളിൽ ജീവിച്ചിരുന്ന ഒരു അഭിഷിക്തനുണ്ട്, CT സ്റ്റഡ്. 100 റൂമുകൾക്കകത്ത് ജനിച്ചവനാ. എന്നാൽ ആഫ്രിക്കയിലെ നൈജീരിയയിൽ ഒറ്റ റൂമിനകത്ത് ആ മനുഷ്യൻ ജീവിച്ചു. ഇന്നുള്ള മോഡേൺ വ്യക്തികൾ വിളിച്ചു പറയും, കൃപ നഷ്ടപ്പെട്ടവനാണ്. 100 ഉണ്ടായിരുന്നിട്ട് കളഞ്ഞിട്ട് 1 ഇറങ്ങിയവനാണ്. കാര്യം അങ്ങനെ കാണിച്ചു കൊടുക്കുന്ന ഒരാളില്ല നമുക്ക്. എൻ്റെ കൂടെ ഉണ്ടോ? അങ്ങനെ കാണിച്ചു കൊടുക്കുന്ന ആളില്ല. ഞാൻ തുടങ്ങിയപ്പോൾ സൈക്കിളായിരുന്നു ബ്രദറെ, ഇപ്പോൾ മറ്റേ കാറ് കിട്ടി എന്ന് കാണിച്ചു കൊടുക്കുന്ന ആളേ ഉള്ളൂ. തിരിച്ചു പിടിക്കും പെന്തിക്കോസിനെ, തിരിച്ചു പിടിക്ക. പണത്തിനും പ്രശസ്തിക്കും തലവെച്ചു കൊടുക്കാത്തൊരു തലമുറ എഴുന്നേൽക്കട്ടെ. കേരളത്തിൽ ഗുരു വിളിക്കുന്നു, സുവിശേഷത്തിനായി വിളിക്കുകയാണ്. ഭാരതം വിടിവിക്കപ്പെടണമെന്നൊരു ആഗ്രഹത്തോടെ എഴുന്നേൽക്കാൻ സ്വർഗം നമ്മളെ സഹായിക്കട്ടെ. ഫസ്റ്റ് ചങ്ക് പൊട്ടിപ്പോയ അനുഭവങ്ങളുണ്ട് ഒരുപാട്. നോർത്ത് ഇന്ത്യയിൽ അറിയാം, ഇവിടെ ഇരിക്കുന്ന അഭിഷിക്തന്മാർ പലരും യാത്ര ചെയ്യുന്നവരാണ്. പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറയട്ടെ, ഗോരഖ്പൂർ എന്ന് പറയുന്ന ഉത്തർപ്രദേശിൽ ഒരു സ്ഥലമുണ്ട്. ഗോരഖ്പൂരിൽ മഹാരാജ് ഗഞ്ച് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. നേപ്പാളിൻ്റെ ബോർഡറിലാണ്. അവിടെ നിന്ന് 30-32 കിലോമീറ്റർ കഴിഞ്ഞ് ബോർഡർ കയറുന്ന സ്ഥലത്ത്. അവിടെ ഗോരഖ്പൂരിൽ മീറ്റിംഗ് നടക്കുമ്പോൾ അവിടെ നിന്ന് ഒരു വ്യക്തി
ഭിക്ഷയാചിക്കാൻ വേണ്ടി 30 കിലോമീറ്റർ ദൂരത്തിൽ നിന്ന് ഭിക്ഷക്കാരുടെ യൂണിയനിൽ നിന്ന് ഈ മനുഷ്യനെ പറഞ്ഞു വിട്ടു മീറ്റിങ്ങിൽ ഭിക്ഷയാചിക്കാൻ. 3 ദിവസം മീറ്റിംഗ് നടക്കുവാണ്. ഞാൻ ആ സ്റ്റേജിൽ ഇട്ടുകൊണ്ട് ഞങ്ങൾ നടുക്ക് റാമ്പൊക്കെ ഇടും. ആയിരക്കണക്കിന് ആൾക്കാരുള്ളതുകൊണ്ട് നോർത്ത് ഇന്ത്യയിൽ കൈവച്ചൊക്കെ പ്രാർത്ഥിക്കാൻ എളുപ്പത്തിന് വേണ്ടി. അപ്പോൾ ഈ മനുഷ്യൻ ഞാൻ നോക്കിയപ്പോൾ 3-ാമത്തെ ദിവസം പ്രസംഗം കഴിഞ്ഞിട്ട് സാക്ഷ്യത്തിന് വിളിച്ചപ്പോൾ ക്യൂ ആയിട്ട് ആൾക്കാർ നിൽക്കുമ്പോൾ ഈ മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് കുറേ ചില്ലറ കൊണ്ടുവന്ന് സ്റ്റേജിൻ്റെ ഒരു ഭാഗത്ത് ഇട്ടിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. ഞാൻ നോക്കി ചില്ലറ കൊണ്ടെന്തിനാണ് എവിടെ ഇടുന്നത്. ഞാൻ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഇദ്ദേഹം സ്റ്റേജിൽ കയറി വന്നിട്ട് ഒരു തോർത്തിങ്ങനെ കൈ പിടിച്ചിട്ടുണ്ട്. വന്നിട്ട് പറയുവാണ്, എനിക്ക് സാക്ഷ്യം പറയണം. അദ്ദേഹം പറഞ്ഞിരുന്നൊരു മേ ബിക്കാരി ആത്മീ ഹേ, ഞാനൊരു യാചകനാണ്. എവിടെ നിന്നാണ് വന്നേ? അദ്ദേഹം പറഞ്ഞു, ഞാൻ നേപ്പാൾ ബോർഡറിൽ നിന്ന് വന്നതാ, ഭിക്ഷയാചിക്കാൻ വന്നതാ. ഞങ്ങളുടെ യൂണിയിൽ നിന്ന് ഇവിടെ ഒരു സത്സംഗം നടക്കുന്നു, ഭജന നടക്കുന്നു എന്ന് പറഞ്ഞ് എന്നെ പറഞ്ഞു വിട്ടതാ ഭിക്ഷയാചിക്കാൻ. ഞാൻ വന്ന് 3 ദിവസവും ഭിക്ഷയാചിച്ചു. ഇവിടെ തന്നെ ആഹാരം വെച്ച് താമസിക്കുകയാണ്. ഈ ദിവസം മീറ്റിംഗ് നടന്ന് ലാസ്റ്റ് യാചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവസാന പ്രാർത്ഥനയിൽ എൻ്റെ കയ്യിൽ ഒരു ട്യൂമർ ഉണ്ടായിരുന്നു, നാരങ്ങയുടെ വലിപ്പം ഉണ്ടായിരുന്നു. പക്ഷേ യേശു തൊട്ട് സൗഖ്യമാക്കിയത്. ഭിക്ഷയാചന നിർത്തി ആ ചില്ലറയെല്ലാം കൊണ്ട് ഇവിടെ ഇട്ടിട്ട് മനുഷ്യൻ വന്ന് പറയുക, യേശു എന്നെ സൗഖ്യമാക്കി, നിങ്ങൾക്ക് എൻ്റെ സ്ഥലത്ത് ഒരു മീറ്റിംഗ് നടത്താൻ പറ്റുമോ? ഒരു യാചകൻ്റെ കയ്യിൽ ട്യൂമർ പോയപ്പോൾ ആദ്യത്തെ കിട്ടിയ വെളിപ്പാട് കൺവെൻഷൻ നടത്തണമെന്ന്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ അകത്തിരിക്കുന്ന എത്ര എണ്ണം കൺവെൻഷൻ നടത്തണം അല്ലേ? ശരിയല്ലേ? ഞാൻ ചോദിച്ചു, ആര് വരും മീറ്റിങ്ങിന്? ഇല്ലേ, ആര് പോയി പറയും? അത് പറയും, ഞാൻ പോയി പറയുമെന്ന്, എൻ്റെ കയ്യിലെ ട്യൂമറെ യേശു സൗഖ്യമാക്കിയെന്ന്. യേശു ആരെന്നറിയത്തില്ല. ഭിക്ഷയാചിക്കാൻ വന്ന മനുഷ്യൻ വന്നിട്ട് ആദ്യത്തെ വെളിപ്പാടാ കിട്ടിയ ഉടനെ ഞാൻ പോയി പറയുന്നു. ഞാൻ ചോദിച്ചു, ആര് കേൾക്കാൻ വരും? എൻ്റെ ഗ്രാമത്തിൽ 450 ഭിക്ഷക്കാരുണ്ട്, അവർ കേൾക്കാൻ വരുമെന്ന്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ബെഗേഴ്സ് കൺവെൻഷൻ ചെയ്തത്. യാചകർക്ക് വേണ്ടി കൺവെൻഷൻ നടത്തി. ഞാൻ പറഞ്ഞു, സ്റ്റേജൊന്നും കൊണ്ടുവരാൻ പറ്റത്തില്ല, ഞങ്ങൾ വരാം. അങ്ങനെ ടെമ്പോ ട്രാവലറിൽ ഞങ്ങൾ യാത്ര ചെയ്ത് മഹാരാജ്ഗഞ്ച് എന്ന സ്ഥലത്തെത്തി മീറ്റിംഗ് നടത്തി. എന്നെ ഞങ്ങൾ അതിശയിപ്പിക്കുന്ന ഒരു കാഴ്ച കണ്ടു. ആ വീട്ടിൽ അത് അവരുടെ ഭിക്ഷക്കാരുടെ കട്ടിലൊക്കെ കൊണ്ടുവന്ന് കട്ടിലൊക്കെ എടുത്തിട്ടിട്ട് അവർ വിചാരിച്ചു റാമ്പൊക്കെ ഇട്ടാലേ പ്രസംഗിക്കുള്ളൂ എന്ന് പറഞ്ഞ് ഒരു കട്ടിലെടുത്ത് റാമ്പായിട്ട് ഇട്ടിട്ടുണ്ട്. ഫ്രണ്ടിൽ കുഞ്ഞു കുഞ്ഞു ബാറ്ററി ബൾബുകൾ തൂക്കിയിട്ടിരിക്കുക. ഞാൻ അവിടെ നിന്ന് ഈസു മസീ സിന്ദാ ഹേ, ഈസു മസീ അച്ചാ ഖുദാ ഹേ, ഈസു മസീ ഫിർ സേ ആനെ വാലാ ഹേ, യേശു നല്ല ദൈവമാണ്, യേശു ജീവിക്കുന്ന ദൈവമാണ്, യേശു വീണ്ടും വരുന്ന കർത്താവാണെന്ന് പ്രസംഗിച്ചപ്പോൾ ആൾക്കാരൊക്കെ എങ്ങനെ ഇരിക്കും, എന്തോ ഈ പറയുന്നതെന്ന്. പക്ഷേ അത്ഭുതമെന്ന് പറയട്ടെ, അടുത്ത വർഷം ഞങ്ങൾ അവിടെ പോയപ്പോൾ വീണ്ടും കർത്താവ് വേറെ ദൈവദാസന്മാരെ അവിടെ അയച്ചു. ആ ദേശത്തിന് ശേഷം ഒരു അഭിഷിക്തൻ അവിടെ പോയി ഒരു മീറ്റിംഗ് ആരംഭിച്ചു. 100 പേരടങ്ങുന്ന ഒരു സഭ അവിടെ ഉണ്ടായി ഭിക്ഷക്കാരുടെ ഇടയിൽ. അർത്ഥം എന്നാണെന്നറിയോ? സുവിശേഷത്തിന് ജനത്തെ വിടുവിപ്പാൻ കഴിയും. സുവിശേഷം ആവശ്യമാണ്. ഇന്ന് രാത്രികാലം ഗുരു വിളിക്കുകയാണ്, മടങ്ങി വരാൻ വിളിക്കുകയാണ്. ചില അതിരുകളെ പൊട്ടിച്ച് തമ്പുരാന് വേണ്ടി പ്രയോജനപ്പെടുവാൻ നിയോഗത്തെ ചുമക്കുന്ന ചില വ്യക്തികളെ സ്വർഗം ആഗ്രഹിക്കുകയാണ്. ഇന്ന് രാത്രി ഞാനിതാ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? നിങ്ങളുടെ മേൽ ആ നിയോഗത്തെ പരിശുദ്ധാത്മാവ് പകരാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഒരു സൗഖ്യം നടത്താൻ മാത്രമല്ല, നമ്മൾ നേരത്തെ കേട്ടതുപോലെ സുവിശേഷം നിന്നെ മാന്യനാക്കുക മാത്രമല്ല, നിന്റെ അതിരുകളെ വിസ്താരമാക്കുക മാത്രമല്ല, നിന്നെ ഒരു അത്ഭുത വിഷയമാക്കി ദൈവം മാറ്റാൻ പോവുകയാണ്. എല്ലാം തീർന്നു എന്ന് പറയുന്ന അനുഭവത്തിൽ നിന്ന് പുതിയ ഒരു അനുഭവത്തെ സ്വർഗം തുറക്കാൻ പോവുകയാണ്. ഇവിടെ ഞാൻ ഇങ്ങനെ പറഞ്ഞത് ഇവിടെ അവസാനിപ്പിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായത്തിൽ ലാസർ മരിച്ചുപോയ ഒരു സ്റ്റോറി ആയിരുന്നു, കഥയായിരുന്നു. നാറ്റം വെച്ച അനുഭവത്തിൽ മരിച്ചുപോയി, മ്ലാനമായ അനുഭവത്തിൽ യേശു വന്നില്ല. എന്നാൽ മരിച്ച് 4 ദിവസമായി നാറ്റം വെച്ചവനെ തേടി തമ്പുരാൻ വന്നിട്ട് കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യം, അതിനു മുമ്പ് കൂടെ നടക്കുമ്പോൾ തന്നെ എങ്ങോട്ട് പോകുന്നു എന്ന് ശിഷ്യന്മാർ ചോദിക്കുമ്പോൾ തമ്പുരാൻ പറഞ്ഞു, എൻ്റെ സ്നേഹിതൻ ഉറങ്ങിക്കിടക്കുക, എഴുന്നേൽപ്പിക്കാൻ പോവാന്ന്. ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു, മരിച്ചവനെ പേര് പറഞ്ഞ് വിളിച്ച ഒരേ ഒരാളേ ഉള്ളൂ നാസറിനെ യേശു. ഡെഡ് ബോഡിയെ പേര് പറഞ്ഞ് വിളിച്ച ഒരുവനേ ഉള്ളൂ യേശു. ഇന്ന് അനുബ്രദർ ഇവിടെ മരിച്ചു കിടന്നാൽ ആരും അനുബ്രദർ എവിടെ കിടക്കുന്നു എന്ന് ചോദിക്കത്തില്ല. മരിച്ചു കിടക്കുന്ന ഡെഡ് ബോഡി എവിടെ, എപ്പോഴാണ് ഡെഡ് ബോഡി കൊണ്ടുവരുന്നത്, എപ്പോഴാണ് ഡെഡ് ബോഡി എടുക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. തമ്പുരാൻ മരിച്ചുപോയവനെ ഉയർപ്പിക്കാൻ പോയപ്പോൾ തമ്പുരാൻ്റെ ചോദ്യം എന്നാന്നറിയോ? അവനെ വെച്ചത് എവിടെയാന്ന്. ബോഡി എവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചില്ല. കാരണം ഉയർപ്പിന് ശക്തിയുള്ളവൻ സംസാരത്തിനകത്ത് ജീവൻ വ്യാപരിക്കും. ഇന്ന് രാത്രി അവൻ്റെ വിളിക്ക് നീ പ്രതികരിച്ചാൽ നിന്റെ മേൽ നിർജീവമായ അവസ്ഥകൾക്ക് ജീവൻ വ്യാപരിക്കും. ആ ദൈവമായ ഒരു കൂടിക്കാഴ്ചയ്ക്ക് നീ തയ്യാറായാൽ ഇന്ന് രാത്രി ജീവൻ നിന്റെ മേൽ വ്യാപരിക്കട്ടെ. കാരണം എന്നാന്നറിയോ? ഞാൻ പറയും, റിസറക്ഷൻ എന്ന് പറയുന്നത്, ഉയർപ്പ് എന്ന് പറയുന്നത് ഒരു സംഭവമല്ല.
പണ്ട് ഒരു പാരമ്പര്യ കുടുംബത്തിൽ ജനിച്ച് പാരമ്പര്യമായി ഒരു സഭയിൽ ആരാധിക്കുന്ന സമയത്ത് ഞാൻ ചിന്തിച്ചു, ഉയർപ്പ് ഞായറാഴ്ച മാത്രമാണുള്ളത്. ആ ഉയർപ്പിൻ്റെ ഞായറാഴ്ച അന്ന് രാവിലെ 4 മണിയാകുമ്പോൾ ചർച്ചുകളിൽ ഘോഷയാത്രയുണ്ട്, മനോഹരമായ അനുഭവമുണ്ട്. പക്ഷേ എനിക്കൊരു കാര്യം മനസ്സിലായി, ഉയർപ്പ് എന്ന് പറയുന്നത് വർഷത്തിൽ ഒരിക്കൽ കൊണ്ടാടാനുള്ള സംഭവമല്ല. എൻ്റെ ബർത്ത്ഡേ ഒരു സംഭവമാണ്, വെഡിങ് ആനിവേഴ്സറി സംഭവമാണ്, ജീവിതത്തിൽ നടക്കുന്ന മറക്കാൻ പറ്റാത്ത ദിവസങ്ങൾ ഒരു സംഭവമാണ്. പക്ഷെ ഉയർപ്പ് സംഭവമല്ല, ഉയർപ്പൊരു വ്യക്തിയാണ്. യേശു ഒരിക്കലും പറഞ്ഞില്ല നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വാ, നിന്നെ ഉയർത്താം അല്ലെങ്കിൽ ഉയർപ്പിക്കാം എന്നല്ല. ആമേൻ. പുനരുത്ഥാനം തരാമെന്നല്ല തമ്പുരാൻ പറഞ്ഞത്, ഞാൻ തന്നെ പുനരുത്ഥാനം. ഇന്ന് രാത്രി വിശ്വസിക്കാമെങ്കിൽ ചില ഉയർപ്പുകൾ സംഭവിക്കുകയാണ്. കമാൺ, ആമേൻ. വർഷത്തിൽ ഒരിക്കലല്ല, ഓരോ ദിവസവും നിന്നെ ഉയർത്താൻ. എവിടെയൊക്കെ പരാജയപ്പെട്ടു പോയെന്ന് പറഞ്ഞ് നിന്നെ രഹസ്യത്തിൽ പരസ്യത്തിൽ ആമേൻ ആരും അറിയാത്ത മേഖലയ്ക്കകത്ത് പരാജയപ്പെട്ടു പോയി, ചിന്താമണ്ഡലത്തിലോ പ്രവൃത്തിയിലോ വിചാരത്തിലോ പരാജയം കണ്ടുപോയവനെ വചനം ഇന്ന് രാത്രി ഉയർപ്പിക്കുകയാണ്. പുനരുത്ഥാനത്തിന്റെ ശക്തി നിന്നെ തൂക്കിയെടുക്കുകയാണ്. ആമേൻ, ഹല്ലേലൂയ. ചേറ്റിൽ നിന്ന് തൂക്കി ആമേൻ ക്രിസ്തു എന്ന പാറമേൽ ഉയർപ്പിപ്പാൻ ശക്തിയുള്ളവനുമായി ഒരു കൂടിക്കാഴ്ചയ്ക്ക് ഇന്ന് രാത്രി തയ്യാറായാൽ നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാൻ യേശുവിന് കഴിയും. ഹല്ലേലൂയ. പന്തലിനകത്തും പന്തലിന് പുറത്തും ഈ ശബ്ദത്തിന് പ്രതികരിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് പറയാൻ ഒന്നേ ഉള്ളൂ, ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു. ഹല്ലേലൂയ. മാർത്തയോട് വന്ന് തമ്പുരാൻ പറഞ്ഞു, വേഗത്തിൽ ഞാൻ പറഞ്ഞു വിടുവാണ്, മറിയോടും കർത്താവിന് പറയാൻ ഒന്നേ ഉള്ളൂ, അവനെ വെച്ചത് എവിടെ? ഹല്ലേലൂയ. വെച്ചയിടത്തേക്ക് കൊണ്ടുപോയി. ഞാനിങ്ങനെ വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. 11-ാമത്തെ അധ്യായം 40-ാമത്തെ വാക്യത്തിൽ തമ്പുരാൻ പറഞ്ഞു, ഹല്ലേലൂയ, നീ വിശ്വസിച്ചാൽ എൻ്റെ മഹത്വത്തെ കാണുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ? എവിടാ കാണുന്നത്? നീ നിർജീവമായി പ്രതീക്ഷ നഷ്ടപ്പെട്ട് കല്ലറയ്ക്കകത്ത് നോ എന്ന് പറഞ്ഞ വിഷയത്തിനകത്ത് അത് കാണും. ഞാൻ ആദ്യമായിട്ട് ഇസ്രായേലിൽ പോയപ്പോൾ എനിക്ക് ആവേശമുണ്ടാക്കിയ 2 സംഭവമായിരുന്നു. 2 കാര്യം ആവേശമുണ്ടാക്കിയെന്ന് പറയുന്നതിനേക്കാളും എനിക്ക് ആഗ്രഹമായിരുന്നു അത് കാണാൻ. ഒന്ന്, യേശു ഉയർപ്പിച്ച കല്ലറയും. 2, യേശു ഉയർത്ത കല്ലറയും, യേശുവിനെ വെച്ചിരുന്ന കല്ലറയും. യേശു വെച്ചിരുന്ന കല്ലറയിൽ പോയി ആദ്യം കണ്ടു. അവിടെ കല്ലുരുട്ടി മാറ്റി വെച്ചിട്ടുണ്ട്, ഒരു ഡോറ് പോലെ വെച്ചിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്, അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. എന്നാൽ യേശു ഉയർപ്പിച്ച ലാസറിൻ്റെ കല്ലറയിലും പോയി. അവിടുത്തെ ഒരു പ്രത്യേകത, അന്ന് വരെ പ്രസംഗിച്ചതുപോലെ അല്ലായിരുന്നു. അവിടെ പോയി കണ്ടപ്പോഴാണ് മനസ്സിലായത്. ഞാൻ വിചാരിച്ച സെല്ലാറ് പോലെ ബോഡി വയ്ക്കുന്ന പരിപാടിയായിരിക്കും. അല്ല, അവിടെ ഇങ്ങനെയാണ് പോയവർക്കറിയാം. ഒരു വലിയൊരു ഒരു വാതിലുണ്ട്, അത് തുറന്നു കഴിഞ്ഞിട്ട് വീണ്ടും ഇതുപോലെ പടിയുണ്ട്. അത് ഇങ്ങനത്തെ പടിയല്ല, റൗണ്ട് സ്റ്റെപ്പാണ്. 24 പടിയോളം കറങ്ങി താഴെ വരുമ്പോൾ വീണ്ടും അവിടെ ഒരു ഹോളുണ്ട്. അത് കഴിഞ്ഞിട്ട് മുട്ടിൽമേ നിന്ന് മാത്രമേ ഒരു വ്യക്തിക്ക് അകത്ത് പോയി ഇരിക്കാൻ പറ്റൂ. വേറൊരു വ്യക്തിയുടെ സഹായത്തോടെ ഡെഡ് ബോഡി കൊണ്ട് അകത്ത് വെച്ചിട്ട് തിരിച്ച് 24 പടിയും കയറി മേളി വരണം. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? ഞാൻ സത്യത്തിൽ 24-ാമത്തെ പടിയിൽ താഴെ ഇരുന്നിട്ട് ഒരു 1/2 മണിക്കൂർ ചിന്തിച്ചു. എൻ്റെ കൂടെ വന്ന ഗൈഡ് നാട്ടുകാരൊക്കെ പോയി, ഞാൻ അവിടെ ഇരിക്കുമായിരുന്നു. എൻ്റെ ചിന്ത ഇതാ, എൻ്റെ കർത്താവേ, മേലെ വന്നിട്ട് ഡോർ കല്ലുരുട്ടി മാറ്റുമെന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ വിളിച്ചപ്പോൾ ഈ ലാസർ എങ്ങനെയാണ് പുറത്ത് വന്നതെന്ന്. എന്നാ വരവാ വന്നേ. ആമേൻ. ഇന്ന് രാത്രി പ്രതികരിക്കാൻ തയ്യാറാണെങ്കിൽ നിന്നെ ആ വരവിൽ പുറത്തു കൊണ്ടുവരുവാൻ ശക്തിയുള്ളതാണ് തമ്പുരാന്റെ വാക്ക്. ഇന്ന് രാത്രി വിശ്വസിക്ക്, പ്രതികരിക്ക്. നിന്റെ അവസ്ഥയ്ക്ക് ദൈവം ഭേദം വരുത്തിയിരിക്കും. ഒരു മനുഷ്യന്റെ സഹായമില്ലാതെ അകത്ത് കെട്ടപ്പെട്ടിരിക്കുന്ന ബോഡി പുറത്തു വരില്ല. പുറത്തു വന്നിട്ടാണ് തമ്പുരാൻ പറഞ്ഞ കെട്ടഴിച്ചു വിടാൻ. അങ്ങനെയെങ്കിൽ യേശുവിൻ്റെ ഒരൊറ്റ വാക്ക്, പുനരുത്ഥാനത്തിന്റെ ശക്തി വായിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ഒരു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നത് പോലെ അകത്ത് കിടന്ന ഡെഡ് ബോഡി പുറത്തു വന്നെങ്കിൽ ഇന്ന് രാത്രി നിയോഗമുള്ള ചിലതിനെ ദൈവം അങ്ങനെ വിളിച്ച് പുറത്തെടുക്കുകയാണ്. നിയോഗമുള്ള ചിലതിനെ ആത്മാവിന്ന് രാത്രി പുറത്തെടുക്കുകയാണ്. സത്യത്തിൽ പാസ്റ്റർ എന്നെ അതിശയിപ്പിച്ചു. അവിടെ പോയപ്പോ യേശുവിന്റെ കല്ലറ തുറന്നിരിക്കുന്ന പോട്ടെ, ലാസറിന്റെ കല്ലറ തുറന്നിരിക്കുവാണ്. 2025 വർഷമായിട്ട് ലാസർ പിന്നെ മരിച്ചില്ലയോ? മരിച്ചു. പക്ഷെ അടക്കിയത് വേറെ എടുത്താ. ഇവിടെ ഇത് തുറന്നു വെച്ചിരിക്കുക. എനിക്കൊരു കാര്യം മനസ്സിലായി, കർത്താവ് തുറന്നാൽ അത്രേ ഉള്ളൂ. ഇതിനകത്ത് വേറെ വ്യാഖ്യാനമൊന്നുമില്ല. ഒന്നേ ഉള്ളൂ, ദൈവം തുറന്നാൽ തുറന്നതാ. ചുമ്മാതെ പോലും അടയ്ക്കാൻ പറ്റില്ല. കമോൺ, കർത്താവ് ഒരു വാതിൽ തുറന്നാൽ അത് തുറന്നതാ. ഇന്ന് രാത്രി ആരോടോ തമ്പുരാൻ പറയുന്നു, ഞാൻ നിന്റെ ശവക്കുഴികളെ തുറക്കും. നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ എൻ്റെ ആത്മാവിനെ ഉള്ളിലാക്കും.
നിന്നെ ദേശത്ത് പാർപ്പിക്കും. ആഹാ, ദേശത്ത് നിന്ന് ഓടിക്കുമെന്ന് പിശാച് പറഞ്ഞാൽ സ്വർഗം നിന്നോട് പറയുന്നു, ഞാൻ നിന്നെ ദേശത്ത് പാർപ്പിക്കും. ലോകം ശവക്കുഴി തുറക്കുന്നത് നിന്നെ ചർച്ചാ വിഷയമാക്കാനെങ്കിൽ തമ്പുരാൻ ശവക്കുഴി തുറക്കുന്നത് നിന്നെ അത്ഭുത വിഷയമാക്കാനാ. ഇന്ന് രാത്രിയിൽ ഈ മൂന്നാമത്തെ രാത്രി സ്വർഗം ആരോഗ്യോ ആമേൻ ഒരു ചർച്ചാ വിഷയമല്ല, അത്ഭുത വിഷയമാക്കിയ. പിടിച്ചെടുത്തോ ആമേൻ. ലോകം നിന്നെ കുത്തി വേദനിപ്പിക്കുമ്പോൾ, നിന്നെ വേദനിപ്പിക്കുമ്പോൾ, ഇങ്ങനെ ഉണ്ടായിരുന്ന ഒരുവനെന്ന് പഠിക്കാൻ നോക്കുമ്പോൾ, പഠന വിഷയമാക്കുമ്പോൾ ദൈവം നിന്നെ അത്ഭുത വിഷയമാക്കുകയാണ്. ഒരു വാക്യം കൂടെ വായിച്ച് ഇന്ന് രാത്രി ഞാൻ അവസാനിപ്പിക്കാൻ പറ്റും. ഇന്ന് വായിക്കാം, ഒരു വാക്യം ഒന്ന് വായിച്ച് സഹായിക്കാമോ? ആമേൻ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോണേ. 2 യോഹന്നാൻ 12:2. ഈ മറിയയായിരുന്നു. അതിനെ 12. അവിടെ അവർ അവനൊരു അത്താഴം ഒരുക്കി. മാർത്ത ശുശ്രൂഷ ചെയ്തു. ലാസറോ അവനോട് കൂടെ പന്തിയിലിരുന്നവരിൽ ഒരുവനായിരുന്നു. എല്ലാവരും പറഞ്ഞ ലാസറോ. വീട്ടിൽ ബഹളം ഉണ്ടാക്കുമ്പോൾ പറഞ്ഞ ലാസറോ, ലാസറോ അവനോടുകൂടെ പന്തിയിൽ ഇരുന്നവരിൽ ഒരുവനായിരുന്നു. ആഹാ, 12-ാം അധ്യായത്തിൽ യേശുവിൻ്റെ കൂടെ പന്തിയിൽ ഇരിക്കുക. 12-ാമത്തെ അധ്യായത്തിൽ കല്ലറയ്ക്കകത്തിരിക്കുക. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? 11-ാമത്തെ അധ്യായത്തിൽ കല്ലറയിൽ 4 ദിവസം നാറ്റം വെച്ച് 12-ാമത്തെ അധ്യായത്തിൽ പന്തിയിലിരിക്കുക. ഞാൻ വിശ്വസിക്കുന്നു യേശുവിൻ്റെ കൂടെ പന്തിയിൽ ഇരുന്നപ്പോൾ ആരും യേശുവിനെ നോക്കിയില്ല. യേശുവുണ്ട്, യേശുവിനെ നോക്കുന്നില്ല. അടുത്തിരിക്കുന്ന ലാസറിനെ നോക്കിയ. ലാസർ ഇങ്ങനെ കോളറൊക്കെ ഒന്ന് ഷേക്ക് ചെയ്തിട്ട് പറയാം, ഞാൻ തന്നെ കേട്ടോ. കാര്യം അന്ന് മറ്റേ ടെലിഗ്രാഫും ഒന്നും ഇല്ല. ആമേൻ. ഇനിയാൾ മരിച്ചു ഉയർത്തെഴുന്നേരുന്നൊക്കെ പറഞ്ഞ് അറിഞ്ഞു വരാൻ സമയമെടുക്കും. ആമേൻ. ലാസർ മരിച്ചാണല്ലോ പറഞ്ഞു. ഇപ്പോൾ ഇവിടുന്ന് ചിക്കൻ ബിരിയാണി കഴിക്കുമെന്ന്, ചിക്കൻ ലെഗ് പീസ് എടുത്ത് ഫ്രൈ കഴിച്ചുകൊണ്ടിരിക്കുക. ഇവൻ ഈ ഫ്രൈ പൊക്കി പിടിച്ചിട്ട് പറയാ, കഴിഞ്ഞ ആഴ്ച ഞാൻ ഇതായിരുന്നു എന്ന്. കഴിഞ്ഞ ആഴ്ച ഇതുപോലെ ഇരുന്നതാ, നാറ്റം വെച്ച് ലെഗ് പീസായിട്ടിരുന്നതാ, ഒന്നിനും കൊള്ളാത്തവനായി നാറ്റം വെച്ചിരുന്നതാ. 12-ാമത്തെ അധ്യായത്തിൽ യേശുവിൻ്റെ കൂടെ പന്തിയിലിരിക്കുകയാണ്. കമോൺ എന്ന് പറഞ്ഞാൽ അറിയാത്തവന് കേട്ടോ, ഞാൻ തന്നെ ആ വ്യക്തിയെന്ന്. ശ്രദ്ധിച്ചോ? അങ്ങനെ തള്ളിക്കളഞ്ഞ ചിലതിനെ മാന്യ വിഷയമാക്കി പരിശുദ്ധാത്മാവ് തീർക്കാൻ പോകുന്ന സീസണാണ് 2026 ഈ കൺവെൻഷനിൽ ആത്മാവ് പ്രവചിക്കാൻ പറയുക. ദൂത് ഏറ്റെടുക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഏറ്റെടുത്തോ. നിന്റെ കളർ മാറാൻ പോവാ, നിന്റെ നിലവാരം മാറാൻ പോവാ, നീ മാന്യ വിഷയമുള്ളവരായി മാറാൻ പോകുക. തള്ളിക്കളഞ്ഞതിനെ മൂലക്കല്ലാക്കി തീർക്കുന്ന ദൈവശബ്ദം. ഞാൻ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. 12-ാമത്തെ അധ്യായത്തിൽ ലാസറേ, നിനക്കൊരു പന്തി ഉണ്ടെങ്കിൽ 4 അല്ല 40 ദിവസമാണെങ്കിലും നീ കല്ലറ വിടും. കല്ലറ വിടും എന്ന് പറഞ്ഞാൽ ഒരു കല്ലറയ്ക്ക് നിന്നെ ഒതുക്കാൻ പറ്റില്ല. ഇന്ന് രാത്രി വിളിയുള്ളവൻ കേട്ടോ, വിളിയുള്ളവൻ കേട്ടോ, നിയോഗം വീണവൻ കേട്ടോ. ഗുരുവിന് ഇന്ന് രാത്രി കർത്താവുമായി ഒന്ന് കണക്ട് ചെയ്യാൻ നീ തയ്യാറാണെങ്കിൽ, തമ്പുരാന്റെ വാക്കിന് പ്രതികരിക്കാൻ തയ്യാറാണെങ്കിൽ, എത്ര വലിയ പടുകുഴിക്കകത്ത് നീ വീണെന്ന് പറഞ്ഞാലും, എത്ര വൃത്തിഹീനനായി പോയെന്ന് പറഞ്ഞാലും, അവൻ ആരും അംഗീകരിക്കാത്തൊരു പാപി എന്ന് പറഞ്ഞാലും, നീ മകനാണ്. നിനക്കൊരു മടങ്ങി വരവ് ഇന്ന് രാത്രി സ്വർഗം തരികയാണ്. അത്ര നാശത്തിന്റെ അകത്ത് നീ കിടന്നാലും, ലോകം അറയ്ക്കുന്ന വൃത്തികേടിനാൽ നീ മൂടപ്പെട്ടിരുന്നാലും, ഇന്ന് രാത്രി വചനം നിന്നെ തിരിച്ചു പിടിക്കുമ്പോൾ തമ്പുരാന്റെ വിളി കേൾക്കാൻ നീ തയ്യാറാണെങ്കിലും, മനുഷ്യന്റെ മുമ്പാകെ തകർന്ന് തള്ളപ്പെട്ടു പോയി നിന്നെ ഒരു മാന്യവിഷയമാക്കി സ്വർഗം നിന്നെ തിരിച്ചു പിടിക്കാൻ ആഗ്രഹിക്കുന്നു. ആ വിളിക്ക് തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എല്ലാവർക്കും എഴുന്നേൽക്കാൻ പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രിയിൽ ആ വിളിക്ക് ഞാൻ വില കൊടുക്കുന്നു എന്ന് പറയുന്ന ഒരു കരമൊന്ന് ഉയർത്തുക. കരം ഉയർത്തിയവരെല്ലാവരും മുമ്പോട്ടൊന്ന് വരാവോ? ഒരു 5 മിനിറ്റ് ചേർന്നൊന്ന് പ്രാർത്ഥിച്ചിട്ട് പോവാം. നിങ്ങൾ ഇത്ര നേരം ബാക്കി നിൽക്കുകയല്ലായിരുന്നു, ഓടി വന്നേ. ഈ ഓൾട്ടർ കോൾ പാപി രക്ഷിക്കപ്പെടാനുള്ള ഓൾട്ടർ കോൾ എന്നല്ല, കർത്താവിൻ്റെ വിളിക്ക് ഞാൻ വില കൊടുക്കുവാണ്. അങ്ങനെ പറയുന്നത് ഓടി വന്ന് 2 മിനിറ്റ്. കണ്ണീരെല്ലാം തുടയ്ക്കും,
കൺമണി പോലെ കാക്കും, കണ്ണീരെല്ലാം തുടയ്ക്കും. ഓടി വന്നേ, ഓടി വന്നേ, എല്ലാവരും ഒന്ന് ഓടി വന്നേ. കർത്താവ് എന്നെ വിളിക്കുന്നു, ആ വിളിക്ക് ഞാൻ പ്രതികരിക്കുന്നു പറയുന്നവർ ഓടി വരും. അങ്ങോട്ട് ഒളിച്ചു നിൽക്കണ്ടേ, ഓടി വന്നേ. കാർമേഘം പോലെ കഷ്ടങ്ങൾ വന്നാലും കനിവോടെ നിന്നെ. മുമ്പോട്ട് മുമ്പോട്ട് വന്നാണ് കുഞ്ഞുങ്ങളെല്ലാം മുമ്പോട്ട് വന്ന് ഓടി വന്നേ. മേഘം പോലെ കഷ്ടങ്ങൾ. ഒരു അജയൻ എന്ന് പറയുന്ന പേരുള്ള ആരെങ്കിലും ഒരു അജയനെ പരിശുദ്ധാത്മാവ് തീർന്നു. അജയൻ എന്ന ഒരു പേരുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഓടി വന്നാൽ നിങ്ങളുടെ മേലൊരു നിയോഗം വെളിപ്പെടുന്നു. ഒരു അജയനെ പരിശുദ്ധാത്മാവ് തോന്നുന്ന കർത്താവിനോട് പറയും, നിങ്ങളെ യേശു ഒരുപാട് സ്നേഹിക്കുന്നു. ഈ ശബ്ദപരിധിയിൽ അജയൻ എന്ന പേരുമായി ബന്ധപ്പെട്ട് കർത്താവിന്റെ കരം ഇന്ന് രാത്രി ആരെ തൊടുകയാണ്. യേശുവിനെ ഒരു ജയകരമായി മാറ്റാൻ ആഗ്രഹിക്കുന്നു. ഈ പേരുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ മുമ്പോട്ട് കടന്നു വരണം. മനക്ലേശം നേരിടുമ്പോ ബലം നിനക്കു നൽകും. മനക്ലേശം നേരിടുമ്പോ ബലം. അവനൻ വെളിച്ചവും, അവനൻ വെളിച്ചവും രക്ഷയുമാകയ താമസമെന്നെ നീ വന്നിടുവോ. അവനൻ വെളിച്ചവും രക്ഷയും താമസമെന്നെ നീ വന്നിടുക. യേശു വിളിക്കുന്നു, യേശു വിളിക്കുന്നു. ആമേൻ. സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു. ഒരു മിനിറ്റ് കൂടെ തരികയാണ്. ഇനി ആരെങ്കിലും മുമ്പോട്ട് കടന്നു വരാനുണ്ടോ? നിങ്ങൾ എടുക്കുന്ന തീരുമാനം നിങ്ങളെ ഡെസ്റ്റിനിയെ മാറ്റി. വിശ്വാസത്തിന്റെ ഒരു സ്റ്റെപ്പ് നീ മുമ്പോട്ട് വെച്ചാൽ നിന്റെ ഡെസ്റ്റിനി മാറിയിരിക്കുന്നു. വൺ മോർ ടൈം. ഒരു മിനിറ്റ് കൂടെ പ്രതികരിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓടി വാ മുമ്പോട്ട്. അങ്ങോട്ടിനോട് നോക്കരുത്. എന്റെ മേൽ ആ നിയോഗം വീഴണം. ഞാൻ വന്നതുപോലെ തിരിച്ചു പോകില്ല. അങ്ങോട്ടിനോട് നോക്കരുത്. ആരെ നോക്കരുത്. എല്ലാ കണ്ണുകളും അടഞ്ഞിരിക്കട്ടെ. ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓടി വാ മുമ്പിൽ. I know Jesus is calling you. യേശു നിന്നെ വിളിക്കുന്നു. ഇനി ആരെങ്കിലും ഉണ്ടോ? ആരും അങ്ങോട്ട് നോക്കരുത്. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓടി വാ. യേശു ഇന്ന് രാത്രി നിന്നെ വിളിക്കുകയാണ്. നിങ്ങളുടെ പേരിൽ അസാധാരണമായി നിയോഗത്തെ പകരാൻ, നഷ്ടപ്പെട്ടു പോയ കൃപാവരത്തെ മടക്കി തരാൻ, നഷ്ടപ്പെട്ടു പോയ ആത്മീയജീവിതത്തെ മടക്കി തരാൻ, നഷ്ടപ്പെട്ടു പോയ കർത്താവിനോടുള്ള ഭക്തിയുള്ള ലൈഫിനെ തിരിച്ചു തരാൻ, നിന്നെ ഒരു അത്ഭുത വിഷയമാക്കാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. Is there anyone? Last call. ഇന്ന് രാത്രി ആരെങ്കിലും പ്രതികരിക്കുന്നെങ്കിൽ ഓടി വന്നേ. പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അതിന് മുന്നേ ആരും അങ്ങോട്ട് നോക്കരുത്. വെരി വൈറ്റൽ ടൈം, വൈറ്റൽ ഡിസിഷൻ. ഞാൻ ഇനി ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നതിനകത്ത് വലിയ കാര്യമുണ്ട് കേട്ടോ. മുമ്പോട്ട് നടന്നു വന്നാൽ എന്തെങ്കിലും സംഭവിക്കുമെന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനെ പറയാനൊന്നും അറിയില്ല. എൻ്റെ ലൈഫിൽ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു CSA പള്ളിയിൽ ജനിച്ച് വളർത്തപ്പെട്ട് അപ്പൻ സെക്രട്ടറി ആയിരുന്നു. BBSൻ്റെ ദിവസം ഒരു രാത്രിയിൽ, അവസാനത്തെ ദിവസം ഉച്ചയ്ക്ക് ഡയറക്ടർ പറഞ്ഞു, ആരെങ്കിലും യേശുവിന് വേണ്ടി ജീവിതം സമർപ്പിച്ച് സുവിശേഷ വിലയ്ക്ക് വേണ്ടി, എന്താണ് സുവിശേഷ വില എന്ന് അറിയത്തില്ലായിരുന്നു, സമർപ്പിക്കാൻ ആരെങ്കിലും ഉണ്ടോ ചോദിച്ചു. ഒറ്റ വ്യക്തി കൈ ഉയർത്തിയില്ല. ഞാൻ വിചാരിച്ചു സെക്രട്ടറിയുടെ മോനെങ്കിലും കൈ ഉയർത്തിയില്ലേ മോശമല്ലയോ. ഏറ്റവും ബാക്കി നീക്കുക ഞാൻ പറഞ്ഞു ഞാനുണ്ടെന്ന് ചുമ്മാ കൈ ഉയർത്തി. എല്ലാവരും കാണാൻ വേണ്ടി നോക്കിയതാണ് ബാക്കിൽ നിന്നിട്ട്. ഞാൻ വിചാരിച്ചില്ല ഈ മനുഷ്യനെ മുമ്പോട്ട് വിളിക്കുന്നു. ഡയറക്ടർ പറഞ്ഞു ഫിലിപ്പ് സാറാണ്, ചൈൽഡ് ഇവാഞ്ചലിസം ഫെലോഷിപ്പ്, ഇന്ന് ഓർക്കുന്നു അദ്ദേഹത്തെ. ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ഏറ്റവും ബാക്കിൽ നിന്ന് എന്നെ വിളിച്ചു. ഞാൻ വിചാരിച്ചു എൻ്റെ കർത്താവേ പോകാതിരിക്കാനും വയ്യ. അന്ന് ഞാൻ ചെറിയൊരു ട്രൗസർ, ചെറിയൊരു നിക്കറിട്ടിരുന്നു.
ബെൽറ്റ് ഇടാൻ മറന്നുപോയി. ഭയങ്കര ലൂസായിരുന്നു. എൻ്റെ മോൻ്റെ പ്രായമുണ്ടതോ ഇപ്പോൾ ഉണ്ട്. അവൻ്റെ പ്രായമുള്ളൂ, നിൻ്റെ പ്രായത്തില്ല കേട്ടോ. ഞാൻ ഇങ്ങനെ ഒന്ന് പൊക്കി പിടിച്ചു. ഒരു വള്ളി ഇങ്ങനെ ഒന്ന് പൊക്കി പിടിച്ചിട്ട് മറ്റേ കൈ ഇങ്ങനെ ഒന്ന് ഉയർത്തി, കരി ഊരി പോകാൻ പറ്റില്ലല്ലോ, ഉയർത്തിയിട്ട് ഇങ്ങനെ ഞാൻ വന്നു. എല്ലാവരും നിന്ന് ചിരിക്കുമായിരുന്നു. ഞാൻ മുമ്പോട്ട് വന്നു. അന്ന് മൈക്ക് സ്റ്റാൻഡിൻ്റെ ഏറ്റവും അറ്റത്തുള്ള ഹൈറ്റ് പോലും എനിക്കില്ല. ഞാനിങ്ങനെ 2 വിരലിങ്ങനെ നിന്നിട്ട് ഞാനിങ്ങനെ പറഞ്ഞു, ഞാൻ യേശുവിന് വേണ്ടി എൻ്റെ ജീവിതം സമർപ്പിക്കുന്നു. അദ്ദേഹം പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ ആ മനുഷ്യൻ നിന്ന് കരയുന്നുണ്ട്. എല്ലാവരും ചിരിച്ചു കളിച്ചങ്ങ് വിട്ടു. പക്ഷെ അന്നെടുത്തൊരു തീരുമാനമാണ്, ഇന്ന് രാജ്യങ്ങൾക്ക് അനുഗ്രഹമാക്കി കർത്താവ് എന്നെ മാറ്റി. വാട്ട് ഈസ് യുവർ നെയിം എന്ന് ചോദിച്ചാൽ മൈ നെയിം ഈസ് അനു ജേക്കബ് എന്ന് എനിക്ക് പറയാൻ അറിയാത്ത തന്നെ 74 രാജ്യങ്ങൾ യേശു എന്നെ നിർത്തി. 10,000 ആളുകളുടെ മുമ്പിൽ സുവിശേഷമായിട്ട് നിർത്തി. സുവിശേഷത്തെക്കുറിച്ച് ലജ്ജയിലെന്ന് തൻ്റെ ഇടത്തോടെ പറയാൻ ദൈവം നിർത്തി. ഇന്ന് രാത്രി നിൻ്റെ ദിവസമാകട്ടെ. ദിസ് ഈസ് എ വെരി പ്രൊഫറ്റിക്കൽ ടൈം. ഇതൊരു വളരെ പ്രൊഫറ്റിക്കൽ, ഞാൻ പറഞ്ഞല്ലോ, ഭയങ്കര ഒരു കൂടിക്കാഴ്ചയാണ്. ഈ അഭിഷിക്തന്മാരെ ഞാനിവിടെ കാണുമെന്ന് വിചാരിച്ചില്ല. ഇതൊരു ഭയങ്കര ഒരു ഇരുമ്പിന് മൂർച്ച കൂട്ടുന്നു എന്ന് വചനം പറയുന്ന പോലത്തെ ഒരു ഷാർപ്പണിങ് ടൈമാണ്. അവസാനമായിട്ട് ഞാൻ ഒരു കോളിംഗ് തരാൻ ആരെങ്കിലും ഉണ്ടോ ഇന്ന് രാത്രി പ്രതികരിക്കാൻ? ഐ വാണ്ട് ടു ഗിവ് മൈ ലൈഫ്. ഞാൻ സുവിശേഷത്തിനായി ഉണ്ടെങ്കിൽ ഓടിവാ. കർത്താവ് നിന്നോട് സംസാരിക്കുന്നെങ്കിൽ ഓടിവാ. ലാസ്റ്റ് മിനിറ്റ്, വണ്ടർഫുൾ. അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കി നിൽക്കാതെ ഓടിവാ. സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി യേശുവിൽ. എല്ലാ കണ്ണുകളും ദൈവസ്ഥലത്തിൽ അടഞ്ഞിരിക്കട്ടെ. ഇന്ന് രാത്രിയിൽ യേശുവേ, കർത്താവിന്റെ വാക്ക് കേട്ട് കർത്താവിനായി ജീവിതത്തെ ഏൽപ്പിച്ച് സുവിശേഷത്തിന് വേണ്ടി ദൈവശബ്ദമായി മാറുവാനായി സാഹചര്യങ്ങൾ നോക്കാതെ, ആൺ പെണ്ണെന്ന വ്യത്യാസം നോക്കാതെ, കഴിവും കുലമഹിമയും പണവും പ്രശസ്തിയും വിദ്യാഭ്യാസവും ഒന്നും നോക്കാതെ യേശുവിനോട് നിൽക്കുവാൻ കർത്താവിന്റെ വിളി കേട്ട് സ്റ്റെപ്പ് എടുത്തിരിക്കുന്ന സകലരുടെ മേലും അസാധാരണമായ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ഇന്ന് രാത്രി ഇവരെടുത്ത തീരുമാനത്തിന് മേൽ പരിശുദ്ധാത്മാവ് അറ്റസ്റ്റ് ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം. അസാധാരണമായ ദൈവപ്രവൃത്തികൾ ഇന്ന് രാത്രി ഉണ്ടാകട്ടെ. ഈ തീരുമാനത്തിന്റെ മേൽ ഉറച്ചു നിൽക്കാൻ, പ്രാർത്ഥനയിൽ ശക്തിപ്പെടാൻ, ആത്മാവിന്റെ എരിവോടെ നിൽപ്പാൻ, വചനത്തിന്റെ ആഴങ്ങൾ ആമേൻ വിശുദ്ധിയോടെ തമ്പുരാനോട് നിൽക്കാൻ പരിശുദ്ധാത്മാവ് ഒരു കൂട്ടത്തെ, ഒരു തലമുറയെ ദൈവത്തിന് വേണ്ടി വേർതിരിക്കുവാൻ ഈ അഭിഷിക്ത ഗണങ്ങളെ സ്വർഗം തിരഞ്ഞെടുത്തിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ പ്രവചിക്കുന്നു, മുമ്പന്മാർ പിൻപന്മാരും പിൻപന്മാർ മുമ്പന്മാരുമാകുന്ന ഒരു സീസൺ ഈ വെറ്റിക്കോണത്ത് വെളിപ്പെടുകയാണ്. ഈ 11-ാമത്തെ മാസം യോഹന്നാൻ 11 നാറ്റം വെച്ച അനുഭവങ്ങൾ അവസാനിച്ച് യോഹന്നാൻ 12 ജയത്തിന്റെ കാലഘട്ടത്തെ പരിശുദ്ധാത്മാവ് ചില വ്യക്തികളുടെ മേൽ തുറന്നതിനായി സ്തോത്രം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഇവരുടെ ലൈഫിൽ പുതിയ സീസണെ ഞങ്ങൾ ഓപ്പൺ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി രോഗികളായി വന്നവർ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അസാധാരണമായ സൗഖ്യങ്ങൾ നടക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ റുമാറ്റിക് ആർത്രൈറ്റിസ്, സന്ധിവാതങ്ങൾ സൗഖ്യമാകുന്നു. യേശുവിന്റെ നാമത്തിൽ സൗഖ്യങ്ങൾ നടക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. അസാധാരണമായ സൗഖ്യങ്ങൾ നടക്കട്ടെ. രോഗമുള്ള വ്യക്തികൾ, രോഗമുള്ള ബാധകളുടെ കരങ്ങൾ വെക്കാം. യേശു നിങ്ങളെ സൗഖ്യമാകുന്നു. വിശ്വസിച്ച് കൈവച്ചോ. സൗഖ്യങ്ങൾ നടക്കുകയാണ്. സൂപ്പർ നാച്ചുറൽ ഹീലിംഗുകൾ നടക്കട്ടെ. അത്ഭുത സൗഖ്യങ്ങൾ നടക്കട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കാഴ്ചയില്ലാത്ത കണ്ണുകൾ കാഴ്ച പ്രാപിക്കട്ടെ. കാത് കേൾക്കാൻ പറ്റാത്തവർ യേശുവിന്റെ നാമത്തിൽ കാതുകൾ തുറക്കട്ടെ. സൂപ്പർ നാച്ചുറൽ ഹീലിംഗ്സുകൾ ആമേൻ. യേശുവിന്റെ നാമത്തിൽ ഡിസ്ക് കോംപ്ലിക്കേഷൻസ്, പ്രൊലോങ്ങേഷൻ, ഡിസ്ക് ആമേൻ, സ്ലിപ്പ് യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ അത്ഭുത വിടുതലുകൾ ഉണ്ടാകട്ടെ. ട്യൂമറുകൾ അപ്രത്യക്ഷമാകട്ടെ. ആമേൻ, ഹല്ലേലൂയ. സ്റ്റോൺസ്, കിഡ്നി സ്റ്റോൺസുകൾ യേശുവിന്റെ നാമത്തിൽ മെൽറ്റ് ആകട്ടെ. അത്ഭുത വിടുതലുകൾ യേശുവിന്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. ഈ ശബ്ദപരിധിയിലായിരുന്നു കൊണ്ട് കർത്താവിന്റെ വിളിക്ക് കാതോർത്ത ശബ്ദം കേട്ട് കർത്താവ് എനിക്ക് വേണമെന്ന് പറയുന്നവരുടെ മേൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. സകല മാനവരാശിയുടെ വിടുതലിന് വേണ്ടി ഭൂജാതം ചെയ്ത യേശുവിന്റെ സ്നേഹം, സൗഖ്യം, രക്ഷ ജനങ്ങൾ അനുഭവിക്കട്ടെ.
പരിശുദ്ധാത്മാവ് അങ്ങനെ ചെയ്യുകയാൽ സ്തോത്രം. ഇന്ന് രാത്രി മറക്കാനാവാത്തൊരു രാത്രിയാക്കി ദൈവം ഞങ്ങളുടെ ലൈഫിൽ മാറ്റിയനായി സ്തോത്രം. ഈ മുമ്പോട്ട് കടന്നു വന്ന സകലരെയും യേശുവിൻ്റെ നാമം ചൊല്ലി അനുഗ്രഹിക്കുന്നു. അനുഗ്രഹമാകട്ടെ. മഹത്വം മറക്കപ്പെട്ട കുഞ്ഞാടിന് യേശുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. കരങ്ങൾ തട്ടി കർത്താവിനെ സ്തോത്രം ചെയ്യാം. മുമ്പോട്ട് കടന്നു വന്നവരോട് പറയട്ടെ, കർത്താവ് ഇന്ന് രാത്രി മറക്കാൻ പറ്റാത്ത എന്തോ നിങ്ങളുടെ ലൈഫിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത വർഷത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നത് കഴിഞ്ഞ നാളുകൾ ഉള്ള ആ പരാജയത്തിൻ്റെ ബാക്ക്ലോഗ്സ് കൊണ്ടല്ല, ജയത്തിൻ്റെ അധ്യായത്തെ ദൈവം തുറന്നു. ചില നിരാശയുടെ ഭാരിച്ച കെട്ടുകളെല്ലാം മാറിപ്പോയി. ഹെവിനെസ് മാറി. ദൈവിക സ്വാതന്ത്ര്യം നിങ്ങളുടെ മേൽ വെളിപ്പെട്ടിരിക്കുക. നിങ്ങൾ എടുത്തിരിക്കുന്ന തീരുമാനം മുഖാന്തരം നിങ്ങളുടെ മേലും നിങ്ങളുടെ കുടുംബത്തിന് മേലും അത്ഭുതകരമായ ദൈവിക സന്ദർശനങ്ങളെ പരിശുദ്ധാത്മാവ് വായിച്ചിരിക്കുകയാണ്. കരങ്ങളെ ചേർത്തടിച്ച് കർത്താവിനെ സ്തോത്രം ചെയ്യാം. കർത്താവ് നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു വന്നിട്ടുണ്ട് ഇവിടെ, ഗുരു വന്നിട്ടുണ്ട് ഇവിടെ. പലരും നമ്മെ വിളിക്കാതിരിക്കുമ്പോൾ, നാം പ്രതീക്ഷിച്ചവരൊക്കെയും നമ്മളെ വിളിക്കാതിരിക്കുമ്പോൾ പരിശുദ്ധനായ ദൈവം നമ്മെ വിളിച്ചതോർത്തുകൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥിക്കാമോ? എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗത്തിലെ നല്ല പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. കർത്താവിൻ്റെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ. പ്രിയ കർത്താവെ, ഭക്തനിലൂടെ കേൾപ്പിച്ച നല്ല വചനങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ സ്തോത്രം. ദൈവം ഞങ്ങളെ വിളിച്ചതിനായി സ്തോത്രം. ഇന്ന് പലരും ആ വിളി കേട്ടല്ലോ. അനേക നാളുകൾ കർത്താവ് വിളിച്ചിട്ടും വിളി കേൾക്കാതെ ഇരുന്ന പലരും കർത്താവേ സ്തോത്രം അതിനെ പ്രതികരിച്ചത് ഓർത്തുകൊണ്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ആരൊക്കെ പ്രതികരിച്ചിട്ടുണ്ടോ അവരെ ദൈവം സൗഖ്യമാക്കണമേ. ആരൊക്കെ പ്രതികരിച്ചിട്ടുണ്ടോ അവരെയെല്ലാം ആത്മാവിനെ രക്ഷിക്കണമേ. ആരൊക്കെ പ്രതികരിച്ചിട്ടുണ്ടോ അവരെ മാന്യരാക്കണമേ. ആരെല്ലാം പ്രതികരിച്ചിട്ടുണ്ടോ അവരെ അനുഗ്രഹിക്കണമേ. ആരൊക്കെ പ്രതികരിച്ചിട്ടുണ്ടോ അവർക്കൊരു വിശാലത കൊടുക്കണമേ. ആരൊക്കെ പ്രതികരിച്ചിട്ടുണ്ടോ അവരുടെ മേൽ ഒരു വലിയ അനോയിന്റിങ്, അഭിഷേകത്തിന്റെ സാന്നിധ്യം അവിടെ നിന്ന് പകരുന്നതിനായി സ്തോത്രം. വചനമായി കടന്നു വന്ന ദൈവദാസനെ അനുഗ്രഹിക്കണം. ഈ മിനിസ്ട്രി അനുഗ്രഹിക്കണം. ഇതിൻ്റെ സംഘാടകരെ അനുഗ്രഹിക്കണം. കടന്നു വന്ന ജനത്തെ അവരുടെ മടക്കയാത്രയിലും കൂടെയിരിക്കണം. ദൈവകൃപയോടെ കർത്താവെ അവിടെ നിന്ന് കടന്നുപോയി നാളത്തെ മീറ്റിങ്ങിന് കടന്നു വരുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകലമാനവും മഹത്വം എല്ലാം കർത്താവിന് തരുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യാം. ആശീർവാദം പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പുത്രനായ യേശു കർത്താവിൻ്റെ കൃപ, ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന കൂട്ടായ്മയും കാവലും നൽവരങ്ങളും കടന്നു വന്ന് സൂക്ഷിച്ച ദൈവദാസന്മാരുടെ മേലും ഈ മിനിസ്ട്രിയുടെ മേലും ഇവിടെ നിന്ന് കടന്നു പോകുന്ന സകല ജനത്തിൻ്റെ മേലും ഈ ദേശത്തിൻ്റെ മേലും ദേശനിവാസികളുടെ മേലും ഇന്നു മുതൽ എന്നേക്കും ഇരിക്കുമാറാകട്ടെ. അറുക്കപ്പെട്ട ദൈവകുഞ്ഞാടിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന ദൈവദാസനോടുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.